ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സർവശക്തനായ ദൈവം കൃപ തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ಮತ್ತೊಂದಾವರ್ತಿ ದೇವರು ನಮಗೆ ಒಟ್ಟಾಗಿ ಸೇರ್ಲಿಕ್ಕೆ ಕರ್ತನು ಕೃಪೆ ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ಬಂದಂತ ದೇವರ ಮಕ್ಕಳಿಗೂ ಕರ್ತನ ದಾಸರಿಗೂ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയ സഹോദരിക്കും ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡುವಂತ ಸಹೋದರಿಗೂ എല്ലാ ദൈവജനത്തിനും വേഗമെന്ന് യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ಎಲ್ಲ ದೇವಜನರಿಗೂ ಬಂದಂತ ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸುಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆಗಳು. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ്റെ നാടിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ನಿನ್ನೆಗಿಂತಲೂ ಇವತ್ತು ಬಂದವರಿಗೆ ಹತ್ತಿರದಲ್ಲಿ ಕುಳಿತುಕೊಂಡವರಿಗೆ ಎಲ್ಲರನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೇನೆ. ഇന്ന് പകൽക്കാലം നമ്മൾ ഇത്രത്തോളം സഹായിച്ചതോർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ಈ ಆಗಲನ ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ಇಷ್ಟರವರೆಗೂ ನಡೆಸಿದಂಥ ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ. അല്പം സമയം ഒത്തിരി താമസിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ಸಮಯ ಸ್ವಲ್ಪ ಹೆಚ್ಚಾದರೂ ದೇವರ ಕೃಪೆ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರಲಿ. രാവിലെ കറണ്ട് കട്ടുണ്ടായി, ನಾವೆಲ್ಲರೂ ನೋಡಿದ್ದೇವೆ. ദൈവമക്കൾക്ക് അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ದೇವರ ಮಕ್ಕಳಿಗೆ ಆ ರೀತಿಯಲ್ಲೇ ಶೋಧನೆಗಳು ಉಂಟಾಗ್ತದೆ. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. ಇಲ್ಲದಿದ್ರೆ ಏನು ಒಂದು ಸಮಸ್ಯೆ ಇರುವುದಿಲ್ಲ. പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് പോലെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. ಪ್ರಾರ್ಥಿಸುವಂತ ವ್ಯಕ್ತಿಗಳಿಗೆ ಈ ರೀತಿಯ ಸಮಸ್ಯೆ ಉಂಟಾಗ್ತದೆ, ಬೇರೆ ಯಾರಿಗೂ ಉಂಟಾಗುವುದಿಲ್ಲ. അപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടണം. ದೇವರ ಮಕ್ಕಳ ಪ್ರಾರ್ಥನೆ ಹೆಚ್ಚಾಗಬೇಕು, ಶಕ್ತಿ ಬರಬೇಕು. ಅದಕ್ಕೆ ശക്തനായ ദൈവം, ಶಕ್ತನಾದ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆ. ദൈവത്തിന്റെ വലിയ കരുതൽ, ದೇವರ ದೊಡ್ಡ ಕರವು നമ്മോട് കൂടെ ഉണ്ടാകും, ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುತ್ತದೆ. നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ನಮಗೆ ಸಹಾಯ ಮಾಡಲು ದೇವರು ನಂಬಿಗಸ್ತನು. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നമ്മളെ കാണുമാറാക്കിയവനെ, ಅನೇಕ ಕಷ್ಟಗಳು ಸಂಕಟಗಳು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದರೂ ಕೂಡ ನಮ್ಮನ್ನು ಕಾಪಾಡಿದಾನೆ. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ನೀನು ನಮ್ಮನ್ನು ಮತ್ತೆ ಜೀವಿಸುವಂತೆ ಮಾಡುತ್ತಿ. ഭൂമിയുടെ ആഴത്തിൽ ഞങ്ങളെ തിരികെ കയറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ಭೂಮಿನ ಆಳದವರೆಗೂ ಕಟ್ಟ ಕಡೆಯವರೆಗೂ ನಮಗೆ ಕೃಪೆ ತೋರಿಸುವುದಕ್ಕಾಗಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്കാരുമില്ല. ದೇವರು ಅನುಕೂಲವಾಗಿರುವುದಾದ್ರೆ ನಮ್ಗೆ ಪ್ರತಿಕೂಲ ಯಾರಿದ್ದಾರೆ? ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ನಮ್ಮನ್ನು ചെയ്യുന്നു. ಕಾಣುವಂತ ಎಲ್ಲ ದೇವಜನರಿಗಾಗಿ ನೆನೆಸಿ ಸ್ತೋತ್ರ ഈ ദിവസം ಸಲ್ಲಿಸ್ತೇನೆ. നമ്മൾ ഒന്നിച്ച് അരിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ಈ ದಿವಸ ನಮ್ಮೆಲ್ಲರೊಂದಿಗೆ ನೀವು ಕೂಡಿ ಬಂದಿರೋದಕ್ಕಾಗಿ ದೇವರು ಕೊಟ್ಟಂತ ಕೃಪೆಗಾಗಿ ಸ್ತೋತ್ರ. ഈ DGM-ന്റെ പ്രവർത്തനങ്ങളെയും ಈ DG ಬೇತೇಲ್ ಎಲ್ಲ ಕಾರ್ಯಗಳು, അതിന്റെ ഡയറക്ടറെയും കുടുംബത്തെയും ಅದರ ಡೈರೆಕ್ಟರ್ ಆದ ಪಾಸ್ಟರ್ ಸುನಿಲ್ ಅವರೆಲ್ಲರೂ ಕೂಡ, കൂടെയുള്ള എല്ലാ സഹ ശുശ്രൂഷകന്മാരും കുടുംബങ്ങൾ, ಜೊತೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲಾ ಸೇವಕರವರ ಎಲ್ಲರಿಗೂ, സഭാവിശ്വാസികൾ കുടുംബങ്ങൾ, ಸಭೆ ವಿಶ್ವಾಸಿಗಳೆಲ್ಲರಿಗೂ, എല്ലാ ദൈവജനത്തിനും ಎಲ್ಲಾ ದೇವಜನರಿಗೂ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ಬೇಗ ಬರುವಂತ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆಗಳು. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന ആ ആരോഗ്യവും ആയുസ്സും എല്ലാം, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕರ್ತನು ನಮಗೆ ಕೊಟ್ಟಂತ ಆರೋಗ್ಯ ಆಯುಷ್ಯವೆಲ್ಲವೂ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ്. ನಮ್ಮಲ್ಲಿ ದೇವರು ಇಷ್ಟಪಡುವಂತದ್ದು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കർത്താവിനെ ശക്തമായി സ്തുതിച്ചാട്ടെ. ಕರ್ತನನ್ನು ಶಕ್ತವಾಗಿ ಸ್ತೋತ್ರ ಹೇಳೋಣ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയയും സ്തുതിയും ഒക്കെ നമ്മൾ എപ്പോഴും പറയേണ്ടവരാണ്. ಹಾಲೆಲೂಯ ಸ್ತುತಿ ಎಲ್ಲವೂ ನಾವು ಯಾವಾಗಲೂ ಹೇಳುತ್ತಾ ಇರಬೇಕು. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ആരാധിക്കാൻ ഇടയായാൽ, ಪರಿಶುದ್ಧಾತ್ಮನ ತುಂಬಲ್ಪಡುವಿಕೆಯಿಂದ ನಾವು ಆರಾಧಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ നമ്മളോട് പോരാടുന്ന ശത്രു അഴിഞ്ഞു മാറാനിടയാകും. ನಮ್ಮ ಮೂಲಕವಾಗಿ ಹೋರಾಟ ಮಾಡುವ ಶತ್ರುವಿನ ಎಲ್ಲ ಕಾರ್ಯಗಳು ಲಯವಾಗಿ ಹೋಗುತ್ತದೆ. കൂടെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാറും. ಜೊತೆಯಲ್ಲಿ ನಮಗೆ ಆಗಾಗ ಬರುವಂತ ಸಮಸ್ಯೆಗಳು ನೀಗಲ್ಪಡುತ್ತದೆ. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടാകും. ಆತ್ಮನ ಶಕ್ತಿಯು ನಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರುತ್ತದೆ. ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടും. ದೇವರ ಕೃಪೆ ನಮ್ಮ ಮೇಲೆ ಬೆಳಪಟ್ಟು ಬರುತ್ತದೆ. ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടാകും. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮೇಲೆ ಇರುತ್ತದೆ. അതിന് വളരെ പ്രാർത്ഥനയുള്ളവരെ നമുക്ക് ഇരിക്കാം. ಅದಕ್ಕಾಗಿ ನಾವು ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಇರಬೇಕು. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ, ಇವತ್ತು ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದಾಗ 2-3 പ്രാവശ്യം ദൈവാത്മ ഇടപെട്ട ഒരു വാക്യം നമുക്ക് വായിക്കാം. 2-3 ಸಾರಿ ದೇವರು ಮಾತನಾಡಿದಂತ ವಾಕ್ಯಗಳನ್ನು ನಾನು ನಿಮ್ಮ ಮುಂದೆ ಹೇಳುತ್ತೇನೆ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ಯೆಶಾಯನ ಪ್ರವಾದನೆ ಪುಸ್ತಕ 6-ാം അധ്യായം 6ನೇ ಅಧ್ಯಾಯ 1 മുതൽ ചില വേദഭാഗം വായിക്കാം. ಒಂದು ಸಾರಿ ಓದೋಣ. ಯೆಶಾಯನ ಪ್ರವಾದನೆ ಗ್ರಂಥ 6ನೇ ಅಧ್ಯಾಯ. ಅರಸನಾದ ಉಜ್ಜಿಯನ ಕಾಲದ ವರುಷದಲ್ಲಿ ಕರ್ತನು ಉನ್ನತ ಸಿಂಹಾಸನದೊಡನಾಗಿರುವುದನ್ನು ಕಂಡೆನು. ಆತನ ವಸ್ತ್ರದ ನೆರಿಗೆಯ ಮಂದಿರದಲ್ಲೆಲ್ಲ ಹರಡಿತು. ಆತನ ಸುತ್ತ ಸೆರಾಫಿಯರು ಇದ್ದರು. ಪ್ರತಿಯೊಬ್ಬರು 6 ರೆಕ್ಕೆಗಳುಳ್ಳವರಾಗಿ 2ರಿಂದ ತನ್ನ ಮುಖವನ್ನು 2ರಿಂದ ತನ್ನ ಕಾಲುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು 2 ಬಡಿಯುತ್ತಾ ನೆಲ ಸೂಕದೆ ನಿಂತಿದ್ದನು. ಆಗ ಒಬ್ಬನು ಮತ್ತೊಬ್ಬನಿಗೆ, ಸೇನಾಧೀಶ್ವರನಾದ ಯೆಹೋವನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು, ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ ತುಂಬಿದೆ ಎಂದು ಕೂಗಿ ಹೇಳಿದನು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തിന് ದೇವರು ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುವಂತ ವಾಕ್ಯಕ್ಕಾಗಿ നമുക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയും. ನಮಗೆ ಬಿಡುಗಡೆ ಹೊಂದಲು ಸಾಧ್ಯ.
അപ്പം ദൈവം ഈ വിഷയങ്ങൾ പല പ്രാവശ്യം ഇടപെട്ടു. ಹಾಗಾದ್ರೆ ದೇವರು ಈ ವಿಷಯಗಳನ್ನು ಅನೇಕ ಸಾರಿ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಿದ್ದಾನೆ. ഞാൻ വേറൊരു വിഷയം പ്രസംഗിക്കാനായി ഇരുന്നത്. ನಾನು ಬೇರೆ ಒಂದು ವಿಷಯಗಳನ್ನು ಪ್ರಸಂಗಿಸಬೇಕೆಂಬುದಾಗಿ ಕುಳಿತುಕೊಂಡೆನು. അപ്പൊ ഇന്ന് നടന്ന കാര്യങ്ങളും ಹಾಗಾದ್ರೆ ಇವತ್ತು ನಡೆಯುವಂತ ಕಾರ್ಯಗಳು, ദൈവാത്മാവ് നൽകിയ ഈ വെളിപ്പാടും ഓർത്തപ്പോൾ ದೇವರಾತ್ಮನು ಕೊಟ್ಟಂತ ಈ ಪ್ರಕಟಣೆಯನ್ನು ನೆನೆಸುವಾಗ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിപ്പാനിടയായി തീർന്നു. ಯೆಶಾಯನ ಪ್ರವಾದನೆ ಗ್ರಂಥ ಓದಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ಉಜ್ಜಿಯ ರಾಜನ ಕಾಲದ ವರ್ಷದಲ್ಲಿ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ಕರ್ತನು ಉನ್ನತವಾದ ಸಿಂಹಾಸನನಾಗಿರುವುದನ್ನು ಕಂಡೆನು. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ, ಆತನ ವಸ್ತ್ರದ ನೆರಿಗೆಯು മന്ദിരത്തെ നിറച്ചിരുന്നു. ಮಂದಿರದಲ್ಲೆಲ್ಲ ಹರಡಿತ್ತು. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ಆತನ ಸುತ್ತ ಸೆರಾಫಿಯರು ಇದ್ದರು. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. ಪ್ರತಿಯೊಬ್ಬನ 6 ರೆಕ್ಕೆಗುಳ್ಳವನಾಗಿ, 2 കൊണ്ട് അവൻ മുഖം മൂടി, 2ರಿಂದ ತನ್ನ ಮುಖವನ್ನು, 2 കൊണ്ട് കാൽ മൂടി, 2ರಿಂದ ತನ್ನ ಕಾಲುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು, 2 കൊണ്ട് പറന്നു, 2ರಿಂದ ಬಡಿಯುತ್ತಾ, ഒരുത്തനോടൊരുത്തൻ ಒಬ್ಬನು ಮತ್ತೊಬ್ಬನಿಗೆ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ಸೇನಾಧೀಶನಾದ ಯೆಹೋವನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ ತುಂಬಿದೆ ആ നാർത്തു പറഞ്ഞു ಎಂದು ಕೂಗಿ ಹೇಳಿದನು. അവർ ആർക്കുന്ന ശബ്ദത്താൽ ಆ ಕೂಗುವವನ ಶಬ್ದಕ್ಕೆ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ದ್ವಾರದ ಅಸ್ತಿವಾರವು ಕದಲಿತು, ആലയം പുക കൊണ്ട് നിറഞ്ഞു, ಧೂಮವು ಮಂದಿರದಲ್ಲೆಲ್ಲ ತುಂಬಿತ್ತು. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ಆಗ ನಾನು ಅಯ್ಯೋ ನನ್ನ ಗತಿಯನ್ನು ಏನು ಹೇಳಲಿ, നശിച്ചു, ನಾನು ನಾಶವಾದೆನಲ್ಲ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ನಾನು ಹೊಲಸು ತುಟಿಯವನು, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, ಹೊಲಸು ತುಟಿಯವರ ಮಧ್ಯದಲ್ಲಿ ವಾಸಿಸುವಂತವನು, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവേ രാജാവിനെ കണ്ടുവല്ലോ, ಇಂಥ ನನ್ನ ಕಣ್ಣುಗಳು ರಾಜಾದಿರಾಜನನ್ನು ಕಂಡವಲ್ಲ. അപ്പോൾ സാറാബുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കൊടലുകൊണ്ട്, ಸೆರಾಫಿರಲ್ಲಿ ಒಬ್ಬನ ಯಜ್ಞವೇದಿಯಿಂದ ತನ್ನ ತಂಡಸದಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಬಂದ ಕೆಂಡವನ್ನು ഒരു തീക്കല്ല് എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അതരത്തിൽ പറന്നു വന്നു, അടുക്കൽ വന്നു, ಕೆಂಡವನ್ನು ಕೈಯಲ್ಲಿ ಹಿಡಿದುಕೊಂಡು ನನ್ನ ಬಳಿಗೆ ಹಾರಿ ಬಂದು അതെന്നെ വായ്ക്ക് തൊടുവിച്ചു, ನನ್ನ ಬಾಯಿಗೆ ಮುಟ್ಟಿಸಿ, ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് ಈಗೋ പറഞ്ഞു. ಇದು ನಿನ್ನ ತುಟಿಗಳಿಗೆ ತಗುಲಿತು, ನಿನ್ನ ದೋಷವು ನೀಗಿತು, ನಿನ್ನ ಪಾಪಕ್ಕೆ ಪ್ರಯಾಚಿತವಾಯಿತು ಅಂದನು. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇവിടെ കാണുന്നത് ಇಲ್ಲಿ ನೋಡುವಂತದ್ದು ഉസിയാവ് മരിച്ച ആണ്ട്. ഉಜ್ജിയನು ಸತ್ತ ಕಾಲದಲ್ಲಿ. ഉസിയാവ് എന്ന് പറയുമ്പോൾ യഹൂദയിൽ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേരാണ്. ಉಜ್ಜಿಯ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಯೆಹೂದ ದೇಶದಲ್ಲಿ ಒಂದು ಆಳ್ವಿಕೆ ಮಾಡಿದಂತ ರಾಜನ ಹೆಸರಾಗಿದೆ. ആ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് യെശയ്യാവ് എന്ന ആ പ്രവാചകൻ ദൈവത്തിന്റെ ആ ദർശനങ്ങൾ കാണുവാനിടയായത്. ಆ ಉಜ್ಜಿಯ ಪ್ರವಾದಿ ಸತ್ತ ಮೇಲೆ ಯೆಶಾಯ ಪ್ರವಾದಿ ಅಲ್ಲಿ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಲು ಪ್ರಾರಂಭಿಸಿದನು. ദൈവത്തിന്റെ വെളിപ്പാട് ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ಈ ಯೆಶಾಯ ಪ್ರವಾದಿ ದೇವರ ಪ್ರಕಟಣೆ ದರ್ಶನ ನೋಡಿದ ನಂತರ, ആ സാറാബുകളുടെ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ, ಆ ಸೆರೋಫಿಯರ ಆರಾಧನೆ ನೋಡಿದಾಗ ഈ യെശയ്യാവിന് കരച്ചിൽ വന്നു. ಈ ಯೆಶಾಯ ಪ್ರವಾದಿ ಅತ್ತನು. 1 മുതൽ 5 അധ്യായം വരെ നോക്കുമ്പോൾ 1ರಿಂದ 5ನೇ ವಾಕ್ಯದ ತನಕ ನೋಡುವಾಗ ജനങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവാചകനാണ്. ಜನಗಳನ್ನು ಹಿಂಸೆ ಪಡಿಸುವಂತ ಒಂದು ಪ್ರವಾದಿ. വളരെ കഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളെ കാണുന്നത്. ಅನೇಕ ಕಷ್ಟಗಳನ್ನು ಕೊಡುವಂತ ಅನುಭವ ಅಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. അപ്പോൾ അവന്റെ ജീവിതം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവത്തിലായിരുന്നു ജീവിച്ചത്. ಹಾಗಾದ್ರೆ ಅವನ ಜೀವಿತ ಬೇರೆಯವರಿಗೆ ನೋವು ಕೊಡುವಂತ ಜೀವಿತವಾಗಿತ್ತು ಅವನ ಜೀವಿತ. അങ്ങനെ നടന്ന ഒരു പ്രവാചകന്, ಹಾಗೆ ನಡೆದಂತ ಒಬ್ಬ ಪ್ರವಾದಿಯು അവന്റെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ ಅವನ ಜೀವಿತವನ್ನು ನೋಡಿದಾಗ അവന് മനസ്സിലായി, ಅವನಿಗೆ ಅರ್ಥವಾಯಿತು, അവൻ പാപത്തിലാണ് ജീവിക്കുന്നത്. ಅವನು ಈಗ ಪಾಪದಲ್ಲಿ ಜೀವಿಸ್ತೇನೆ ಎಂಬುದಾಗಿ. അവന് ശുദ്ധീകരണം വന്നിട്ടില്ല. ಅವನಿಗೆ ಶುದ್ಧೀಕರಣ ಆಗಲಿಲ್ಲ. അവന് ശുദ്ധീകരണം ആവശ്യമാണ്. ಅವನಿಗೆ ಶುದ್ಧೀಕರಣ ಒಂದು ಅವಶ್ಯಕವಾಗಿ അവൻ ಬೇಕಿತ್ತು. ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ಅವನು ದೇವರಿಗೆ ಮೊರೆಯಿಡಲು ಪ್ರಾರಂಭಿಸಿದನು. അതുകൊണ്ടാണ് അവൻ ദർശനം കണ്ടത്. ಅದರಿಂದ ಮೂಲಕವಾಗಿ ಅವನ ದರ್ಶನವನ್ನು ദൈവിക ദർശനം കാണുവാൻ നമ്മുടെ ജീവിതത്തിലെ പാപം ഒരു തടസ്സമാണെങ്കിൽ, ದೈವಿಕ ದರ್ಶನವನ್ನು ನೋಡುವುದಕ್ಕೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಂದು ಪಾಪ ಅಡ್ಡಿಯಾಗಿರುವುದಾದ್ರೆ നമ്മൾ ക്രമീകരിക്കുവാൻ മനസ്സ് വെക്കണം. ನಾವು ಅದನ್ನು ಪ್ರತೀಕರಿಸುವುದಕ್ಕೆ ಮನಸ್ಸಿಡಬೇಕು. വിശുദ്ധ ജീവിതത്തിന് നമ്മൾ തയ്യാറാകണം. ನಾವು ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತ ಮಾಡುವುದಕ್ಕೆ ഈ ತಯಾರಾಗಬೇಕು. ലോക ജീവിതം ಈ ಲೋಕದ ಜೀವಿತ
നമുക്ക് ശാശ്വതമല്ല, ನಮಗೆ ಶಾಶ್ವತವಲ್ಲ, നമുക്ക് സന്തോഷം തരത്തില്ല, ನಮಗೆ ಅದು ಸಂತೋಷ ಕೊಡುವುದಿಲ್ಲ, നമുക്ക് അതിൽ നിന്നും വേദനയെ ഉണ്ടാകത്തുള്ളൂ. ನಮಗೆ ಅದರ ಮೂಲಕ ವೇದನೆಯೇ ಬರುತ್ತದೆ. എന്നാൽ ഇതിനൊരു മാർഗമായി ಆದ್ರೆ ಇದರಲ್ಲಿ ಒಂದು ಮಾರ್ಗವಾಗಿ ദൈവം നമുക്ക് ഒരുക്കി തന്ന ದೇವರು ನಮಗೆ ಸಿದ್ಧಪಡಿಸಿದಂತ ഒരു വിശുദ്ധ ജീവിതമുണ്ട്. ಒಂದು ಪರಿಶುದ್ಧವಾದ ಜೀವಿತ ಇದೆ. അത് നമുക്ക് ഉണ്ടാകണം. ಅದು ನಮಗೆ ಉಂಟಾಗಬೇಕು. വിശുദ്ധ ജീവിതം ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടി ಆ ಪರಿಶುದ್ಧ ಜೀವಿತ ಮಾಡುವುದಕ್ಕಾಗಿ നമ്മൾ നമ്മുടേതായ ജീവിതം ನಾವು ನಮ್ಮದೇ ಆದ ಜೀವಿತ ദൈവ മുൻപിൽ ದೇವರ ಮುಂದೆ ക്രമീകരിക്കുവാൻ ನಾವು നമ്മൾ ಸರಿಪಡಿಸಿಕೊಳ್ಳುವಂತೆ ನಾವು തയ്യാറാകുമ്പോൾ ತಯಾರಾಗುವಾಗ അത് നമ്മുടെ ജീവിതത്തിൽ ಅದು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ പല എതിർപ്പുകൾ ഉണ്ടാകും, ಅನೇಕ ಎದುರುವಿಕೆಗಳು ಉಂಟಾಗುತ್ತದೆ, ശോധനകൾ ഉണ്ടാകും, ಶೋಧನೆಗಳು ಉಂಟಾಗುತ್ತದೆ, ഇല്ലാത്ത പ്രശ്നങ്ങൾ കടന്നു വരും, ಇಲ್ಲದಂತ ಸಮಸ್ಯೆಗಳು ಅದು ಬರುತ್ತದೆ, അതുവരെ ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ಅದುವರೆಗೆ ಉಂಟಾಗದ ಸಮಸ್ಯೆಗಳು ಬರುತ್ತದೆ. എന്താ കാരണം? ಏನು ಕಾರಣ? നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ನೀನು ನಾನು ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತ ಮಾಡಲು ಇಷ್ಟಪಡುವ ಮೂಲಕವಾಗಿ അശുദ്ധമായ അനുഭവത്തിലേക്ക് ನಿನ್ನ ಅಶುದ್ಧವಾದ ಅನುಭವಕ್ಕೆ ശത്രു നിന്നെ കൊണ്ടുപോകും. ಶತ್ರು ನಿನ್ನನ್ನು ಕೊಂಡೋಗುತ್ತಾನೆ. ശത്രു നിന്റെ കൂടെയുണ്ട്. ಶತ್ರು ನಿನ್ನ ಜೊತೆಯಲ್ಲೇ ಇರುತ್ತಾನೆ. ഒരു ദൈവ പൈതലിനെ ಒಂದು ದೇವರ ಮಗುವನ್ನು എങ്ങനെ വീഴ്ത്തിക്കളയാമെന്ന് ಹೇಗಾದ್ರೂ ಬೀಳಿಸಬೇಕೆಂಬುದಾಗಿ അവൻ വിചാരിച്ചുകൊണ്ട് ಅವನು ನೆನೆಸಿಕೊಂಡು അവൻ പുറകെ നടന്ന് ಅವನ ಹಿಂದೆಯಲ್ಲೇ ಬಂದುಕೊಂಡು നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ಅನೇಕ ರೀತಿಯ ವೇದನೆಯನ್ನು ಕೊಡುತ್ತಾ ಇರ್ತಾನೆ. ദൈവിക ആലോചന നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ಆದ್ರೆ ದೈವಿಕವಾದ ಆಲೋಚನೆ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಇರುವುದಾದ್ರೆ എപ്പോഴും ചോദിച്ച് ಆ ಆಲೋಚನೆಯನ್ನು ನಾವು ಕೇಳಿ ദൈവത്തിൽ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. ದೇವರ ಹತ್ರ ಆರಾಧಿಸಲು ನಾವು ಸಿದ್ಧರಾಗಬೇಕು. ദൈവ മക്കൾ ದೇವರ ಮಕ್ಕಳು ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി ದೇವರ ಚಿತ್ತವು ನೆರವೇರಿಸುವುದಕ್ಕಾಗಿ ആരാധനയ്ക്ക് സമയങ്ങൾ വേർതിരിച്ച് ಆರಾಧನೆಗೆ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸಿ പ്രാർത്ഥനയുള്ളവരായി മാറണം. ಪ್ರಾರ್ಥನೆ ಉಳ್ಳವರಾಗಿ ಮಾರ್ಪಡಬೇಕು. ഈ ദിവസങ്ങളിൽ ಈ ದಿವಸಗಳಲ್ಲಿ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ನಮ್ಮ ಪ್ರಾರ್ಥನೆಗೆ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ಕೊರತೆ ಬಂದಿರುವುದಾದ್ರೆ നമ്മളത് ക്രമീകരിച്ച് ನಾವು ಅದನ್ನು ಸರಿಪಡಿಸಿ വളരെ പ്രാർത്ഥിക്കാൻ കഴിയണം. ಬಹಳ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಾವು ಮುಂದುವರಿಬೇಕು. മറ്റെല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് ಮತ್ತೆ ಎಲ್ಲವೂ ಕೆಲಸಗಳನ್ನು ನೀಗಿಸಿ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ ಪ್ರಾರ್ಥನೆಗೆ ಬರುವವರನ್ನು ദൈവം തീർച്ചയായും ದೇವರು ಖಂಡಿತವಾಗಿಯೂ അനുഗ്രഹിക്കും, ಆಶೀರ್ವದಿಸುತ್ತಾನೆ. വേറെ ഒരു കാര്യം വേണ്ട. ಬೇರೆ ಯಾವ ಕಾರ್ಯಗಳು ಬೇಡ. നീ ശ്രദ്ധയോടെ ഇരിക്കുവാൻ, ನೀನು ಶ್ರದ್ಧೆಯಿಂದ ಕುಳಿತುಕೊಳ್ಳಲು, ദൈവവചനം ശ്രദ്ധിക്കുവാൻ, ದೇವರ ವಾಕ್ಯವನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವುದಕ್ಕೆ, പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുവാൻ, ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವುದಕ್ಕೆ, ആരാധനയിൽ മനസ്സ് വെക്കുവാൻ ಆರಾಧನೆಗೆ ಮನಸ್ಸು ಕೊಡುವುದಕ್ಕಾಗಿ നമ്മൾ തയ്യാറാകണം. ನಾವು ಸಿದ್ಧರಾದರೆ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ನಮಗೆ ಅನೇಕ ವೇಳೆಯಲ್ಲಿ ಸಾಧ್ಯವಿಲ್ಲ. പല പ്രശ്നങ്ങളാൽ നമ്മൾ ഭാരപ്പെടുന്നു. ಅನೇಕ ಸಮಸ್ಯೆಗಳಿಂದ ನಾವು ಭಾರಪಡುತ್ತೇವೆ. നമ്മൾ വെറുതെ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ನಾವು ಸುಮ್ಮನೆ ಭಾರಪಟ್ಟು ಕಾರ್ಯವಿಲ್ಲ. ലോകത്തെ അനേക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ಲೋಕದಲ್ಲಿ ಅನೇಕ ಸಮಸ್ಯೆಗಳಿದ್ದರೂ യേശുവിന്റെ പ്രവൃത്തി ಯೇಸುವಿನ ಕಾರ್ಯ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നാൽ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗಿ ಬಂದರೆ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ನಮ್ಮ ಕುಟುಂಬವು ಆಶ್ರಯಿಸಲ್ಪಡುತ್ತದೆ. നമ്മുടെ പ്രശ്നമല്ല വലുത്, ನಮ್ಮ ಸಮಸ್ಯೆ ಅಲ್ಲ ದೊಡ್ಡದು, നമ്മുടെ രോഗമല്ല വലുത്, ನಮ್ಮ ರೋಗ ಅಲ್ಲ ದೊಡ್ಡದು, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമല്ല വലുത്, ನಮ್ಮ ಕುಟುಂಬದ ಸಮಸ್ಯೆ ಅಲ್ಲ ದೊಡ್ಡದು, ഈ ദേശത്തിന്റെ പ്രശ്നമല്ല വലുത്, ಈ ದೇಶದ ಸಮಸ್ಯೆ ಅಲ್ಲ ದೊಡ್ಡದು, വലിയ ദൈവമാണ്. ನಮಗೆ ದೊಡ್ಡದು ದೇವರಾಗಿದ್ದಾನೆ. യേശുവാണ് വലിയവൻ. ಯೇಸು ಆಗಿದ್ದಾನೆ ದೊಡ್ಡವನು. യേശു നിന്റെ ജീവിതത്തിൽ ಯೇಸು ನಿನ್ನ ನನ್ನ ಜೀವಿತದಲ್ಲಿ ഉണ്ടെങ്കിൽ ಇರುವುದಾದರೆ നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ಈ ರೀತಿಯ ಸಮಸ್ಯೆಗಳು ಉಂಟಾಗುವುದಿಲ್ಲ. പ്രശ്നങ്ങൾ ಆ ಸಮಸ್ಯೆಗಳು ദൈവം നോക്കും. ದೇವರು ನೋಡುತ್ತಾನೆ. ദൈവം പ്രശ്നം നോക്കണമെന്നുണ്ടെങ്കിൽ ದೇವರು ನಿನ್ನ ಸಮಸ್ಯೆಯನ್ನು നീ ನೋಡಬೇಕೆಂಬುದಾಗಿ യേശുവിന് വേണ്ടി ನೀನು നിലനിൽക്കുന്നവനാകണം. ಯೇಸುವಿಗಾಗಿ ದೃಢತೆಯಿಂದ ನಿಲ್ಲಬೇಕು. നമ്മൾക്ക് വേണ്ടി ജീവിച്ചാൽ ನಮಗಾಗಿ ಜೀವಿಸಿದರೆ ഒരു ഫലം ഉണ്ടാകുന്നില്ല. ಯಾವುದೇ ರೀತಿಯ ಫಲ ಉಂಟಾಗುವುದಿಲ್ಲ. ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക, ದೇವರಿಗಾಗಿ ನಾವು ಜೀವಿಸುವುದಾದ್ರೆ, ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ, ದೇವರ ಕೃಪೆಯನ್ನು ಆಶ್ರಯಿಸಿ ನಾವು ಜೀವಿಸುವುದಾದ್ರೆ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ನಾನು ಜೀವಿಸುವಂತದ್ದು ಕ್ರಿಸ್ತನು, മരിക്കുന്നത് ലാഭവുമായി ನಾನು ಸಾಯುವಂತದ್ದು ಲಾಭ ಆಗಿ നമ്മൾ മുൻപോട്ട് പോയാൽ ನಾವು ಮುಂದೆ ಹೋಗುವುದಾದ್ರೆ നമുക്കത് അനുഗ്രഹമായി മാറും. ನಮಗೆ ಒಂದು ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ജീവിക്കുന്ന ക്രിസ്തു, ಜೀವಿಸುವಂತ ಕ್ರಿಸ್ತನು, മരിക്കുന്ന ലാഭം. ಸಾಯುವಂತದ್ದು ಲಾಭ. എന്താ അങ്ങനെ പറയാൻ കാരണം? ಏನು ಹಾಗೆ ಹೇಳುವುದಕ್ಕೆ ಕಾರಣ? മരണം ലാഭം എന്ന് പറയാൻ കാരണം എന്താ? ಮರಣ ಒಂದು ಲಾಭ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಕಾರಣವೇನು? നമ്മള് യേശുവിൽ വിശ്വസിച്ചിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കുറച്ച് വർഷമേ ആയി കാണുള്ളൂ. ನಾವು ಯೇಸುವನ್ನು ನಂಬಿ ನಾವು ಇಳಿದು ಬಂದು ಸ್ವಲ್ಪ ದಿವಸವೇ ಮಾತ್ರ ಆಗಿರಬಹುದು. 5-10 ವರ್ಷമേ ആയി കാണത്തുള്ളൂ. ಒಂದು 5-10 ವರ್ಷ ಆಗಿರಬಹುದು. ഈ 10 വർഷത്തിനിടയിൽ ಈ 10 ವರ್ಷದ ಒಳಗೆ നീ മരിച്ചു പോയാൽ, ನೀನು ಒಂದು ವೇಳೆ ಸತ್ತು ಹೋದರೆ, നിത്യത ഇവിടുന്ന് നീ സ്വർഗരാജ്യത്തിലേക്ക് പോകുമ്പോൾ, ನೀನು ನಿತ್ಯತ್ವವಾಗಿರುವಂತ ಸ್ವರ್ಗರಾಜ್ಯಕ್ಕೆ ಹೋಗುವಾಗ, അവിടുത്തെ വാസം ഓർക്കുമ്പോൾ, ಅಲ್ಲಿಯ ಒಂದು ವಾಸಸ್ಥಳ ನೆನೆಸುವಾಗ, യഥാർത്ഥമായി യേശുവിനെ ജീവിക്കാൻ മനസ്സ് കൊടുത്തിട്ട് ಯಥಾರ್ಥವಾಗಿ ಜೀವಿಸುವುದಕ್ಕೆ ಮನಸ್ಸು ಕೊಟ್ಟು 5-10 വർഷം ആയിട്ടുള്ളൂ. 5-10 ವರ್ಷ ಆಗಿರೋದು. പക്ഷെ നിനക്ക് കിട്ടാൻ പോകുന്നത് ಆದ್ರೆ ನಿನಗೆ ಅದು ಸಿಕ್ಲಿಕ್ಕೆ ಹೋಗುವಂತದ್ದು 1000 ആണ്ട് വാഴ്ച, 1000 ವರ್ಷದ ಆಳ್ವಿಕೆ, പിന്നീട് യുഗായുഗങ്ങൾ ಯುಗ ಯುಗಾಂತರಗಳು കർത്താവിന്റെ കൂടെ
ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ദൈവരാജ്യത്തിൽ ದೇವರ ರಾಜ್ಯದಲ್ಲಿ ജീവിക്കുന്ന ആ സന്തോഷത്തിന്റെ അനുഭവം ഓർക്കുമ്പോൾ ಜೀವಿಸುವಂತ ಆ ಸಂತೋಷವನ್ನು ನಾವು ನೆನೆಸುವಾಗ ഈ 5-10 വർഷം ഇവിടെ ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ಈ 5-10 ವರ್ಷ ನಾವು ದೇವರಿಗಾಗಿ ಕೊಟ್ಟದ ನಿಮಿತ್ತವಾಗಿ മരണമില്ലാത്തൊരു ജീവിതം, ಮರಣವಿಲ್ಲದಂತಹ ಒಂದು ಜೀವಿತ, നിത്യമായ ഒരു ജീവിതം, ನಿತ್ಯವಾದ ಒಂದು ಜೀವಿತ, നിത്യമായ ഒരു ഭവനം, ನಿತ್ಯವಾದ ಒಂದು ಮನೆ, ദൈവത്തിന്റെ കൂടെ ದೇವರು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ വസിക്കുവാനൊരു ഭാഗ്യം, ದೇವರ ಜೊತೆಯಲ್ಲಿ ನಾವು ಜೀವಿಸುವಂತ ಭಾಗ್ಯ, ഇതാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ಇದಾಗಿದೆ ನಮಗೆ ಅಲ್ಲಿ ಉಂಟಾಗಲು ಹೋಗುವಂತದ್ದು. അപ്പൊ ഈ 5-10 വർഷം ഇവിടെ കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ നമുക്ക് ദൈവം തരുന്നത്. ಹಾಗಾದ್ರೆ ನಾವು ಇಲ್ಲಿ 5-10 ವರ್ಷಗಳು ನಾವು ಕರ್ತನಿಗಾಗಿ ಕೊಟ್ಟದ ನಿಮಿತ್ತವಾಗಿ ಇಷ್ಟೆಲ್ಲ ದೇವರು ನಮಗಾಗಿ ಕೊಟ್ಟಿದ್ದಾನೆ. അപ്പോൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ಹಾಗಾದ್ರೆ ನಾವು ಈಗ ಸತ್ತು ಹೋದರೆ സന്തോഷവാ, സന്തോഷവാ, ಅದೊಂದು ಸಂತೋಷವಾ? പലർക്കും മരണം എന്ന് പറഞ്ഞാൽ പേടിയാ. ಅನೇಕರಿಗೆ ಮರಣ ಅಂದರೇನೆ ಭಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. കഴിഞ്ഞ ഞായറാഴ്ച മരണത്തെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചത്. ಕಳೆದ ಭಾನುವಾರ ನಾವು ಮರಣದ ಕುರಿತಾಗಿ ಪ್ರಸಂಗಿಸಿದ್ದೇವೆ. സഭയിലൊരു വിശ്വാസി ഇന്നും രാവിലെ മരിച്ചു, നിങ്ങൾ പോയി കാണാനിടയായി. ಸಭೆಯ ಒಂದು ವಿಶ್ವಾಸಿ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ತೀರಿ ಹೋದರು ಎಂಬುದಾಗಿ ಕೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച വന്നവർക്കൊക്കെ അറിയാം. ಹಾಗಾದ್ರೆ ಕಳೆದ ಭಾನುವಾರ ಬಂದವರಿಗೆಲ್ಲ ಗೊತ್ತು, അവിടെ മരണത്തെ കുറിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ചത്. ಅದು ಮರಣದ ಕುರಿತಾಗಿಯೇ ಅವರು ಪ್ರಸಂಗ ಮಾಡಿದ್ದಾರೆ. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, ಹಾಗಾದ್ರೆ ಸಾಯುವುದಕ್ಕಾಗಿ ನಾವು ಏನು ಮಾಡಬೇಕು, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ಅದರ ಕಾರ್ಯಗಳೆಲ್ಲ ನಾನು ಹೇಳಿದೆ. രക്ഷിക്കപ്പെടണം, ರಕ್ಷಣೆ ಹೊಂದಬೇಕು, മാനസാന്തരപ്പെടണം, ಮಾನಸಾಂತರ ಹೊಂದಬೇಕು, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು, അപ്പം നുറുക്കലും കൂട്ടായ്മയും, ಕರ್ತನ ಭೋಜನದ ಪಾಲ್ಗೊಳ್ಳುವಿಕೆ. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, ನನ್ನನ್ನು ತಿನ್ನುವವನು ನನ್ನ ಮೂಲಕವಾಗಿ ಜೀವಿಸುತ್ತಾನೆ. കർത്താവിന്റെ മേശയിലും പങ്കുകൊടുത്താൽ, ಹಾಗಾದ್ರೆ ಕರ್ತನ ಮೇಜೆಯಲ್ಲಿ ನಾವು ಪಾಲು ತೆಗೆದುಕೊಂಡಾದ್ರೆ, ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ, ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತ ನಾವು ಮಾಡುವುದಾದ್ರೆ, മരിക്കാതെ ನಾವು ಸಾಯದೆ നിത്യതയിലേക്ക് അവകാശികളായി മാറുമെന്ന് ನಿತ್ಯತ್ವಕ್ಕೆ ಬಾಧ್ಯಸ್ಥರಾಗಿ ನಾವು ಮಾರ್ಪಡುತ್ತೇವೆ ಎಂಬುದಾಗಿ കർത്താവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ಕರ್ತನು ಕಳೆದ ಆ ಭಾನುವಾರದಲ್ಲಿ ನಮ್ಗೆ ಹೇಳಿದನು. നമ്മുടെ ജീവിതത്തിൽ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ഓരോ ദിവസവും ಒಂದೊಂದು ದಿವಸವು ദൈവം നടത്തുന്ന ದೇವರು ನಡೆಸುವಂತ വഴികൾ ഓർത്ത് ಮಾರ್ಗಗಳನ್ನು ನೆನೆಸಿ ദൈവമക്കൾ ದೇವರ ಮಕ್ಕಳು ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥಿಸಲು ತಯಾರಾಗಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കർത്താവിന് ಕರ್ತನಿಗೆ നമ്മെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ನಾವು ನಮ್ಮನ್ನೆಲ್ಲರನ್ನು ಒಂದೇ ರೀತಿ ಪ್ರೀತಿ ദൈവ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. മക്കളാണ് നമ്മൾ. ದೇವರ ಮಕ್ಕಳಾದ ನಾವು ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം. ದೇವರನ್ನು ಅದೇ ರೀತಿಯಾಗಿ ಪ್ರೀತಿಸಬೇಕು. ഇവിടെ സാറാഫുകൾ ಇಲ್ಲಿ ಸೆರಾಫಿಯರು രണ്ടുകൊണ്ട് മുഖം മൂടി, 2 ರೆಕ್ಕೆಗಳಿಂದ ಮುಖವನ್ನು ಮುಚ್ಚಿದರು. എന്താ കാരണം? ಏನು ಕಾರಣ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ಪ್ರಾರ್ಥಿಸಲು ಇರುವಾಗ 2 കണ്ണും അടയ്ക്കണം. 2 ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಬೇಕು. ചില പ്രാർത്ഥിക്കുമ്പോൾ ಕೆಲವರು ಪ್ರಾರ್ಥಿಸುವಾಗ കണ്ണ് തുറന്ന് എല്ലാരെയും നോക്കും. ಕಣ್ಣು ತೆರೆದು ಎಲ್ಲರನ್ನು ನೋಡುತ್ತಾರೆ. എന്താ ഇവിടൊക്കെ നടക്കുന്നത്? ಏನು ಇಲ್ಲೆಲ್ಲ ನಡೀತದೆ? അടുത്തിരിക്കുന്നത് എന്താ ചെയ്യുന്നത്? ಹತ್ತಿರ ಕುತ್ತುಕೊಂಡವರು ಏನು ಮಾಡ್ತಾರೆ? പാസ്റ്റർമാർ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ಪಾಸ್ಟ್ನವರು ಏನು ಮಾಡ್ತಾ ಇದ್ದಾರೆ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ಇಲ್ಲಿ ಏನೆಲ್ಲ ನಡೀತದೆ എല്ലാം നോക്കി കാണാൻ വേണ്ടി ಎಲ್ಲ ನೋಡುವುದಕ್ಕಾಗಿ പ്രാർത്ഥിക്കുമ്പോൾ ಪ್ರಾರ್ಥಿಸುವಾಗ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്. ಕಣ್ಣನ್ನು ತೆರೆದು ಕುಳಿತುಕೊಳ್ಳುತ್ತಾರೆ. കണ്ണൊരിക്കലും തുറന്നിരിക്കാൻ പാടില്ല. ಕಣ್ಣು ಎಂದಿಗೂ ತೆರೆದಿರಲು ಸಾಧ್ಯವಿಲ್ಲ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ಪ್ರಾರ್ಥನೆಗೆ ಇರುವಾಗ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കണം. ಪ್ರಾರ್ಥನೆಗೆ ಕುತ್ಕೊಳ್ಳುವಾಗ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಬೇಕು. വചനം പ്രസംഗിക്കുമ്പോൾ, ವಾಕ್ಯಗಳನ್ನು ಪ್ರಸಂಗಿಸುವಾಗ കണ്ണ് തുറന്നിരിക്കണം. ಕಣ್ಣನ್ನು ತೆರೆಯಬೇಕು. അത് ശ്രദ്ധയോടിരിക്കാൻ വേണ്ടിയാ. ಅದು ಶ್ರದ್ಧೆಯಿಂದ ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕಾಗಿ, ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ಇಲ್ಲಿ ಏಕಾಗ್ರತೆಯಿಂದ ದೇವರನ್ನು ಸ್ತುತಿಸುವುದಕ್ಕಾಗಿ. കണ്ണടച്ചിരിക്കുമ്പോൾ ಕಣ್ಣು ಮುಚ್ಚಿರುವಾಗ ഏകാഗ്രത കിട്ടും. ಏಕಾಗ್ರತೆ ಸಿಗುತ್ತದೆ. ചിലത് കണ്ണടച്ചിരിക്കുന്നു കഴിയുമ്പോൾ ಕೆಲವರು ಕಣ್ಣು ಮುಚ್ಚಿದ ತಕ್ಷಣವೇ ഉറക്കം ഉറങ്ങി കൂർക്കം വലിക്കുന്ന കേൾക്കാം. ನಿದ್ದೆ ಮಾಡಿ ಗೊರಕೆ ಹೊಡೆಯುತ್ತಾರೆ. ആമേൻ. ಆಮೇನ್. അതുകൊണ്ട് എല്ലാരും കണ്ണടച്ചാൽ ശരിയാകത്തില്ല. ಎಲ್ಲ ആത്മീയരായ ദൈവമക്കൾ, ಎಲ್ಲರೂ ಅಲ್ಲ, ಆತ್ಮೀಕರವಾದ ದೇವರ ಮಕ್ಕಳು, അവർ കണ്ണടച്ച് ഏകാഗ്രത പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കണം. ಅವರು ಕಣ್ಣು ಮುಚ್ಚಿ ಏಕಾಗ್ರತೆಯೊಂದಿಗೆ സാറാബുകൾ 2 കൊണ്ട് മുഖം മൂടി. ಸೆರಾಫಿಯರು 2 ರೆಕ್ಕೆಗಳಿಂದ ಮುಖವನ್ನು ಮುಚ್ಚಿದರು. സറാബുകളുടെ അർത്ഥം ശുദ്ധീകരിക്കുക, ಸೆರಾಫಿಯರು ಎಂಬುದಾಗಿ ಅರ್ಥ ಶುದ್ಧೀಕರಿಸಲ್ಪಟ್ಟವರು, ജ്വലിച്ചു നിൽക്കുക, ಸಿದ್ಧವಾಗಿ ನಿಲ್ಲುವಂತವರು. ഇതൊക്കെ അതിന്റെ അർത്ഥം. ಇದೆಲ್ಲ ಅರ್ಥ. പ്രൈസ് ദി ലോർഡ്. അവരെപ്പോഴും ഉത്സാഹത്തോടെ ആരാധിക്കും. ಅವರು ಯಾವಾಗಲೂ ಉತ್ಸಾಹದೊಂದಿಗೆ ಆರಾಧಿಸುತ್ತಾರೆ. നമ്മളാണെങ്കിൽ ആരാധിക്കുമ്പോൾ വായൊക്കെ കോട്ടുവായൊക്കെ ഇട്ട് സ്വത്രം ഒരു ലേസിയായി നിന്ന് ആരാധിക്കുന്നത്. ನಾವು ಒಂದು ಆರಾಧನೆಗೆ ನಿಲ್ಲುವಾಗ ಆಲಸ್ಯವಾಗಿ ಬಾಯಿ ಆಕಳಿಸ್ತಾ ಒಂದು ನಿಲ್ಲುತ್ತೇವೆ. അതുവരെ അങ്ങനെ ഉണ്ടാകത്തില്ല. ಅದುವರೆಗೆ ಉಂಟಾಗುವುದಿಲ್ಲ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മുതൽ വാ തുറക്കുക. ಪ್ರಾರ್ಥನೆಗೆ ಕುಳಿತುಕೊಳ್ಳುವಾಗಲೇ ಬಾಯಿ ತೆರೆಯುವುದು. സാധാരണ വചനം പറയുന്നത്, ಸಾಧಾರಣ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ പറയുന്നത് ನಿನ್ನ ಬಾಯನ್ನು ಅಗಲವಾಗಿ ತೆರೆಯ ಎಂಬುದಾಗಿ ഇത് ಹೇಳುವುದು. പ്രാർത്ഥിക്കാൻ കോട്ടുവാ ഇടാനല്ല. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ പറയുന്നത് ನಿನ್ನ ಬಾಯನ್ನು ಅಗಲವಾಗಿ ತೆರೆಯ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. വാ തുറന്ന് ഹല്ലേലൂയ പറയാൻ വേണ്ടിയാ. ನೀನು ಬಾಯಿ ತೆರೆದು ಹಲ್ಲೆಲೂಯಾ ಹೇಳುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
ശബ്ദം കേട്ടില്ലല്ലോ. ಶಬ್ದ ಕೇಳಲಿಲ್ವಲ್ಲ? ಹಾಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പൊ ദൈവത്തെ നീ വാ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിയാൽ, ಹಾಗಾದ್ರೆ ದೇವರನ್ನು ನೀನು ಬಾಯಿ ತೆರೆದು ಸ್ತುತಿಸಲು ಪ್ರಾರಂಭಿಸುವಾಗ, നീ എത്രത്തോളം വാ തുറന്ന് സ്തുതിക്കുന്നോ, ನೀನು ಎಷ್ಟರವರೆಗೆ ಬಾಯಿ ತೆರೆದು ಸ್ತೋತ್ರ ಮಾಡುತ್ತೀಯೋ, അത്രത്തോളം നിനക്ക് സന്തോഷമുണ്ടാകാൻ പോകും. ಅಷ್ಟರವರೆಗೆ ನಿನಗೆ ಸಂತೋಷ ಉಂಟಾಗುತ್ತದೆ. ചിലക്ക് വാ തുറക്കാനൊന്നും ഇല്ല. ಕೆಲವರು ಬಾಯಿಯೇ ತೆರೆಯುವುದಿಲ್ಲ. അവര് 2 പ്രാവശ്യം വാ തുറക്കാറുള്ളൂ. ಅವರು 2 ಸಲ ಮಾತ್ರ ಬಾಯಿ ತೆರೆಯುತ್ತಾರೆ. 2 കാര്യത്തിന് വേണ്ടി മാത്രം. 2 ಕಾರ್ಯಕ್ಕಾಗಿ ಬಾಯಿ ഒന്ന് ತೆರೆಯುತ್ತಾರೆ. വാക്കോട്ട വിടാൻ വേണ്ടിയും, ಒಂದು ಬಾಯಲ್ಲಿ ಮಾತನಾಡುವುದಕ್ಕಾಗಿ, 2 ಎರಡನೇದು ആഹാരം കഴിക്കാൻ വേണ്ടി. ಆಹಾರ ತಿನ್ನುವುದಕ್ಕಾಗಿ. അത് കറണ്ട് കട്ട് ഉണ്ടെങ്കിലും ಅದು ಕರೆಂಟ್, ആ റൂട്ട് കറക്റ്റാ. ಆ ಕರೆಂಟ್ ಕಟ್ ಆದ್ರೆ ಸಹ ಆ ರೂಟ್ ಕರೆಕ್ಟ್ ಆಗಿ ಹೋಗುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പൊ നിന്റെ വാ തുറക്കുന്നത് ಹಾಗಾದ್ರೆ ನಮ್ಮ ಬಾಯಿಗಳನ್ನು ತೆರೆಯುವಂತದ್ದು ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാകരുത്. ಆಹಾರ ತಿನ್ನುವುದಕ್ಕಾಗಿ ಮಾತ್ರ ಆಗಬಾರದು. പ്രാർത്ഥിക്കുവാൻ നീ വാ തുറക്കണം. ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಾಗಿ ನಾವು ಬಾಯಿ ತೆರೆಯಬೇಕು. ആരാധിക്കാൻ വാ തുറക്കണം. ಆರಾಧಿಸುವುದಕ್ಕಾಗಿ ಬಾಯಿ ತೆರೆಯಬೇಕು. ഇവിടെ സറാബുകൾ ಇಲ್ಲಿ ಸೆರಾಫಿಯರು 2 കൊണ്ട് മുഖം മൂടി, 2 ರೆಕ್ಕೆಗಳಿಂದ ಮುಖಗಳನ್ನು ಮುಚ್ಚಿದರು. കണ്ണടച്ചിരുന്നു. ಅವರ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಟ್ಟಿತ್ತು. 2 കൊണ്ട് പാദം മൂടി, 2 ರೆಕ್ಕೆಗಳಿಂದ ಪಾದಗಳನ್ನು ಮುಚ್ಚಿದರು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആരാധിക്കുന്ന ദൈവമക്കളെ ಆರಾಧಿಸುವಂತ ದೇವರ ಮಕ್ಕಳು നടക്കുന്ന കാല് ദൈവം കാണാൻ പാടില്ല. ನಾವು ಮೊಣಕಾಲೂರಿದಂತ ಕಾಲುಗಳನ್ನು ದೇವರು ನೋಡಬಾರದು. കാല് മുഴങ്കാലിൽ ഇരിക്കണമെന്നാണ് പ്രമാണം. ಅದು ಏನು ಎಂಬುದಾಗಿ ಸೂಚಿಸುವುದಾದ್ರೆ ನಾವು ಮೊಣಕಾಲಲ್ಲಿ ಇರಬೇಕೆಂಬುದಾಗಿ ಸೂಚಿಸುತ್ತದೆ. മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ ಮೊಣಕಾಲಲ್ಲಿ ನಾವು ಕುಳಿತುಕೊಳ್ಳುವಾಗ നമ്മുടെ കാല് മുമ്പിലല്ല, കാല് ബാക്കിലാണ്. ನಮ್ಮ ಕಾಲು ಮುಂದೆ ಅಲ್ಲ, ಬ್ಯಾಕಲ್ಲಿ ಹಿಂದೆ ಇರಬೇಕು. ആരാധിക്കുമ്പോൾ ಆರಾಧಿಸುವಾಗ കാല് പുറത്ത് കാണാൻ പാടില്ല. ಆ ಕಾಲು ಹೊರಗೆ ಕಾಣಲು ಸಾಧ್ಯವಿಲ್ಲ. അതുകൊണ്ടാ മോശയോട് ദൈവം പറഞ്ഞത്, ಅದರಿಂದಾಗಿ ಮೋಶೆ ಹತ್ರ ದೇವರು ಹೇಳಿದರು, മോശെ അരുത്, ಮೋಶೆ ಅಲ್ಲೇ ನಿಲ್ಲು, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ನೀನು ನಿಲ್ಲುವಂತ ಸ್ಥಳ ಪರಿಶುದ್ಧವಾಗಿದೆ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക, ನಿನ್ನ ಕಾಲಿನಲ್ಲಿದ್ದಂತಹ ಚಪ್ಪಲನ್ನು ತೆಗೆದುಹಾಕು, ಕೆರವನ್ನು ತೆಗೆದುಹಾಕು. ಹಲ್ಲೆಲೂಯಾ. നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ನೀನು ನಿಲ್ಲುವಂತ ಸ್ಥಳ ಪರಿಶುದ್ಧವಾಗಿದೆ, നിന്റെ കാല് നിൽക്കുന്ന ഭാഗം വിശുദ്ധമാണ്, ನೀನು ಕಾಲಿಟ್ಟಂತ ಸ್ಥಳವು ವಿಶುದ್ಧವಾಗಿದೆ. പക്ഷെങ്കിൽ ചെരുപ്പഴിച്ചു കളക. ಆದ್ರೆ ನಿನ್ನ ಕೆರವನ್ನು ಬಿಚ್ಚಿ ಹಾಕು. നമ്മുടെ നടപ്പ് സൂക്ഷിക്കണം. ನಮ್ಮ ನಡತೆಯನ್ನು ನಾವು ಸರಿಯಾಗಿ ಗಮನಿಸಬೇಕು. ദൈവഹിതമില്ലാതെ നടക്കരുത്. ದೇವರ ಹಿತವಿಲ್ಲದೆ ಚಿತ್ತವಿಲ್ಲದೆ ನಾವು ನಡೆಯಬಾರದು. 17 സംഗീതത്തിന് 2-3 വാക്യത്തിലുണ്ട്, 17ನೇ ಕೀರ್ತನೆ 2-3 ವಾಕ್ಯದಲ್ಲಿ നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, ನನ್ನ ನಡತೆ ನಿನಗೆ ಮೆಚ್ಚುಗೆಯಾಗಿದ್ದ ರೀತಿಯಲ್ಲಿ ಇದೆ, അതുകൊണ്ട് എന്റെ കാല് വഴുതുവാൻ നീ സമ്മതിച്ചില്ല. ಅದರಿಂದಾಗಿ ನನ್ನ ಕಾಲು ಜಾರಲಿಲ್ಲ. നമ്മുടെ നടപ്പ് ക്രമീകരിക്കണം. ಹಾಗಾದ್ರೆ ನಮ್ಮ ನಡತೆಯನ್ನು ನಾವು നമ്മുടെ ಸರಿಪಡಿಸಿಕೊಳ್ಳಬೇಕು, വഴി സൂക്ഷിക്കണം. ನಮ್ಮ ಮಾರ್ಗವನ್ನು ನಾವು ಪರೀಕ್ಷಿಸಬೇಕು. നമ്മുടെ നടപ്പ് വിശുദ്ധമായി മാറണം. ನಮ್ಮ ನಡತೆ ಪರಿಶುದ್ಧವಾಗಿ ಮಾರ್ಪಡಬೇಕು. ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. ನಮಗೆ ಒಂದು ಪರಿಶುದ್ಧವಾದ ಜೀವಿತ ಇರಬೇಕು. ദൈവ മക്കളെന്ന് അഭിമാനിക്കപ്പെടുന്നവർ വിശുദ്ധരായി മാറണം. ದೇವರ ಮಕ್ಕಳೆಂಬುದಾಗಿ ಬಹುಮಾನಿಸಲ್ಪಡುವವರು ಪರಿಶುದ್ಧರಾಗಿ ಮಾರ್ಪಡಬೇಕು. ಅವರ ಲൈഫ് തന്നെ ദൈവത്തിനുള്ളതാണ്. ಅವರ ಜೀವಿತ ಕಾಲವೆಲ್ಲವೂ ದೇವರಿಗಾಗಿ ಇರುವಂತದ್ದು. ദൈവം നോക്കുന്നത് ഇവൻ വിശുദ്ധനാണോ എന്നാ. ಹಾಗಾದ್ರೆ ದೇವರು ನಮ್ಮ ನೋಡುವಂತದ್ದು ನಾವು ಪರಿಶುದ್ಧರಾಗಿದ್ದೇವಾ ಎಂಬುದಾಗಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പോൾ നമ്മുടെ വായിലെ വാക്ക് സൂക്ഷിക്കണം, ನಮ್ಮ ಬಾಯಿಯ ಮಾತುಗಳನ್ನು ನಾವು ಗಮನಿಸಬೇಕು, കണ്ണ് സൂക്ഷിക്കണം, ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ನಾವು സൂക്ഷിക്കണം, ನಮ್ಮ ಕಿವಿಯನ್ನು ಗಮನಿಸಬೇಕು. എന്തിനാ ചെവി സൂക്ഷിക്കുന്നത്? ಯಾವುದಕ್ಕಾಗಿ ಕಿವಿ ಗಮನಿಸಬೇಕು? ആവശ്യമില്ലാത്ത ആരോ കാര്യം പറയുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കാൻ പാടില്ല. ಬೇಡವಾದ ಕಾರ್ಯಗಳನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ ಶ್ರದ್ಧೆಯಿಂದ ನಾವು ಕೇಳಬಾರದು. നിനക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. ನಮಗೊಂದು ಪರಿಶುದ್ಧವಾದ ಜೀವಿತ ಇರಬೇಕು. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ದುಷ್ಟನ ಆಲೋಚನೆ ಪ್ರಕಾರ ನಾವು ನಡೆಯಬಾರದು. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ಪಾಪಾತ್ಮರ ಮಾರ್ಗದಲ್ಲಿ ನಿಂತುಕೊಳ್ಳಬಾರದು. പരിഹാസയുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കരുത്. ಪರಿಹಾಸ್ಯರ ಮಧ್ಯದಲ್ಲಿ ನಾವು ಕುಳಿತುಕೊಳ್ಳಬಾರದು. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ನಮಗೆ ಒಂದು ನಿರೀಕ್ಷೆ ಇದೆ. വിശ്വാസത്തിന് നായകനും ನಂಬಿಕೆಯ ನಾಯಕನು പൂർത്തി വരുത്തുന്നതിനുമായ ಅದನ್ನು ಪೂರ್ತಿಗರಿಸುವವನಾದಂತ യേശുവിനെ നോക്കി യാത്ര ചെയ്യണം. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನೋಡಿ ನಾವು ಯಾತ್ರೆ ಮಾಡಬೇಕು. നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് ನಮ್ಮ ಪರಿಶುದ್ಧ ಜೀವಿತವನ್ನು ನೋಡಿ അനേകരും ഒരു മാതൃകയാക്കുവാൻ ಅನೇಕರನ್ನು ಒಂದು ಮಾದರಿಯಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕಾಗಿ നമ്മൾ ഒരു ജീവിതം നയിക്കണം. ನಾವು ಒಂದು ಜೀವಿತವನ್ನು ಮಾಡಬೇಕು. നമ്മളെ കണ്ട് ನಮ್ಮನ್ನು ನೋಡಿ അനേകർ യേശുവിനെ അറിയണം. ಅನೇಕರು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ತಿಳಿದುಕೊಳ್ಳಬೇಕು. നീ ചിന്തിക്കുക, ನೀನು ಯೋಚಿಸು, നിന്റെ ജീവിതം കണ്ടിട്ട് ನಿನ್ನ ನನ್ನ ಜೀವಿತ ನೋಡಿ ആരെങ്കിലും വിശ്വാസി വന്നിട്ടുണ്ടോ? ಯಾರಾದ್ರೂ ಒಂದು ನಂಬಿಕೆಗೆ ಬಂದಿದ್ದಾರಾ? ഇല്ല എങ്കിൽ ಇಲ್ಲ നിന്റെ ಆಗಿರುವುದಾದ್ರೆ ജീവിതം
കുറവുള്ളതാണ്. ನಿನ್ನ ಜೀವಿತ ಕೊರತೆಯುಳ್ಳದಾಗಿರುತ್ತದೆ, പാപമംഗുലമാണ്. ಪಾಪವಾದ ಜೀವಿತವಾಗಿರುತ್ತದೆ. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ಅದೆಲ್ಲ ನೀನು ತೆಗೆದುಹಾಕಿ യേശുവിനെ സ്വന്തം രക്ഷകനായി ಯೇಸು അംഗീകരിക്കുക. ಕ್ರಿಸ್ತನನ್ನು ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ನೀನು യേശു ಅಂಗೀಕರಿಸಬೇಕು. കൂടെ ഒരു വിടുതലുണ്ടാകും. ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಮೂಲಕ ಮಾತ್ರ ಒಂದು ಬಿಡುಗಡೆ ಉಂಟು. ജീവൻ അവന്റെ പക്കലുണ്ട്. ನಿತ್ಯ ಜೀವಿತ ಅವನ ಅಸ್ತ್ರವಿದೆ. നിത്യ ജീവന്റെ മൊഴി യേശുവിന്റെ പക്കലുണ്ട്. ನಿತ್ಯ ಜೀವದ ಕೋಣೆ ಅದು ಯೇಸುವಿನ ಹತ್ತಿರ ಇದೆ. അവന്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ಅವನ ಮುಂದೆಯಾಗಿದೆ ನಾನು ನೀನು ಬಂದದ್ದು. ഉസ്യാവ് മരിച്ച ആണ്ടിൽ ಉಜ್ಜಿಯನು ಸತ್ತಂತ ಕಾಲದಲ್ಲಿ അതുവരെ ദർശനം കണ്ടിട്ടില്ല. ಅದುವರೆಗೂ ದರ್ಶನ ನೋಡಲಿಲ್ಲ. അതുവരെ അവന്റെ ജീവിതത്തിൽ ദർശനമേ ഉണ്ടായിട്ടില്ല. ಅದುವರೆಗೂ ಅವನ ಜೀವಿತದಲ್ಲಿ ದರ್ಶನವೇ ಇರಲಿಲ್ಲ. ആരുടെ ജീവിതത്തിലാണ്? ಯಾರ ಜೀವಿತದಲ್ಲಿ ಆಗಿದೆ? യെശയ്യാവ് എന്ന് പറഞ്ഞ വലിയ പ്രവാചകൻ, ಯೆಶಾಯನ ಎಂಬ ದೊಡ್ಡ ಪ್ರವಾದಿಯ ಜೀವಿತದಲ್ಲಿ, അവന്റെ ജീവിതത്തിൽ ಅವನ ಜೀವಿತದಲ್ಲಿ അവൻ ദർശനം കണ്ടത് ಅವನು ದರ್ಶನವನ್ನು ನೋಡಿದ್ದು ഉസ്യാവ് എന്ന് പറഞ്ഞ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. ಉಜ್ಜಿಯನಾದ ರಾಜನು ಸತ್ತ ಮೇಲೆ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ಹಾಗಾದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ദൈവവുമായിട്ട് അടുപ്പിക്കാനുള്ള എന്താണ് തടസ്സം, ബന്ധം, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರ ಹತ್ತಿರ ಹೋಗುವುದಕ್ಕೆ ಯಾವುದು ತಡೆ ಇದೆ, ಯಾವುದು ಬಂಧನ ಇದೆ ಆಗಿ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು. യെശയ്യാ പ്രവചനം 59 അധ്യായം 1-2 വാക്യം വായിക്കാം. ಯೆಶಾಯನ ಪ್ರವಾದಿ ಗ್ರಂಥ 51ನೇ ಅಧ್ಯಾಯ 1-2 ವಾಕ್ಯ. 5:9 59. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ಯೆಹೋವನ ಹಸ್ತವು ರಕ್ಷಿಸಲಾರದಂತೆ ಮುಟ್ಟುಗೈಯಲ್ಲ. ಯೆಹೋವನ കൈ കുറുകിപ്പോയില്ല. ಯೆಹೋವನ ಹಸ್ತವು ಮೋಟುಗೈಯಲ್ಲ. കേൾപ്പാൻ കഴിയാതെ വണ്ണം ಆತನ ಕಿವಿಯು ಕೇಳಲಾರದ ಹಾಗೆ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ಆತನ ಕಿವಿಯು ಕಿವುಡಲ್ಲ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, ಆದರೆ ನಿಮ್ಮ ಅಪರಾಧಗಳೇ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ನಿಮ್ಮ ದೇವರಿಂದ ನಿಮ್ಮನ್ನು ಅಗಲಿಸುತ್ತಾ ಬಂದಿದೆ. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം നിങ്ങൾക്ക് മറവാക്കിയത്. ನಿಮ್ಮ ಪಾಪಗಳೇ ಆತನು ಕೇಳಲಾರದಂತೆ ಆತನ ಮುಖಕ್ಕೆ ಅಡ್ಡವಾಗಿದೆ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ಹಾಗಾದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ പാപ സംബന്ധമായി ಪಾಪ ಸಂಬಂಧವಾದ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ಜೀವಿತವನ್ನು ನಾವು ಮಾಡುವುದರ പല ನಿಮಿತ್ತವಾಗಿ പ്രശ്നങ്ങൾക്കും മറുപടി ഇല്ലാതെ ಅನೇಕ ಸಮಸ್ಯೆಗಳಿಗೆ ನಮಗೆ ಉತ್ತರ ಇಲ್ಲ. നമ്മൾ തന്നെ ചിന്തിക്കാം, ನಾವು ಯೋಚಿಸುವ എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ಎಷ್ಟು ಉಪವಾಸ ಮಾಡಿ ನಾವು എത്രയോ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ, സമയം പ്രാർത്ഥിച്ചു, ಎಷ್ಟೋ ಸಮಯ ಗಂಟೆಗಟ್ಟಲೆ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ಆದ್ರೆ ಏನಾದ್ರೂ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾ? 90 സങ്കീർത്തനം 90ನೇ ಕೀರ್ತನೆ 8 വാക്യം ഒന്ന് വായിക്കാം. 8ನೇ ವಾಕ್ಯ ಒಂದು ಸಾರಿ ಓದೋಣ. നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ನಾವು ಭಯಂಕರವಾಗಿ ಆರಾಧಿಸ್ತಾ ಇದ್ದೇವೆ. കർത്താവ് നോക്കുമ്പോൾ ಕರ್ತನ ನೋಡುವಾಗ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന കാര്യം, ನಮ್ಮ ಮುಂದೆ ಇರುವಂತ ಕಾರ್ಯ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ನೀನು ನಮ್ಮ ಗುಪ್ತ ಪಾಪಗಳನ್ನು ನಿನ್ನ ತೇಜ ഞങ്ങളുടെ ದೃಷ್ಟಿಯಲ್ಲಿ, രഹസ്യ പാപങ്ങളെ ನಮ್ಮ ಗುಪ್ತ ಪಾಪಗಳನ್ನು ತೇಜ നിന്റെ ದೃಷ್ಟಿಯಲ್ಲಿ, മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ನಿನ್ನ ತೇಜೋ ದೃಷ್ಟಿಯಲ್ಲಿ ಇಟ್ಟುಕೊಂಡಿದ್ದಿ. അപ്പൊ അകൃത്യങ്ങൾ, ಹಾಗಾದ್ರೆ ನಮ್ಮ ದ್ರೋಹಗಳನ್ನು, രഹസ്യ പാപങ്ങൾ ನಮ್ಮ ಗುಪ್ತ ಪಾಪಗಳನ್ನು ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗಿರುವುದಾದರೆ ദൈവം പ്രവർത്തിക്കത്തില്ല, ದೇವರಲ್ಲಿ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಿಲ್ಲ, ദൈവം ഇടപെടത്തില്ല. ದೇವರು ಮಾತನಾಡುವುದಿಲ್ಲ. പാപം ഏറ്റുപറഞ്ഞ് ಪಾಪಗಳನ್ನು ಒಪ್ಪಿಕೊಂಡು അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ. ಅದನ್ನು ಬಿಟ್ಟು ಬಿಡುವವನಿಗೆ ದೇವರ ಉತ್ತರ ಬರುತ್ತದೆ. പാപം വെച്ചോണ്ട് ആരാധിക്കാൻ കഴിയത്തില്ല. ಪಾಪವನ್ನು ಇಟ್ಟುಕೊಂಡು ನಾವು ಆರಾಧಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. പാപം മുൻപിൽ നിനക്ക് ആരാധിക്കാൻ വാ തുറക്കാൻ കഴിയത്തില്ല. ಪಾಪವು ಮುಂದೆ ಇಟ್ಟುಕೊಂಡು ನಾವು ಬಾಯಿ ತೆರೆಯಲು ಆರಾಧಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ജീവിതത്തിലെ പാപ സംബന്ധമായി നീ മരിച്ചതാണെങ്കിൽ, ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಪಾಪದ ಸಂಬಂಧವಾಗಿ ನೀ ಸತ್ತು ಹೋಗಿರುವುದಾದರೆ ദൈവമായി ബന്ധം ഉണ്ടാകത്തില്ല. ದೇವರ ಸಂಬಂಧ ನಿನ್ನಲ್ಲಿ ಉಂಟಾಗುವುದಿಲ್ಲ. ഉറക്കെ ഹല്ലേലൂയ പറയുന്നെങ്കിലും ಒಂದು ವೇಳೆ ನೀನು ಹಲ್ಲೆಲೂಯ ಎಂಬುದಾಗಿ ಜೋರಾಗಿ ಹೇಳುವುದಾದರೆ, ഹൃദയത്തിലിരിക്കുന്ന പാപമാണെങ്കിൽ, ನಿನ್ನ ಒಳಗೆ ಇರುವಂತ ಪಾಪವಾಗಿರುವುದಾದರೆ ആ ഹല്ലേലൂയ സ്തുതി ദൈവം കേൾക്കത്തില്ല. ಆ ಹಲ್ಲೆಲೂಯ ಸ್ತುತಿ ದೇವರು ಕೇಳಲ್ಪಡುವುದಿಲ್ಲ. പാപം 3 വിധമുണ്ട്. ಪಾಪವು 3 ರೀತಿಯಾಗಿರುತ್ತದೆ. ഒന്ന് രഹസ്യ പാപം, ಒಂದು ರಹಸ್ಯವಾದ ಪಾಪ, അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്, രഹസ്യ പാപം. ಅದಾಗಿದೆ ನಾವೀಗ ಓದಿದ್ದು. 2 പരസ്യ പാപം, 2 ಪರಸ್ಯವಾದ ಪಾಪ, 3 മറഞ്ഞിരിക്കുന്ന പാപം. 3 ಗುಪ್ತವಾಗಿರುವಂತ ಪಾಪ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇത് നമ്മൾ മനസ്സിലാക്കണം. ಇದನ್ನು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. മോശ നോക്കുമ്പോൾ, ಮೋಶೆ ನೋಡುವಾಗ, മോശയാണ് തന്റെ സഹോദരനായ അഹറോൻ മരിച്ചപ്പോൾ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. ಮೋಶೆ ಸಹೋದರ ಆರೋನನು ಸತ್ತ ಮೇಲೆ ಇದು ಬರೆಯಲ್ಪಟ್ಟದ ಕೀರ್ತನೆಯಾಗಿದೆ. അഹ്റോന്റെ മരണശേഷം പാടിയ സങ്കീർത്തനമാണ് മോശ ഇത്. ಇದು ಆರೋನನ ಸತ್ತ ನಂತರ ಮರಣದ ನಂತರ ಹಾಡಿದ ಕೀರ್ತನೆಯಾಗಿದೆ. ಇದು ആ സങ്കീർത്തനത്തിൽ കാണുകയാണ്, ಆ ಕೀರ್ತನೆಯಲ್ಲಿ ಕಾಣುವಂತದ್ದಾಗಿದೆ. നീ എന്റെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും. ನೀನು ನನ್ನ ದ್ರೋಹಗಳನ್ನು ನಿನ್ನ ಮುಂದೆಯೂ.
കന്നഡയിൽ ദ്രോഹങ്ങളാണല്ലേ? കറക്റ്റ്. അപ്പൊ നിങ്ങൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, ಹಾಗಾದ್ರೆ ನೀವು ದ್ರೋಹಗಳನ್ನು ಮಾಡಿರುವುದಾದ್ರೆ ആരോടാണ്? ಯಾರೊಂದಿಗೆ ಆಗಿದೆ? ദൈവത്തോടും ದೇವರೊಂದಿಗೂ, ദൈവവചനത്തോടും, ದೇವರ ವಾಕ್ಯದೊಂದಿಗೂ, ദൈവത്തിന്റെ ആത്മാവിനോടും ದೇವರ ಆತ್ಮನೊಂದಿಗೂ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, ದ್ರೋಹಗಳನ್ನು ಮಾಡಿರುವುದಾದ್ರೆ മടങ്ങി വരുവാൻ ನೀವು ദൈവാത്മാവ് ಹಿಂತಿರುಗಿ ಬರಬೇಕೆಂಬುದಾಗಿ ದೇವರ ഇന്ന് ಆತ್ಮನು പകൽക്കാലം ആഗ്രഹിക്കുന്നു. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ಇಷ್ಟಪಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. നീ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ನೀನು ಹಿಂತಿರುಗಿ ಬರಲೇಬೇಕು. മത്തായി സുവിശേഷം ಮತ್ತಾಯನ ಸುವಾರ್ತೆ 12-ാം അധ്യായം 12ನೇ ಅಧ್ಯಾಯ 36-ാം വാക്യം വായിക്കാം. 36ನೇ ವಾಕ್ಯವನ್ನು ಓದಿರಿ. 32 മുതൽ വായിച്ചോണം. 32ರಿಂದ ಓದಿರಿ. കേട്ടോണേ, ശ്രദ്ധിച്ചേ. ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. മനുഷ്യനോട് പറയുന്ന ഒരു വാക്കും അവൻ ക്ഷമിക്കും. ಮನುಷ್ಯರೊಂದಿಗೆ ಹೇಳುವಂತ ಒಂದು ಮಾತನ್ನು ದೇವರು ಕ್ಷಮಿಸುತ್ತಾನೆ. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ, ಆದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ವಿರುದ್ಧವಾಗಿ ಮಾತನಾಡಿದರೆ ഈ ലോകത്തിലും ಈ ಲೋಕದಲ್ಲಿಯೂ വരുവാനുള്ളതിലും ಬರುವ ಲೋಕದಲ್ಲಿಯೂ അവനോട് ക്ഷമിക്കയില്ല. ಅವನಲ್ಲಿ ಕ್ಷಮೆ ಇಲ್ಲ. അടുത്തത്, ಮತ್ತೆ ನಂತರದ್ದು, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ಮನುಷ್ಯನು ಹೇಳುವಂತದ ಯಾವುದೇ ಒಂದು ന്യായവിധി ദിവസത്തിൽ ನ್ಯಾಯ ತೀರ್ಪಿನ ದಿನದಲ್ಲಿ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ಅದಕ್ಕೆ ಲೆಕ್ಕ ಕೊಡಲಿಕ್ಕೆ ಬರುತ್ತದೆ ഞാൻ നിങ്ങളോട് പറയുന്നു. ನಾನು ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುತ್ತೇನೆ. പിതാവ് ക്ഷമിക്കും, ಹಾಗಾದ್ರೆ ತಂದೆ ಕ್ಷಮಿಸ್ತಾನೆ, പുത്രനും ക്ഷമിക്കും, ಮಗನು ಕ್ಷಮಿಸ್ತಾನೆ, പരിശുദ്ധാത്മാവ് ക്ഷമിക്കത്തില്ല. ಪರಿಶುದ್ಧಾತ್ಮನು ಕ್ಷಮೆ ಕೊಡುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പൊ നമ്മൾ അന്യഭാഷയ്ക്ക് വിരോധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಹಾಗಾದ್ರೆ ನಾವು ಅನ್ಯ ಭಾಷೆ ವಿರುದ್ಧವಾಗಿ ಮಾತನಾಡಿರುವುದಾದ್ರೆ, പ്രവചിക്കുന്നവർക്ക് എതിരെ വിരോധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಯಾರೆಲ್ಲ ಅನ್ಯ ಭಾಷೆ ಮಾತಾಡ್ತಾರೆ ಅವರಿಗೆ ವಿರುದ್ಧವಾಗಿ, ആരാധിക്കുന്നവരെ ആരാധന കണ്ടിട്ട് വിരോധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಆರಾಧಿಸುವವರನ್ನು ಆರಾಧನೆಗೆ ವಿರುದ್ಧವಾಗಿ ನಾವು ಮಾತನಾಡಿರುವುದಾದ್ರೆ, നിനക്ക് ശരിയല്ല, ನಿನಗೆ ಸರಿಯಲ್ಲ, ಅದು നീ അപരാധം ചെയ്തിരിക്കുകയാണ്, ನೀನು ಅಪರಾಧ ಮಾಡಿರುತ್ತೀ ಎಂಬುದಾಗಿ, അത് നീ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ಅದು ನಿನಗೆ ನೀನು ಮಾಡಿದಿ ಎಂಬುದಾಗಿ ಗೊತ್ತಾದ್ರೆ നിനക്ക് ശിക്ഷ കിട്ടാതെ വരികയില്ല. ನಿನಗೆ ಶಿಕ್ಷೆ ಬರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പൊ നീ എന്റെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും, ಹಾಗಾದ್ರೆ ನನ್ನ ದ್ರೋಹಗಳನ್ನು ನಿನ್ನ ಮುಂದೆಯೂ, എന്റെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ನನ್ನ ಗುಪ್ತ ಪಾಪಗಳನ್ನು ನಿನ್ನ ಮುಖದ ಮುಂದೆ ನಾನು ಇಟ್ಟಿದ್ದೇನೆ. അപ്പോൾ രഹസ്യപാപങ്ങൾ ಹಾಗಾದ್ರೆ ರಹಸ್ಯ നിന്റെ ಪಾಪಗಳು ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നത് ನನ್ನ ಜೀವಿತದಲ್ಲಿ ಹೊರಪಟ್ಟು ಬಂದರೆ അത് വേറെ ആർക്കും അറിയത്തില്ല. ಅದು ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. നീ ചെയ്ത പാപങ്ങൾ ನೀನು ಮಾಡಿದಂತ ಪಾಪಗಳು വേറെ ആർക്കും അറിയത്തില്ല. ಬೇರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. ചെയ്തവനും അറിയാം, നിനക്കും അറിയാം. ಅದು ಮಾಡಿದವನಿಗೂ ನಿನಗೂ ಮಾತ್ರ ಗೊತ್ತು. എന്നാൽ ഇത് കണ്ട ഒരുവനുണ്ട്. ಆದ್ರೆ ಇದನ್ನು ನೋಡಿದಂತ ಒಬ್ಬನಿದ್ದಾನೆ. നീ ചെയ്യാൻ പോയപ്പോഴേ കണ്ട ഒരുവനുണ്ട്. ನೀನು ಮಾಡ್ಲಿಕ್ಕೆ ಹೋದಾಗಲೇ ನೋಡಿದವನು ಒಬ್ಬನಿದ್ದಾನೆ. അവനെ ഒളിച്ചു നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ಅವನಿಗೆ ಮರೆ ಮಾಡಿ ನಿನಗೆ ಏನು ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. എന്ത് ചെയ്താലും ನೀನು ಏನು ಮಾಡಿದರೂ ഒറിജിനൽ അവൻ കണ്ടോണ്ടിരിക്കുന്ന മേളിരിക്കുന്നവൻ കാണുന്നുണ്ട്. ನೀನು ಏನು ಮಾಡಿದರೂ ಮೇಲೆ ಇರುವವನು ನೋಡುತ್ತಾ ಇರುತ್ತಾನೆ. സന്തോഷം ഇവിടെ നിൽക്കുന്ന മാത്രമേ എടുക്കത്തുള്ളൂ. സന്തോഷം ಸಂತೋಷ್ ಇಲ್ಲಿ ಇರುವಂತದ್ದು ಮಾತ್ರ ತೆಗೆದುಕೊಂಡಿದ್ದಾರೆ. മാത്രമേ എടുക്കത്തുള്ളൂ. ಆ ಸಂತೋಷ್ನವರು ವಿಡಿಯೋ ಮಾಡುದು ಇಲ್ಲಿ ನಡೆಯುವಂತದ್ದು ಮಾತ್ರವೇ. മേളിലിരിക്കുന്നവൻ, ಮೇಲೆ ಇರುವಂತವನು ഇവിടെ സന്തോഷം പോലും എടുക്കുന്നവനാ. ಇಲ್ಲಿ ಸಂತೋಷ್ ನನ್ನನ್ನು ಕೂಡ ತೆಗೆಯುವವನು. ഇവിടെ സകല വിഷയങ്ങളെയും, ಇಲ್ಲಿ ಇರುವಂತ ಸಕಲ ವಸ್ತುಗಳಲ್ಲಿಯೂ മേളിരിക്കുന്ന ಮೇಲೆ ಇರುವಂತ സ്വർഗത്തിലെ ദൈവം, ಸ್ವರ್ಗದ ದೇವರು പകർത്തിയെടുത്തോണ്ടിരിക്കുകയാ. ಆತನು ತೆಗೆಯುತ್ತಾ ಇದ್ದಾನೆ. നമ്മൾ മുൻപിരിക്കുന്ന മാത്രമേ നമ്മുടെ ഈ ക്യാമറയിൽ പകരത്തുള്ളൂ. ನಾವು ನಮ್ಮ ಮುಂದೆ ಇರುವಂತ ಈ ಕ್ಯಾಮರಾ ಮಾತ್ರ ತೆಗಿತದೆ. എന്നാൽ സകല മാനവരാശിയുടെ വിഷയങ്ങളെയും ಆದ್ರೆ ಸಕಲ ಮಾನವ ರಾಶಿಗಳ ವಿಷಯಗಳನ್ನು ഒരുപോലെ പകർത്തിയെടുക്കുന്നവൻ ಒಂದೇ ರೀತಿಯಾಗಿ ಅಲ್ಲಿ ತೆಗೆಯುವವನು, ವಿಡಿಯೋ ತೆಗೆಯುವವನು ജീവിക്കുന്നു. ಇನ್ನು ಕೂಡ ಜೀವಿಸುತ್ತಾ ಇದ್ದಾನೆ. അവന്റെ മുൻപിൽ ಅವನ ಮುಂದೆ ഒന്നും മറവായിരിക്കത്തില്ല. ಒಂದು ಮರೆಯಾಗಿರುವುದೇ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഒരു കല്യാണത്തിന് പോയപ്പോൾ, ಒಂದು ಮದುವೆ ಮನೆಗೆ ಹೋದರೆ, ആ കല്യാണം കഴിഞ്ഞ് ಆ ಮದುವೆ ಆದ ನಂತರ ആ കല്യാണ പെണ്ണും ചെറുക്കനും കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, കല്യാണ പന്തലിൽ തന്നെയാണ്, ಮದುವೆಯ ಮನೆಯಲ್ಲೇ ಮದುಮಗಳು ಬರುವಾಗ എല്ലാവരും ഇരിക്കുകയാണ്. ಎಲ್ಲರೂ ಕುಳಿತುಕೊಂಡಿರುತ್ತಾರೆ. ചില കള്ളന്മാരത് ഉണ്ടായിരുന്നു. ಕೆಲವು ಕಳ್ಳರು ಅದರೊಳಗೆ ಇರುತ್ತಾರೆ. പെട്ടെന്ന് കറണ്ട് ഓഫാക്കി, ಅವ್ರು ಕೂಡಲೇ ಕರೆಂಟ್ ಅನ್ನು ಆಫ್ ಮಾಡಿ, സ്വത്രം ഓഫാക്കിയിട്ട് ಆಫ್ ಮಾಡಿದ ನಂತರ ആ മണവാട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു പൊട്ടിച്ച് ഓടിക്കളഞ്ഞു. ಆ ಒಂದು ಮದುಮಗಳ ಮಾಲೆಯನ್ನು ತೆಗೆದುಕೊಂಡು ಓಡುತ್ತಾರೆ. കറണ്ട് പോയപ്പോഴത്തേക്കും എല്ലാരും ശ്രദ്ധിച്ചില്ല. ಕರೆಂಟ್ ಹೋದಾಗ ಯಾರು ಅದನ್ನು ಶ್ರದ್ಧೆಯಿಂದ ನೋಡ್ಲಿಲ್ಲ. അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയി. ಅವನು ಬೇಗ ಅಲ್ಲಿಂದ ಓಡಿ ಹೋದ. ആർക്കും പിടിക്കാൻ പറ്റിയില്ല. ಯಾರಿಗೂ ಅದನ್ನು ಹಿಡಿಯಲು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. എന്നാൽ കുറച്ച് കഴിഞ്ഞ്, ಆದ್ರೆ ಸ್ವಲ್ಪ ದಿವಸದ ಆದ ನಂತರ അത് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ಅಲ್ಲಿ ಫೋಟೋಗ್ರಾಫರ್ ಇತ್ತು. അവര് കല്യാണ ആൽബം ഇറക്കി കൊടുത്തപ്പം
ಅವರು ಫೋಟೋವನ್ನು ಆಲ್ಬಮ್ ಮಾಡ್ಲಿಕ್ಕೆ ಕೊಟ್ಟಾಗ വീട്ടിൽ ഇങ്ങനെ ആൽബം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ಅಲ್ಲಿ ಮನೆಯಲ್ಲಿ ಆಲ್ಬಮ್ ಹೀಗೆ ನೋಡ್ತಾ ಇರುವಾಗ ഒരാൾ കറണ്ടിന്റെ സ്വിച്ച് ഓഫ് ആക്കാൻ പോയി നിൽക്കുന്നതും ಒಂದು ಜನ ಕರೆಂಟ್ ಸ್ವಿಚ್ ಅನ್ನು ಆಫ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದದ್ದು, വേറെ ആള് മാലയുടെ അടുക്ക പോയി നിൽക്കുന്നതും, ಬೇರೆ ಜನ ವ್ಯಕ್ತಿ ಮಾಲೆ ತೆಗಿಲಿಕ್ಕೆ ನಿಂತದ್ದು, കല്യാണ പെണ്ണിന്റെ അടുക്ക വന്ന് നിൽക്കുന്നതും, ಆ ಮದುವೆಯ ಹೆಣ್ಣು ಮಗಳು ಅಲ್ಲಿ ಬಂದು ನಿಂತದ್ದು, മാലയെ പിടിച്ച് പൊട്ടിക്കുന്നതും, ಮಾಲೆ ಹಿಡಿದು ಎಳೆಯುವಂತದ್ದು ക്യാമറയെ പകർന്നിട്ടുണ്ട്. ಕ್ಯಾಮರಾ ಅದು ಶೂಟ್ ಮಾಡಿದೆ. ക്യാമറമാൻ ഇതൊന്നും അറിഞ്ഞില്ല. ಆ ಕ್ಯಾಮರಾಮ್ಯಾನ್ಗೆ ಏನು ಗೊತ್ತಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. പക്ഷേ ആമേ കള്ളനെ പിടികൂടി ಆದ್ರೆ ಕಳ್ಳನು ಸಿಕ್ಕಿಬಿದ್ದನು എന്ന് പറഞ്ഞതുപോലെ ಹಾಗೆ ಹೇಳಿದ നമ്മൾ ರೀತಿಯಲ್ಲಿ ചെയ്യുന്നത് കാര്യം ನಾವು ಮಾಡುವಂತ ಕಾರ್ಯಗಳು നമ്മൾ ഓർക്കുന്നു, ನಾವು ನೆನೆಸ್ತೇವೆ, ആരും അറിയുന്നില്ല. ಯಾರಿಗದು ಗೊತ್ತಾಗಲಿಲ್ಲ. എന്നാൽ അറിയുന്ന ഒരുവനുണ്ട്. ಆದ್ರೆ ಗೊತ್ತಿರುವಂತ ಒಬ್ಬನಿದ್ದಾನೆ. മുകളിൽ നിന്നെല്ലാം കണ്ടോണ്ടിരിക്കുകയാ. ಅವನು ಮೇಲೆ ನಿಂತು ಎಲ್ಲವನ್ನು ನೋಡ್ತಾ ಇದ್ದಾನೆ. ಹಲ್ಲೆಲೂಯಾ. ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? ದೇವರು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನಾ? നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ನಿನ್ನ ನನ್ನ ಜೀವಿತ ಆಶೀರ್ವದಿಸಲ್ಪಡುತ್ತದೆ. ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, ನಿನಗೆ ಆರಾಧಿಸಲು പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥಿಸಬೇಕೆಂಬುದಕ್ಕೆ പാപരഹിതമായ ജീവിതം, ಪಾಪರಹಿತವಾದ ಜೀವಿತ, പാപമില്ലാത്ത ജീവിതം ಪಾಪ ಇಲ್ಲದಂತ ಜೀವಿತ നിനക്ക് ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ನಿನಗೆ ಜೀವಿತದಲ್ಲಿ ಇರುವುದಾದ್ರೆ നിനക്ക് ആരെയും പേടിക്കണ്ട. ನೀನು ಯಾರನ್ನು ಭಯಪಡಬೇಕು ദൈവത്തോട് ಅವಶ್ಯಕತೆ ಇಲ್ಲ. നേരിട്ട് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ದೇವರೊಂದಿಗೆ ನೇರವಾಗಿ ಮಾತನಾಡುವಂತ ಒಂದು ಸಂಬಂಧ ಇರುತ್ತದೆ. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ದೇವರು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನೆ. ദൈവകൃപ നമ്മിലേക്കുണ്ട്. ದೇವರ ಕೃಪೆ ನಮ್ಮ ಮೇಲೆ ദൈവം നമ്മെ ಇದೆ. ബലപ്പെടുത്തുന്ന ദൈവമാണ്. ದೇವರು ನಮ್ಮನ್ನು ಬಲಪಡಿಸುವ അപ്പോൾ ದೇವರಾಗಿದ್ದಾನೆ. മോശ മുഖാന്തരം പറഞ്ഞ കാര്യം, നീ എന്റെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും, ಹಾಗಾದ್ರೆ ಮೋಶೆಯ ಮೂಲಕವಾಗಿ ಹೇಳಿದಂತ ನಿನ್ನ ದ್ರೋಹಗಳನ್ನು ನಿನ್ನ ಮುಂದೆಯೂ, രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ನನ್ನ ರಹಸ್ಯ ಪಾಪ ಗುಪ್ತ ಪಾಪಗಳನ್ನು ತೇಜೋ ದೃಷ್ಟಿಯಲ್ಲಿ ഭയങ്കര ആരാധന ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ನೀನು ಭಯಂಕರ ಆರಾಧನೆಯನ್ನು ಮಾಡುತ್ತಾ ಇರುವಾಗ, കർത്താവ് നോക്കുമ്പോൾ, ಕರ್ತನು ನೋಡುವಾಗ, നീ രഹസ്യമായി ചെയ്ത സകല പാപവും നിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് കർത്താവ് കാണുക. ನೀನು ರಹಸ್ಯವಾಗಿ ಮಾಡಿದಂತ ಸಕಲ ಪಾಪವು ನಿನ್ನ ಮುಂದೆ ಇರುವುದನ್ನು ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತ ನೋಡುತ್ತಾ ಇದ್ದಾನೆ. പാപം ചെയ്തവൻ മരിക്കും, ಪಾಪ ಮಾಡಿದವನು ಸಾಯುತ್ತಾನೆ, കിട്ടാതെ വരത്തില്ല. ಅದಕ್ಕೆ ಶಿಕ್ಷೆ ಸಿಗದೆ ಹೋಗುವುದಿಲ್ಲ. ദൈവസന്നിധിയിൽ വന്നിട്ട് ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಬಂದು പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ, ಪಾಪ ಮಾಡಿದಂತ ವ್ಯಕ್ತಿ ಆಗಿರುವುದಾದ್ರೆ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ದೇವರು ಶಿಕ್ಷೆ ಕೊಡದೆ ಬಿಡುವುದಿಲ್ಲ. അതുകൊണ്ട് മടങ്ങി വരവിനായി ಅದಕ್ಕಾಗಿ ಹಿಂತಿರುಗಿ ಬಾ. കർത്താവ് ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ ಕರ್ತನೆ, ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ನನ್ನ ಜೀವಿತದಲ್ಲಿ തെറ്റുപറ്റിപ്പോയി, ತಪ್ಪಿ ಹೋದಂತ ಕಾರ್ಯಗಳು, ജീവിതത്തിൽ ബലഹീന സംഭവിച്ചു പോയി, ದೇವರೇ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬಲಹೀನತೆ സംഭവിച്ചു പോയി, ದೇವರೇ ಅನೇಕ ಕೊರತೆಗಳು ಸಂಭವಿಸಿ ಹೋಯಿತು. എന്നോട് ക്ഷമിക്കണമേ, ನನ್ನನ್ನು ಕ್ಷಮಿಸು ಸ್ವಾಮಿ, എന്നോട് ക്ഷമിക്കണമേ. ನನ್ನನ್ನು ಕ್ಷಮಿಸು ಸ್ವಾಮಿ. പാപമില്ലാത്ത ജീവൻ നയിക്കുവാൻ, ಪಾಪವಿಲ್ಲದಂತ ಜೀವಿತವನ್ನು ഒരു ಮಾಡುವುದಕ್ಕೆ, വിശുദ്ധ ജീവൻ നയിക്കുവാൻ ಒಂದು ಪರಿಶುದ್ಧವಾದ ಜೀವಿತ ಮಾಡುವುದಕ್ಕೆ എന്നെ സമർപ്പിക്കുന്നു. ನನ್ನನ್ನು ಸಮರ್ಪಿಸುತ್ತೇನೆ. നീ ചെയ്തതായ പാപങ്ങൾ ನೀನು ಮಾಡಿದಂತ ಪಾಪಗಳು നീ മാത്രമല്ല അനുഭവിക്കുന്നത്, ನೀನು ಮಾತ್ರ ಅಲ್ಲ ಅದನ್ನು ಅನುಭವಿಸುವಂತದ್ದು, നിന്റെ മക്കളും അത് അനുഭവിക്കുന്നു. ನಿನ್ನ ಮಕ್ಕಳು ಕೂಡ ಅದನ್ನು ಅನುಭವಿಸುತ್ತಾರೆ. മാതാപിതാക്കളുടെ അകൃത്യങ്ങൾ, ತಾಯಿ ತಂದೆಯ ಎಲ್ಲ ತಪ್ಪುಗಳ ದೋಷಗಳನ್ನು തലമുറമേൽ കിടക്കുകയാണ്. ಅವರ ಸಂತತಿಯ ಮೇಲೆ ಅದು ಇದೆ. മാതാപിതാ ചെയ്ത പാപത്തിന്റെ ഫലം ತಾಯಿ ತಂದೆಗಳು ಮಾಡಿದಂತ ಪಾಪದ അവരല്ല ಫಲವಾಗಿ അനുഭവിക്കുന്നത്, ಅವರು ಮಾತ್ರ ಅಲ್ಲ ಅನುಭವಿಸುವಂತದ್ದು, അവർക്കുണ്ടായ മക്കളാണ് അനുഭവിക്കുന്നത്. ಅವರಿಗೆ ಇರುವಂತಹ ಮಕ್ಕಳು ಅನುಭವಿಸುತ್ತಾರೆ. ഇന്ന് പകൽ വേളയിൽ ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ മക്കളെ ഓർത്തെങ്കിലും ಮಕ್ಕಳನ್ನು ನೆನೆಸುವುದಾದ್ರೆ മാതാപിതാക്കൾ ക്രമീകരിക്കപ്പെടുവാനിടയാകും. ತಾಯಿ ತಂದೆ ತನ್ನನ್ನು ಪರೀಕ್ಷಿಸಿ അവരുടെ ಸರಿಪಡಿಸಿಕೊಳ್ಳಿ. ജീവിതം അനുഗ്രഹമായി മാറുവാൻ, ಆ ಮಕ್ಕಳ ಜೀವಿತ ಆಶೀರ್ವಾದವಾಗಿ മക്കൾ ಮಾರ್ಪಡಲು, സ്വന്തമായി സന്തോഷിക്കുവാൻ വേണ്ടി, ಮಕ್ಕಳು ಸ್ವಂತವಾಗಿ ಸಂತೋಷಿಸುವುದಕ್ಕಾಗಿ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി, ಅವರ ಜೀವಿತದಲ್ಲಿ ಒಂದು ಆಶೀರ್ವಾದ ಉಂಟಾಗುವುದಕ್ಕಾಗಿ, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കരയുവാനിടയാകും. ತಾಯಿ ತಂದೆಗಳು ಅವರಿಗಾಗಿ ಅಳುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿರಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഒരാൾ പാപം ചെയ്താൽ, ಒಂದು ವ್ಯಕ್ತಿ ಪಾಪ ಮಾಡುವುದಾದ್ರೆ ആ കുടുംബത്തിൽ എല്ലാവർക്കും അതിന്റെ പരിണിത ഫലം ഉണ്ടാകും. ಆ ಕುಟುಂಬದಲ್ಲಿ ಅನೇಕ ರೀತಿಯ ಆ ಪರಿಮಿತ ಫಲ ಉಂಟಾಗುತ್ತದೆ. അതാ പാപത്തിന്റെ വേര്. ಅದೇ ಆಗಿದೆ ಪಾಪದ ಬೇರು. അതെല്ലാം പിഴുത് കളയണം. ಅದೆಲ್ಲವೂ ಕಿತ್ತು ಎಸೆಯಬೇಕು. ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತದ ಒಂದು ನಾಯಕರಾಗಿ ಬದಲಾಗಬೇಕು. ചിലപ്പോൾ കൃപ പ്രാപിക്കാൻ തടസ്സം, ಅದು ಕೃಪೆ ಹೊಂದುವುದಕ್ಕೆ ಬಹಳ ತಡೆ, വിടുതലുണ്ടാകാൻ തടസ്സം ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ತಡೆ ഈ പാപമാണ്. ಈ ಪಾಪವಾಗಿದೆ. പാപം ഇരിക്കുന്നിടത്തോളം കാലം ಈ ಪಾಪವು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರುವಷ್ಟು ಕಾಲ നമുക്ക് ഗുണമുണ്ടാകത്തില്ല. ನಮಗೆ ಪೂರ್ಣ ಸೌಖ್ಯವು ಸಿಗುವುದಿಲ್ಲ. ഗുണം പിടിക്കുവാൻ, ಗುಣ ಹೊಂದುವುದಕ್ಕಾಗಿ, ഗുണമാകുവാൻ ಗುಣವಾಗುವುದಕ್ಕಾಗಿ ദൈവകൃപയിലേക്ക് നാം കടന്നു വരണം. ದೇವರ ಕೃಪೆಗೆ ನಾವು ಹಿಂತಿರುಗಿ ಬರಬೇಕು. ആമേൻ. 19 സങ്കീർത്തനം 19ನೇ ಕೀರ್ತನೆ അതിന്റെ 12ാം വചനം, ಅದರ 12ನೇ ವಾಕ್ಯ. സങ്കീർത്തനം 19:12 തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, ತನ್ನ ತಪ್ಪುಗಳನ್ನು ಗ್ರಹಿಸುವವನು, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ಮರೆಯಾದಂತ ಪಾಪಗಳನ್ನು പോക്കി എന്നെ മോചിക്കണമേ. ಮರೆಯಾದ ಪಾಪಗಳಿಂದ ನನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡು. 13ാം വചനം കൂടെ 13ನೇ ವಾಕ್ಯವನ್ನು ಓದಿರಿ. ಅದಲ್ಲದೆ ಬೇಕೆಂದು ಪಾಪ ಮಾಡದಂತೆ
ನಿನ್ನ ದಾಸನಾದ ನನ್ನನ್ನು ಕಾಪಾಡು. സ്വമേധഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. ಮರೆಯಾದವುಗಳಿಂದ ನಾನು ನಿರ್ಮೂಲ ಮಾಡಿ അവ എൻ്റെ മേൽ വാഴരുതേ. ಅದು ನನ್ನ ಮೇಲೆ ಬರಬಾರದು. എന്നാൽ ഞാൻ നിഷ്കളങ്കനും ಅಂತ ಪಾಪಗಳನ್ನ ನಾಳಿಕೆ ಮಾಡದಿರಲಿ. മഹാപാതരഹിതനുമായിരിക്കും. ಆಗ ನಾನು ತಪ್ಪಿಲ್ಲದವನಾಗಿ ಮಹಾದ್ರೋಹಕ್ಕೆ ಒಳಗಾಗುವುದಿಲ್ಲ. അത് മറഞ്ഞിരിക്കുന്നതാ. ಅದು ಪಾಪ ಮರೆಯಾಗಿರುವ ഒരു ആഗ്രഹമുണ്ട്, ಅದೊಂದು ಒಳಗೆ ಒಂದು ಆಸೆ എനിക്ക് ಇರುತ್ತದೆ. ക്രമീകരണം വേണം, ನನಗೆ ಒಂದು ಕ್ರಮ ಪಡುವಿಕೆ ಬೇಕು, ക്രമീകരിച്ച് ജീവിക്കണം. ನಾನು ಕ್ರಮಕರಿಸಿ അത് ಜೀವಿಸಬೇಕು. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ಆಗ ನಾನು ಪ್ರಾರ್ಥಿಸಿದಾಗ ദൈവം ഇടപെട്ടു. ದೇವರದನ್ನು അപ്പോൾ ಮಾತನಾಡಿದ. അവനോട് മനസ്സിലാക്കി കൊടുത്താണ് ಅದು ಅವನೊಂದಿಗೆ ಅರ್ಥ ಮಾಡಿಕೊಟ್ಟದಾಗಿದೆ. മറഞ്ഞിരിക്കുന്ന പാപം, ಗುಪ್ತವಾಗಿರೋ ಮರೆಯಾದ ಪಾಪಗಳು, തന്റെ തെറ്റുകളെ ಆತನ ತಪ್ಪುಗಳನ್ನು തെറ്റുകളെ പോക്കി വിടിവിക്കുന്ന ദൈവം. ತನ್ನ ತಪ್ಪುಗಳನ್ನು ತಿಳಿದುಕೊಳ್ಳುವವನು ದೇವರು. അപ്പൊ ജീവിതം തെറ്റ് ചെയ്യാത്ത മനുഷ്യർ കുറവാണ്. ಹಾಗಾದ್ರೆ ಜೀವಿತದಲ್ಲಿ ತಪ್ಪು ಮಾಡದೇ ಇರುವಂತ ಮನುಷ್ಯರು ಯಾರು? തെറ്റ് സംഭവിക്കും, ತಪ್ಪುಗಳು ಸಂಭವಿಸುತ್ತದೆ, പക്ഷെ എന്നും തെറ്റായി മാറാൻ പാടില്ല. ಆದ್ರೆ ಯಾವಾಗ್ಲೂ ತಪ್ಪಾಗಿ ಮಾರ್ಪಡಬಾರದು. എന്നും കർത്താവേ ക്ഷമിക്കണേ ക്ഷമിക്കുന്ന പറയുന്ന കർത്താവ് ಯಾವಾಗ್ಲೂ ಕರ್ತನ ಹತ್ರ ಕ್ಷಮಿಸು ಕ್ಷಮಿಸು ಎಂಬುದಾಗಿ ಹೇಳಬಾರದು. ഇന്ന് പാപം ചെയ്തിട്ട് വന്ന് ಇವತ್ತು ಪಾಪ ಮಾಡಿ ಬಂದು കർത്താവേ ക്ഷമിക്കണം, ಕರ್ತನೇ ನನ್ನನ್ನು ಕ್ಷಮಿಸು, പിന്നെ ഇതിനെ ആവർത്തിച്ചാൽ ಮತ್ತೆ ಇದು ಆವರಿಸಿಕೊಂಡು ദൈവം വെറുതെ വിടത്തില്ല. ದೇವರು ಸುಮ್ಮನೆ ಬಿಡುವುದಿಲ್ಲ. Praise the Lord. Praise the Lord. അതുകൊണ്ട് നീ ക്രമീകരിക്കുവാൻ മനസ്സ് വെക്കണം. ಆದ್ರಿಂದಾಗಿ ನೀನು ಅದರಲ್ಲಿ ಕ್ರಮೀಕರಿಸುವಂತೆ പാപം ಮನಸ್ಸಿರಬೇಕು. ചെയ്ത് ജീവിച്ചതിനേക്കാൾ ಪಾಪ ಮಾಡಿ ಜೀವಿಸುವುದಕ್ಕಿಂತಲೂ പാപമില്ലാതെ ഒരു ജീവിതം, ಪಾಪವಿಲ್ಲದಂತ ಒಂದು ಜೀವಿತ, സന്തോഷത്തിന്റെ ഒരു ജീവിതം ಸಂತೋಷವುಳ್ಳಂತ ಒಂದು ಜೀವಿತ നമുക്ക് ചെയ്യാൻ മനസ്സുണ്ട്. ನಮಗೆ ಮಾಡ್ಲಿಕ್ಕೆ നമുക്ക് ಮನಸ್ಸಿದೆಯಾ? ജീവിക്കാനുള്ള ചിന്ത ನಮಗೆ ಜೀವಿಸಿರುವಂತ ಒಂದು ദൈവം ಚಿಂತನೆ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ದೇವರು ನಮ್ಮ ಕುರಿತಾಗಿ അപ്പോൾ ಇಷ್ಟಪಡುತ್ತಾನೆ. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, ಹಾಗಾದ್ರೆ ಮರೆಯಾದ അപ്പോൾ നീ ತಪ್ಪುಗಳು, ചെയ്ത തെറ്റുകൾ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. ಹಾಗಾದ್ರೆ ನೀನು ಮಾಡಿದ ತಪ್ಪುಗಳದು ಮರೆಯಾಗಿತ್ತು. പക്ഷെ വിടുതലില്ല വന്നപ്പോൾ ಆದ್ರೆ ಬಿಡುಗಡೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ദാവീദ് ചോദിക്കുക ദൈവത്തോട്, ದಾವಿದನು ಕೇಳ್ತಾ ಇದ್ದಾನೆ കർത്താവേ ದೇವರ, മറഞ്ഞിരിക്കുന്ന തെറ്റ് ಕರ್ತನೆ ಮರೆಯಾದವುಗಳಿಂದ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ನನ್ನನ್ನು ನಿರ್ಮೂಲ ಮಾಡು. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ನಾನು ಇದುವರೆಗೂ ನೋಡಲಿಲ್ಲ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പോയതാ, ನನ್ನ ಜೀವಿತದ ಅದು ಸಂಭವಿಸಿತು. ഓർക്കുന്നില്ല, ನಾನು ನೆನೆಸಲೇ ಇಲ್ಲ, എന്നോട് ക്ഷമിക്കണം. ನನ್ನನ್ನು ಕ್ಷಮಿಸು. എന്നിട്ട് ദാവീദ് 51 സംഘത്തിൽ പറയുന്നുണ്ട്, ಆ ರೀತಿಯ ದಾವಿದನು ಆ 19ನೇ ಕೀರ್ತನೆಯಲ್ಲಿ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് ಹಿಮಕ್ಕಿಂತಲೂ ಬೆಳ್ಳಗಾಗಿ ഈ സ്വപ്പൂർണ്ണ കഴുകണമേ, ನೀನು ಸಂಪೂರ್ಣವಾಗಿ ನನ್ನ ತೊಳೆದು ಶುದ್ಧೀಕರಿಸು. നിർമ്മലനാകേണ്ടതിന് ನನ್ನನ್ನು ನಿರ್ಮಲನಾಗಿ എന്നെ ശുദ്ധീകരിക്കണമേ. ನಿರ್ಮಲವಾಗಿ ನಾನು ಶುದ್ಧೀಕರಿಸು. എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത്, ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದುವರೆಗೂ ಸಂಭವಿಸಿದ್ದು തെറ്റായിരുന്നു കർത്താവേ, ತಪ್ಪಾಗಿತ್ತು ಕರ್ತನೆ. അത് ഞാൻ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ಅದನ್ನು ನಾನು ತಿದ್ದುಕೊಳ್ಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. എന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകണം. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ. ജീവിതത്തിൽ വന്ന എല്ലാ ക്രമക്കേടുകളും ക്ഷമിക്കണം. ಜೀವಿತದಲ್ಲಿ ಇರುವಂತ ಎಲ್ಲ ಕ್ರಮ എന്റെ ಪಡಿಕೆಗಳನ್ನು ലംഘനങ്ങളെ ഞാൻ ಕ್ಷಮಿಸು. അറിയുന്നു. ನನ್ನ ತಪ್ಪುಗಳನ್ನು ನಾನು ತಿಳಿದುಕೊಂಡಿದ್ದೇನೆ. ഇത് പറയുകയാണ്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ಆ ದಾವಿದನು ಹೇಳುತ್ತಾನೆ, ನನ್ನ ತಪ್ಪುಗಳನ್ನು ನಾನು എന്റെ ತಿಳಿದುಕೊಂಡಿದ್ದೇನೆ. പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ನನ್ನ ಪಾಪವು ಯಾವಾಗಲೂ ನನ್ನ ಮುಂದೆ ಇದೆ. 51 സംഗീതത്തിന് 3-ാം വാക്യമാണ് പറയുന്നത്. 51ನೇ ಕೀರ್ತನೆ 3ನೇ ವಾಕ್ಯವಾಗಿದೆ ಅದು. അപ്പൊ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ಹಾಗಾದ್ರೆ ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ನಾನು ಪಾಪ ಮಾಡಿದ್ದೇನೆ. ഞാൻ ഇന്ന് പകൽ ചിന്തിക്കുന്നു, ನಾನು ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ಯೋಚಿಸ್ತಾ ಇದ್ದೇನೆ, ദൈവം വാസ്തവമായി ഇന്ന് പകൽ ഇടപെടുന്നുണ്ട്. ದೇವರು ವಾಸ್ತವವಾಗಿ ಇವತ್ತು ಮಾತನಾಡುತ್ತಾ നമ്മുടെ ಇದ್ದಾರೆ. ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂದಂತ ಚಿಕ್ಕದೋ ದೊಡ್ಡದೋ ವಿಷಯಗಳು, പാപപ്രവർത്തികൾ, ಪಾಪದ ಕಾರ್ಯಗಳು, ഇത് ദൈവാത്മ ഇടപെടുന്നത് കൊണ്ട് ಇದು ದೇವರಾತ್ಮನು ಮಾತನಾಡುತ್ತಿರುವುದರ ನಿಮಿತ್ತವಾಗಿ ക്രമീകരിക്കണം. ಅದನ್ನು ಸರಿಪಡಿಸಬೇಕಾದ ಸ್ಥಳದಲ್ಲಿ ನಾವು ಸರಿಪಡಿಸಿಕೊಳ್ಳಬೇಕು. നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, ನಿನಗೆ ನಿದ್ದೆ ಮಾಡಲು നിന്നെ ಸಾಧ್ಯವಿಲ್ಲ, ഭയപ്പെടുത്തുന്ന പോരുകൾ, ನಿನ್ನನ್ನು ಭಯಪಡಿಸುವಂತ ಹೋರಾಟ, വേദനിക്കുന്ന പോരുകൾ, ವೇದನೆ ಪಡಿಸುವಂತ ಹೋರಾಟ, രോഗമിട്ട് ബാധിക്കുന്ന പോരുകൾ, ರೋಗ ಕೊಟ್ಟು ಬಾಧಿಸುವಂತ ഇതിന്റെ ಹೋರಾಟ, എല്ലാം ആത്യന്തികമായ വിഷയം, ಈ ವಿಧವಾದ ಎಲ್ಲ ಆತ್ಯಂತಿಕವಾದ ವಿಷಯಗಳು പാപമാണ്. ಇದು ಪಾಪವಾಗಿದೆ. നീ ചെയ്ത പാപം ನೀನು ಮಾಡಿದಂತ അത് ಪಾಪವಾಗಿದೆ. നിന്റെ കൂടെ നിൽക്കുകയാണ്. ಅದು ನಿನ್ನ ಜೊತೆಯಲ್ಲೇ ಸಾಕ್ಷಿ എപ്പോൾ നീ ഇതിൽ നിന്നും മോചിക്കപ്പെടും, ಯಾವಾಗ ನೀನು ಇದರಿಂದ ಬಿಡುಗಡೆ ಹೊಂದುತ್ತೀಯೋ, എപ്പോൾ നീ തീരുമാനമെടുക്കും, ಯಾವಾಗ ನೀನು ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತೀಯೋ, ഇതെല്ലാം നീ വിടാൻ ആഗ്രഹിക്കുന്നു, ಇದೆಲ್ಲವನ್ನು ನೀನು ಬಿಡಲು ಇಷ್ಟಪಡುತ್ತೀಯೋ, അപ്പോൾ നിനക്ക് വിടുതലുണ്ടാകും. ಆಗಲೇ ನಿನಗೆ ಬಿಡುಗಡೆ ಉಂಟಾಗುತ್ತದೆ. അതുവരെ ഇത് നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ಅದುವರೆಗೂ ನಿನ್ನನ್ನು ಅದು ಹಿಂಬಾಲಿಸುತ್ತಾ ಇರುತ್ತದೆ. എവിടെ യോഗത്തിന് പോയാലും ಎಲ್ಲಿ ನೀನು ಕೂಟಕ್ಕೆ ಹೋದರೂ നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ನಿನ್ನನ್ನು ವೇದನೆ ಪಡಿಸುವಂತ ಮಾತುಗಳೇ ಅಲ್ಲಿ ಬರುತ್ತಾ ಇರುತ್ತದೆ. ഹൃദയത്തിന് വേദന ഉണ്ടാകുന്ന വിഷയങ്ങൾ ನಿನ್ನ വന്നുകൊണ്ടിരിക്കും. ಹೃದಯಕ್ಕೆ ನೋವುಂಟು ಮಾಡುವಂತ ಮಾತುಗಳೇ ಬರುತ್ತದೆ. ഇത് വരുന്നതിന്റെ കാരണം ಇದು ಬರ್ಲಿಕ್ಕೆ ಕಾರಣ നീ ക്രമീകരിക്കാത്തത് കൊണ്ടാ. ನೀನು ಅಲ್ಲಿ ಸರಿಪಡಿಸದ ನಿಮಿತ್ತವಾಗಿ ദൈവ മക്കൾ ക്രമീകരിക്കപ്പെടുവാൻ, ದೇವರ ಮಕ್ಕಳು ಜೀವಿತವನ್ನು ಸರಿಪಡಿಸಿಕೊಳ್ಳಬೇಕು.
പരിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ಪರಿಶುದ್ಧವಾದ ಜೀವಿತ ಮಾಡಲು ಇಷ್ಟಪಡುವವರು, ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ച, ಸರಿಪಡಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಇಷ್ಟಪಡುವುದಾದರೆ അവരുടെ ജീവിതം അനുഗ്രഹമാണ്. ಅವರ ಜೀವಿತವು അതാണ് ಆಶೀರ್ವಾದಕರವಾಗಿದೆ. 51ാം സങ്കീർത്തനത്തിൽ കണ്ടത്. ಅದಾಗಿದೆ 51ನೇ ಕೀರ್ತನೆಯಲ್ಲಿ ನಾವು എന്റെ ನೋಡಿದ್ದು. ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, ನನ್ನ ಪಾಪಗಳನ್ನು ನಾನು ತಿಳಿದುಕೊಂಡಿದ್ದೇನೆ. പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. ಪಾಪವು ಯಾವಾಗಲೂ ನನ್ನ ಮುಂದೆ ಇದೆ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ನಿನ್ನಲ್ಲಿಯೇ ನಾನು ದ್ರೋಹ ಮಾಡಿದ್ದೇನೆ. നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ನಿನಗೆ ಇಷ್ಟವಿಲ್ಲದನ್ನು ನಾನು ಮಾಡಿದ್ದೇನೆ. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും ನಾನು ಮಾತನಾಡುವಾಗ ನೀತಿವಂತನಾಗಿದ್ದೆ, വിധിക്കുമ്പോൾ നിർമ്മലനായി ഇരിക്കേണ്ടതിന് തന്നെ ನಾನು ಕುಳಿತುಕೊಳ್ಳುವಾಗ ನಿರ್ಮಲನಾಗಿರುವುದಕ್ಕಾಗಿ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. ಇದೋ ನನ್ನ അകൃത്യത്തിൽ ഉരുവായി. 5ാം വാക്യം, 51ന്റെ 5ാം വാക്യം. 5 ಹುಟ್ಟಿದಂದಿನ ನಾನು ಪಾಪಿಯೇ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ಮಾತೃ ಗರ್ಭವನ್ನು ಹೊಂದಿದ ದಿನದಿಂದ ದ್ರೋಹಿಯೇ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ಯಥಾರ್ಥ ಚಿತ್ತವೇ ನಿನಗೆ ಸಂತೋಷ. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ಜ್ಞಾನದ ರಹಸ್ಯಗಳನ್ನು ತಿಳಿಯಪಡಿಸು. ഞാൻ നിർമ്മലനാകേണ്ടതിന് ನಾನು ನಿರ್ಮಲನಾಗುವುದಕ್ಕಾಗಿ ഈ സോപ്പോട് എന്നെ ശുദ്ധീകരിക്കണമേ. ಈ ಸೋಪ್ ಗಿಡದ ಬರಳಿನ ನೀರನ್ನು ಚಿಮುಕಿಸಿ ಎಂಬಂತೆ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് ನನ್ನನ್ನು ಹಿಮದಂತೆ ತೊಳೆ എന്നെ ಬೆಳಗಾಗುವೆನು. കഴുകണമേ. ನನ್ನನ್ನು ತೊಳೆ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. ನನ್ನಲ್ಲಿ ಸಂಭ್ರಮೋತ್ಸವದ ಧ್ವನಿ ಉಂಟಾಗುವಂತೆ ಮಾಡು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അത് 12ാമത്തെ വചനം പറയുന്നു. ವಾಕ್ಯ 12ನೇ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. വായിച്ചേ 12ാം വചനം. 12ನೇ ವಾಕ್ಯವನ್ನು ಒಂದು ಸಾರಿ ಓದಿರಿ. ആമേൻ. അപ്പൊ നിന്റെ രക്ഷയുടെ സന്തോഷം, ನಿನ್ನ ರಕ್ಷಣದ ಆನಂದವನ್ನು എനിക്ക് തിരികെ തരണമേ. ನಾನು ತಿರುಗಿ ಅನುಭವಿಸುವಂತೆ ಮಾಡು. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ನನ್ನಲ್ಲಿ ಸಿದ್ಧ ಮನಸ್ಸನ್ನು ಹುಟ್ಟಿಸಿ ನನಗೆ ಆಧಾರನಾಗು. 11ാം വചനം കൂടെ. ദൈവസന്നിധിയിൽ ಹಾಗಾದ್ರೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ക്രമം കെട്ടൊരു പ്രവൃത്തി ദൈവം വെറുക്കുന്നു. ನಾವು ಕ್ರಮವಾಗಿ ಜೀವಿಸಬೇಕೆಂಬುದಾಗಿ ಒಂದು ಕಟ್ಟಳೆಯನ್ನು ದೇವರು ಇಡುತ್ತಾನೆ. അപ്പൊ പാപസംബന്ധമായി ಹಾಗಾದ್ರೆ ಪಾಪಕ್ಕೆ ಸಂಬಂಧವಾಗಿ മരിച്ച ജനങ്ങൾ, ಸತ್ತಂತ ಜನರು അവർ ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തില്ല. ಅವರ ಆತ್ಮನಿಂದ ಹೊರಬರಲು ಸಾಧ್ಯವಿಲ್ಲ. കുറവുകൾ മാറണം, ಅವರ ಕೊರತೆಗಳು ನೀಗಲ್ಪಡಬೇಕು, ബലഹീനതകൾ മാറിപ്പോകണം, ಅವರ ಬಲಹೀನತೆಗಳು ನೀಗಿ ಹೋಗಬೇಕು, ദൈവസന്നിധി വിശ്വസ്തരായി മാറണം. ದೇವರ ಸನ್ನಿಧಾನದ ನಂಬಿಗಸ್ತರಾಗಿ അവർ ಮಾರ್ಪಡಬೇಕು. ഹൃദയം തകരുമ്പോൾ, ಅವರ ಹೃದಯವು ಆ ರೀತಿಯಾಗಿ ಒಡೆಯುವಾಗ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, ಹೃದಯ ಜಜ್ಜಲ್ಪಟ್ಟ ಹೃದಯಕ್ಕೆ ಯೆಹೋವನು ಸಮೀಪಸ್ಥನಾಗಿರ್ತಾನೆ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ಮನಸ್ಸು ಮುರಿದವರನ್ನು ಅವನು ರಕ್ಷಿಸುತ್ತಾನೆ. മനസ്സ് തകർന്നവരായി ಹಾಗಾದ್ರೆ ಮನಸ್ಸು ಮುರಿದವರ ഇവിടെ വന്നിട്ടുള്ളവരെ ಇಲ್ಲಿ ಬಂದಿರುವವರನ್ನು തകർച്ചയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം, ಅವರು ಬಿದ್ದು ಹೋದ ಸ್ಥಿತಿಯಲ್ಲಿ ಬಿಡಿಸುವಂತ ದೇವರು, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ನಮ್ಮನ್ನು ನೋಡುವಂತ ದೇವರ ಮಕ್ಕಳೇ, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകാതെ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಿಡುಗಡೆ നീ ಉಂಟಾಗದೆ ഇതേപോലെ വേദനയോടെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ, ನೀನು ಯಾವಾಗಲೂ ವೇದನೆಯಲ್ಲಿ ಇರುವಂತ ವ್ಯಕ್ತಿ നീ ചെയ്തു ಆಗಿರುವುದಾದ್ರೆ, കൂട്ടിയ പാപങ്ങൾ ನೀನು ಮಾಡಿ ತುಂಬಿಸಿಟ್ಟಂತ നിനക്ക് ಪಾಪಗಳು മാത്രമല്ല, ನಿನಗೆ ಮಾತ್ರ ಅಲ್ಲ, നിന്റെ തലമുറകൾ കൂടി ನಿನ್ನ ಸಂತತಿಗೆ ಜೊತೆ ಸೇರಿ വേദന ഉണ്ടാക്കി ಅದು വെച്ചിരിക്കുകയാണ്. ವೇದನೆ ಉಂಟು ಮಾಡಿ ಇಟ್ಟಿದೆ. അവർ പറഞ്ഞാൽ അനുസരിക്കാത്തതിന്റെ കാര്യം, ಅವರು ಹೇಳಿದನ್ನು ಅನುಸರಿಸದೇ ಇರುವಂತ ಕಾರಣ, അവർ ആരാധനയ്ക്ക് പോകാത്തതിന്റെ കാര്യം, ಅವರು ಆರಾಧನೆಗೆ ಹೋಗದಿರುವಂತ അവർ ಕಾರಣ, ദൈവത്തെ വിളിക്കാത്തതിന്റെ കാര്യം, ಅವರು ದೇವರನ್ನು ಕರೆಯದಂತ നീ ಕಾರಣ, മുഖാന്തരം സംഭവിച്ച പാപത്തിന്റെ ഫലമായിട്ടാണ്. ನಿನ್ನ ಮುಖಾಂತರವಾಗಿ ಮಾಡಿದಂತ ಪಾಪದ ಫಲವಾಗಿದೆ. നീ പാപം ചെയ്ത് മുൻപോട്ട് പോയത് കൊണ്ട് ನೀನು ಪಾಪ ಮಾಡಿ ಮುಂದಕ್ಕೆ ಹೋದ നിന്റെ ನಿಮಿತ್ತವಾಗಿ കുടുംബം തകർന്നു പോയി, ನಿನ್ನ ಕುಟುಂಬವು ಬಿದ್ದು ಹೋಯಿತು, നിന്റെ മക്കൾ തകർന്നു പോയി, ನಿನ್ನ ಮಕ್ಕಳು ಬಿದ್ದು ಹೋದರು, നിന്റെ ഭർത്താവ് നിന്നെ കളഞ്ഞിട്ട് പോയി, ನಿನ್ನ ಗಂಡನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋದರು, നീ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറാൻ കാരണമായി. ನೀನು ಒಬ್ಬಂಟಿಯಾಗಿ ಜೀವಿಸಲಿಕ್ಕೆ ಅದು ಅಸಾಧ್ಯವಾಯಿತು. നിന്റെ അശുദ്ധം നിറഞ്ഞ ജീവിതം കൊണ്ടായിരുന്നു. ನಿನ್ನ ಅಶುದ್ಧವಾದ ಜೀವಿತ ಇತ್ತು. വിശ്വാസി എന്ന് പറഞ്ഞിട്ടും ನೀನು ವಿಶ್ವಾಸಿ ಎಂಬುದಾಗಿ ಹೇಳಿಯೂ ಕೂಡ എന്നിട്ടും അശുദ്ധമായത് ചെയ്ത് നടന്നാൽ, ನೀನು ವಿಶ್ವಾಸಿ ಎಂಬುದಾಗಿ ಹೇಳಿ ಕೂಡ ಅಶುದ್ಧವಾಗಿ ನೀನು ನಡೀತಾ ಇರುವುದಾದ್ರೆ കുറച്ചു നാളൊക്കെ നടക്കാൻ പറ്റും, ಸ್ವಲ್ಪ ದಿನ ಮಾತ್ರ ಆ ರೀತಿಯಾಗಿ ನಡೆಯಲು ಸಾಧ್ಯ. പിടിക്കുന്ന ഒരു നാൾ വരും. ಆದ್ರೆ ಅದನ್ನು ಹಿಡಿಯುವಂತ ಒಂದು ದಿನ ಬರುತ್ತದೆ. ദൈവം തൊടുന്ന ഒരു ദിവസം വരും. ದೇವರು ಮುಟ್ಟುವಂತ ಒಂದು ದಿನ ಬರುತ್ತದೆ. ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസം വരും. ದೇವರು ಸಂದರ್ಶಿಸುವಂತ ಒಂದು ದಿನ ಬರುತ್ತದೆ. ദൈവത്തിന്റെ കരം ഭാരമെന്നൊരു ദിവസം വരും. ದೇವರ ಕರವು ನಿನಗೆ ಭಾರವಾಗಿ ಬರುವಂತ ಒಂದು ದಿನ ಬರುತ್ತದೆ. ആരും അറിയത്തില്ല. ಅದು ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. നീ ചെയ്ത പാപത്തിന്റെ ഫലം ನೀನು ಮಾಡಿದಂತ ಪಾಪದ ಫಲ നിന്റെ തലമുറ അനുഭവിക്കുന്നത് കാണുമ്പോൾ, ನಿನ್ನ ಸಂತತಿ ಅನುಭವಿಸುವುದನ್ನು ನೋಡುವಾಗ നിനക്ക് വേദന ഇല്ലേ? ನಿನಗೆ ವೇದನೆ ಇಲ್ಲವೋ? നിനക്കിത് നിർത്തിക്കൂടെ? ನಿನಗೆ ಅದು ನಿಲ್ಲಿಸಬಾರದಾ? വഴിവിട്ട ജീവിതം നിർത്തിക്കൂടെ? ನಿನಗೆ ಆ ಒಂದು ಜೀವಿತವನ್ನು ನಿಲ್ಲಿಸಬಾರದಾ? നീ മടങ്ങി വരാൻ കഴിഞ്ഞില്ല എങ്കിൽ, ನೀನು ಹಿಂತಿರುಗಿ ಬರಲು ಸಾಧ್ಯವಾಗದಿರುವುದಾದ್ರೆ, അവൻ മടക്കി വരുത്തുന്നതിന് വേണ്ടി ನಿನ್ನನ್ನು ಹಿಂತಿರುಗಿ ಬರುವುದಕ್ಕಾಗಿ അവൻ ചില സന്ദർശനം അയക്കുന്ന ദൈവമാണ്. ಅವನ ಸಂದೇಶವನ್ನು ಕಳಿಸುವಂತ ದೇವರಾಗಿದ್ದಾನೆ. സന്ദർശനങ്ങൾ അയക്കുന്ന ദൈവമാണ്. ಅವನು ಸಂದರ್ಶನವನ್ನು ಕಳಿಸುವಂತ ದೇವರಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് ಹಿಮದಂತೆ ಬೆಳಕೆ ഈ സോപ്പുണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ദാസനായ ദാവീദ് ಈ ಸೋಪನ ಗಿಡದಿಂದ ತೊಳೆ ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവം പ്രവർത്തിച്ചതുപോലെ ದಾವಿದನ ಪ್ರಾರ್ಥನೆ ಮುಂದೆ ದೇವರು ಕಾರ್ಯ ಮಾಡಿದ ರೀತಿಯಲ್ಲಿ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അനുദപിച്ചപ്പോൾ ಅವನು ದೇವರ ಹತ್ರ ತನ್ನ ಎಲ್ಲಾ ಚಿಂತೆಗಳನ್ನು ಹೇಳಿಕೊಂಡ ദൈവം മുൻപാകെ അവനെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ ದೇವರ ಸನ್ನಿಧಾನ ಸಂಪೂರ್ಣವಾಗಿ ತಗ್ಗಿಸಿ അവന്റെ അകൃത്യത്തിന്റെ അവനെ വിടുവിപ്പാനിടയായി തീർന്നു. ಅವನೆಲ್ಲ ಅನಾಕೃತ್ಯಗಳಿಂದ ದೇವರು ಅವನನ್ನು ಬಿಡುಗಡೆ പകൽ വേളയിൽ ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ അകൃത്യങ്ങളെ മാറ്റി വയ്ക്കുവാൻ ಅನರ್ಥಗಳನ್ನು ನೀಗಿಸುವುದಕ್ಕಾಗಿ നിന്നെ കൊണ്ട് കഴിയത്തില്ല. ಅದು ನಿನ್ನಿಂದ ಮಾತ್ರ നീ ಸಾಧ್ಯವಿಲ್ಲ. എവിടെ മാറ്റി വെച്ചാലും ನೀನು ಅದನ್ನು ತೆಗೆದು ಹಾಕಿದರು അത് കടന്നു വരും. ಅದು ಮತ್ತೆ ಎದ್ದು ಬರುತ್ತದೆ. ഇന്ന് പകൽക്കാലം ಆದ್ರೆ ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ದೇವರೇ അത് എന്നിൽ നിന്ന് അകറ്റി ಅದು ನನ್ನಿಂದ ಹೊರಟು സ്ഥിരമായ ഒരു ആത്മാവിനെ ಸ್ಥಿರವಾದಂತ ಆತ್ಮವನ್ನು എന്നിൽ പുതുക്കണമെന്ന് ദൈവത്തോട് ಒದಗಿಸಬೇಕೆಂಬುದಾಗಿ ശക്തമായി നിലവിളിച്ചാൽ ಶಬ್ದವಾಗಿ ದೇವರಿಗೆ ಕೂಗಿ ಕರೆಯುವುದಾದ್ರೆ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ನಿನ್ನ ಪ್ರಾರ್ಥನೆಯ അവൻ ಮುಂದೆ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂತ ഇന്ന് ದೇವರಾಗಿದ್ದಾನೆ. പകൽക്കാലം ദൈവാത്മ ಈ ഇടപെടുകയാണ്. ಹಗಲ ವೇಳೆಯಲ್ಲಿ ದೇವರ ಆತ್ಮನು ಮಾತಾಡುತ್ತಾ ഇത് ಇದ್ದಾನೆ. പ്രാർത്ഥന കാര്യം ಈ ಹೇಳಿದಂತಹ ಕಾರ್ಯಗಳು ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ದೇವರ ದಾಸನಾದಂತ യെശയ്യാ പ്രവാചകൻ ಯೆಶಾಯ ಪ್ರವಾದಿಯು ഉസ്യാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ಉಜ್ಜಿಯನ್ನು ಸತ್ತ ನಂತರ സാറാബിന്റെ ആരാധന കണ്ട സമയത്ത് ಸೆರಾಫಿಯರ ಆರಾಧನೆ ನೋಡಿದ ಸಮಯದಲ್ಲಿ അവന്റെ ജീവിതത്തിലെ കുറവുകൾ ಅವನ ಜೀವಿತದಲ್ಲಿ ಇರುವಂತಹ അവന് ಕೊರತೆಗಳು ബോധ്യമായി. ಅವನಿಗೆ ಬೋಧ್ಯವಾಯಿತು. അയ്യോ ഞാൻ നശിച്ചു, ಅಯ್ಯೋ ನಾನು ഞാൻ ನಾಶಿಸುವುದಿಲ್ಲ, ശുദ്ധിയില്ലാത്ത അതരമുള്ളവൻ, ನಾನು ಹೊಲಸು ತುಟಿಯವನು, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന് മധ്യേ വസിക്കുന്നു. ಶುದ್ಧಿ ಇಲ್ಲದ ಜನರ ಮಧ್ಯದಲ್ಲಿ ನಾನು ವಾಸ ಮಾಡುವವನು. എന്റെ കണ്ണന് രാജാവിനെ കണ്ടുവല്ലോ. ನಾನು ಇಂತಹ ರಾಜನ ನನ್ನ ಕಣ್ಣುಗಳು ನೋಡಿದವಲ್ಲ. ഹൃദയം തകർന്ന് കരയുവാൻ തുടങ്ങി. ಅವನ ಅಲ್ಲಿಯೇ ಮಣಕಾಲೂರಿ ಪ್ರಾರ್ಥಿಸಲು ಪ್ರಾರಂಭಿಸಿದನು. നിർമ്മലനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ನಿರ್ಮಲನಾದ ದೇವರನ್ನು ನೋಡಿದಾಗ, ദൈവത്തിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, ದೇವರ ದರ್ಶನವನ್ನು ಅವನು ನೋಡಿದಾಗ, സാറാബുകളുടെ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ, ಸೇರಾಫಿಯರ ಆರಾಧನೆ ನಾವು ನೋಡಿದಾಗ അവന്റെ ജീവിതത്തെ അവന് കാണുവാൻ കഴിഞ്ഞു. ಅವನ ಜೀವಿತದಲ್ಲಿ ಅದು ಕಾಣಲು ಸಾಧ್ಯವಾಯಿತು. മാലിന്യം നിറഞ്ഞതായ ജീവിതം, ശുദ്ധിയില്ലാത്ത ജീവിതം, ಶುದ್ಧಿ ಇಲ್ಲದಂತ ಜೀವಿತ, ക്രമം കെട്ട ജീവിതം, ಕ್ರಮ ಇಲ್ಲ ತಪ್ಪಿದಂತ ಜೀವಿತ ബോധ്യമായപ്പോൾ കരയുവാൻ തുടങ്ങി. ಅವನಿಗೆ ಅರಿವಾದಾಗ ಅವನು ಅಳಲು ಪ್ರಾರಂಭಿಸಿದನು. ദൈവസന്നിധിയിൽ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ തെറ്റ് ബോധ്യമായി കഴിഞ്ഞാൽ, ತಪ್ಪು ಬೋಧನೆಯಾಗಿ ಆದಾಗ, ಅರಿವಾದಾಗ, തകർന്ന ഹൃദയത്തോടെ ಬಿದ್ದು ಹೋದಂತ ಹೃದಯದಲ್ಲಿ ഒരു ക്രമീകരണത്തിന്റെ മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ ಒಂದು ಕ್ರಮೀಕರಣದ ಮನೋಭಾವ ಉಂಟಾಗುವುದಕ್ಕಾಗಿ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ನಿನಗೆ ಆ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಾದ್ರೆ, നിന്നെ മാനിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ನಿನ್ನನ್ನು ಮಾನಿಸುವುದಕ್ಕೆ ನನ್ನ ದೇವರು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. പലരും ഉണ്ട്, ಅನೇಕರಿದ್ದಾರೆ, ആരും അറിയാതെ നടക്കും, ಯಾರಿಗೆ ಗೊತ್ತಿಲ್ಲದ ರೀತಿಯಲ್ಲಿ എല്ലാ ನಡೆಯುತ್ತಾರೆ, യോഗങ്ങളിലും പോകും, ಎಲ್ಲ ಒಂದು ಕೂಟಗಳಿಗೆ ಹೋಗುತ್ತಾರೆ. ശുദ്ധീകരണത്തിന് ദൂത് പറയുമ്പോൾ ಶುದ್ಧೀಕರಣದ ಒಂದು ಪ್ರವಾದನೆ ಅಲ್ಲಿ ಹೇಳುವಾಗ അവർ മുമ്പിൽ നിന്ന് ഭയങ്കര ആരാധന ആരാധിക്കും. ಅವರ ಮುಂದೆ ಬಂದು ಬಹಳ ಆರಾಧನೆ പക്ഷെ ಆರಾಧಿಸುತ್ತಾರೆ. അവരെ ഈ നാടകങ്ങളൊക്കെ ಆದ್ರೆ ಅವರ ಈ ನಾಟಕಗಳೆಲ್ಲವೂ ഒരു പരിധി വരെ നിൽക്കത്തുള്ളൂ. ಒಂದು ಪರಿಧಿಯ ತನಕ ಮಾತ್ರ ನಿಲ್ಲುತ್ತದೆ. പിടിക്കുന്ന ഒരു സമയമുണ്ട്, ಅದಕ್ಕೆ ವಿಧಿಸುವಂತ ಒಂದು ಸಮಯ ಇದೆ. ആരും കാണത്തില്ല. ಯಾರು ನೋಡುವುದಿಲ್ಲ. വയ്യാതെ വരുമ്പോൾ, ಅದು ನಮಗೆ സുഖമില്ലാതെ വരുമ്പോൾ, ಸುಖ ಇಲ್ಲದೆ ಬರುವಾಗ, ಅನಾರೋಗ್ಯ ಬರುವಾಗ, അതുവരെ നീ നടന്ന അനുഭവങ്ങളല്ല പിന്നെ ಅದುವರೆಗೂ ನಡೆದಂತ ಅನುಭವಗಳಲ್ಲ ನಿನ್ನದು. ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാകും. ಯಾರು ಕೂಡ ನಿನ್ನನ್ನು ತಿರುಗಿ ನೋಡದಂತ ಒಂದು ಅವಸ್ಥೆಗಳು ಇರುತ್ತದೆ. അവിടെ നിന്റെ തകർച്ചയുടെ കാരണമായി മാറും. ಅಲ್ಲಿ ನಿನ್ನ ಬೀಳುವಿಕೆಗೆ ಕಾರಣವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. അതിനു മുമ്പ് നീ ക്രമീകരിക്കാൻ ಅದರ ಮುಂದೆ ನಿನ್ನನ್ನು ನಿನ್ನ ಜೀವಿತವನ್ನು ಸರಿಪಡಿಸಲು ನೀನು ಸಿದ್ಧವಾದರೆ, ക്രമീകരിക്കാൻ നീ മനസ്സ് വെച്ചാൽ, ನೀನು ನಿನ್ನ ಜೀವಿತವನ್ನು ಸರಿಪಡಿಸಲು ನೀನು ಸಿದ್ಧವಾದರೆ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ನಿನ್ನ ಜೀವಿತವು ಆಶೀರ್ವದಿಸಲ್ಪಡುತ್ತದೆ. പാപമംഗലമായ ജീവിതം വേണ്ട, ಪಾಪ ಮಂದಿರವಾದ ಜೀವಿತ ನಿನಗೆ ಬೇಡ. ശാപം നിറഞ്ഞ ജീവിതം വേണ്ട, ಶಾಪ ತುಂಬಿದಂತ ಜೀವಿತ ನಿನಗೆ ಬೇಡ. ഒരു ജീവിതം വേണം. ಒಂದು ಜೀವಿತ ಬೇಕಾಗಿರುವುದಾದ್ರೆ വിശുദ്ധ ജീവിതമായിരിക്കണം. ಅದು ಪರಿಶುದ್ಧವಾದ ಜೀವಿತವಾಗಿರಲಿ. ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു ജീവിതം, ತುಂಬಾ ರೀತಿಯಲ್ಲಿ ಸಂತೋಷಿಸುವಂತ ಒಂದು ಜೀವಿತ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. രോഗിയായി കഴിഞ്ഞാൽ, ರೋಗಿಯಾಗಿ ಮಾರ್ಪಟ್ಟರೆ ഒരു പക്ഷേ വീട്ടുകാരെ 1-2 മാസം നോക്കാൻ കഴിയും. ಒಂದು ವೇಳೆ ಮನೆಯವರು ನಮ್ಮನ್ನು 2-3 ತಿಂಗಳು ನೋಡುತ್ತಾರೆ. അത് കഴിഞ്ഞ് ಅದು ಆದ ನಂತರ അവരും കൈവിടും. ಅವರು ಕೂಡ ಕೈ അവർ ಬಿಡುತ್ತಾರೆ. ശ്രദ്ധിക്കത്തില്ല. ಅವರು ಶ್ರದ್ಧೆಯಿಂದ ನಮ್ಮನ್ನು ನೋಡುವುದಿಲ್ಲ. ഇതൊന്ന് മരിച്ചാ മതി എന്ന് അവർ വിചാരിക്കും. ಅವರು ನೆನೆಸ್ತಾರೆ, ಈಗ ನೀನು ಒಂದು ಸತ್ತರೆ ಸಾಕು ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾರೆ. കഴിവുള്ളപ്പോൾ, ನಮಗೆ ಸಾಮರ್ಥ್ಯ ಇರುವಾಗ, നീ ഇഷ്ടമില്ലാതെ വിശുദ്ധമായി ജീവിക്കാതെ അശുദ്ധമായി നീ ജീവിച്ചു പോയി.
ನಿನಗೆ ಸಾಮರ್ಥ್ಯ ಇರುವಾಗ ನೀನು ಪರಿಶುದ್ಧವಾಗಿ ಜೀವಿಸದೆ ಅಶುದ್ಧವಾಗಿ ಜೀವಿಸಿದ್ಯಾ? അന്ന് അറിഞ്ഞില്ല ദൈവം പിടിക്കുന്നുള്ള കാര്യം. ಆವತ್ತು ನೀನು ತಿಳ್ಕೊಳ್ಳಿಲ್ಲ ದೇವರು ಒಂದು ದಿವಸ ಹಿಡಿಯುತ್ತಾನೆ ಎಂಬುದಾಗಿ. പല ദൈവ സന്ദേശം കേട്ടിട്ടും ಅನೇಕ ದೇವರ ಸಂದೇಶವನ್ನು ನೀನು ಕೇಳಿದಿ. നിന്റെ ആ ദുഷ്ടത വിട്ടില്ല. ನಿನ್ನ ಆ ದುಷ್ಟ ಜೀವಿತವನ್ನು ನೀನು ಬಿಡಲಿಲ್ಲ. എന്നാൽ രോഗിയായി കഴിഞ്ഞു. ಆಮೇಲೆ ನೀನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡುತ್ತೀಯ. ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ಈಗ ಅತ್ತು ನೀನು ಕಾರ್ಯವಿಲ್ಲ. ഇപ്പോൾ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ಈಗ ಭಾರಪಟ್ಟು ನೀನು ಕಾರ್ಯವಿಲ್ಲ. മുന്നമേ ദൈവം വാണിംഗ് തന്നപ്പോൾ, ಮುಂದೆಯೇ ನಿನಗೆ ದೇವರು ಎಚ್ಚರಿಕೆ ಕೊಟ್ಟಾಗ, എത്രയോ സമയം വാണിംഗ് തന്നു. ಎಷ್ಟೋ ಸಮಯ ನಿನಗೆ ಎಚ್ಚರಿಕೆಯನ್ನು ಕೊಟ್ಟರು. നീ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. ನೀನು ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿಲ್ಲ. നീ ക്രമീകരിക്കാൻ മനസ്സ് വെച്ചില്ലായിരുന്നു. ನೀನು ಅದನ್ನು ಸರಿಪಡಿಸಲಿಕ್ಕೆ ಮನಸ್ಸು ಕೊಡಲಿಲ್ಲ. എന്നാൽ നിന്റെ സുഖം തേടി നീ യാത്ര ചെയ്തു. ನಿನ್ನ ಸುಖದ ಭೋಗಗಳಿಗೆ ನೀನು ಯಾತ್ರೆ ಮಾಡಿಕೊಂಡು ಹೋದಿ. ഭർത്താവിനെയോ മക്കളെയോ ഒന്നും ശ്രദ്ധിക്കാതെ, ಗಂಡನನ್ನು ಮಕ್ಕಳನ್ನು ನೀನು ಶ್ರದ್ಧೆಯಿಂದ ನೋಡದೆ, നിന്റെ സുഖത്തിനായി നീ ജീവിച്ചു. ನಿನ್ನ ಸುಖಕ್ಕಾಗಿ ನೀನು ಜೀವಿಸಿದೆ. നിന്റെ മ്ലേച്ഛമായ ജീവിതത്തിനായി നീ മുൻപോട്ട് ನಿನ್ನ ಲೇಷವಾದ ಜೀವಿತದಲ್ಲಿ ನೀನು ಮುಂದೆ ಸಾಗಿದೆ. ഇന്ന് പകൽക്കാലം ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ തകർന്നവളായി, ಬಿದ್ದವಳಾಗಿ, തകർന്നവനായി, ಒಂದು ಹೃದಯ ಮುರಿದವಳಾಗಿ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു എങ്കിൽ, ನಮ್ಮನ್ನು ಶ್ರದ್ಧೆಯಿಂದ ನೀನು ಕೇಳುವುದಾದ್ರೆ, ഒരു നിമിഷം തിരിയാൻ നിനക്ക് മനസ്സുണ്ടോ? ಒಂದು ನಿಮಿಷದಲ್ಲಿ ನಿನಗೆ ಹಿಂದೆ ಬರಲು ಮನಸ್ಸಿದೆಯಾ? എനിക്ക് ഈ ഒരു ജീവിതം വേണ്ട, ನನಗೆ ಇಂಥ ಒಂದು ಜೀವಿತ ಬೇಡ, കർത്താവ് തരുന്ന ജീവിതം മതി. ನನಗೆ ಕರ್ತನು ಕೊಡುವಂತ ಪರಿಶುದ್ಧ ಜೀವಿತ ಸಾಕು. കർത്താവിന്റെ ഒരു മകളായി, ಕರ್ತನ ಒಂದು ಮಗಳಾಗಿ, ഒരു വിശുദ്ധ ജീവിതത്തുടമയായി, ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತಕ್ಕೆ ಬಾಧ್ಯಸ್ಥಳಾಗಿ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಜೀವಿಸುವುದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. എന്നോട് ക്ഷമിക്കണമേ എന്ന് ನನ್ನಲ್ಲಿ ಕ್ಷಮಿಸು ದೇವರೇ ಎಂಬುದಾಗಿ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായി. ದೇವರೊಂದಿಗೆ ನೀನು ಮೊರೆ ಇಡಲು ಪ್ರಾರಂಭಿಸುವುದಾದ್ರೆ, ഇന്ന് പകൽക്കാലം ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ നിന്റെ ക്രമം കെട്ട ജീവിതത്തെ ನಿನ್ನ ಕ್ರಮ ತಪ್ಪಿದ ಜೀವಿತವನ್ನು ദൈവം കണ്ട്, ದೇವರು ನೋಡಿ, നിന്റെ അനുതാപം കണ്ട്, ನಿನ್ನ ಒಂದು ಕಣ್ಣೀರನ್ನು നിന്റെ ನೋಡಿ, കരച്ചില് കണ്ട്, ನಿನ್ನ ಕಣ್ಣೀರನ್ನು ನೋಡಿ, നിന്നെ മാറോട് ചേർത്ത് ನಿನ್ನನ್ನು ಎದೆಗೆ ಅಪ್ಪಿಕೊಂಡು ആശ്രയിക്കുന്ന ദൈവം, ಆಶ್ರಯಿಸುವಂತ ದೇವರು, ആശ്വസിപ്പിക്കുന്ന ദൈവം, ಸಂತೈಸುವಂತ ದೇವರು, ആ നമ്മുടെ ദൈവമാണ്. ಅದೇ ನಮ್ಮ ದೇವರಾದ ಯೇಸು ಕ್ರಿಸ್ತನು. എത്രയോ സമയം ಎಷ್ಟೋ ಸಮಯವು നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ನಿನ್ನನ್ನು ರಕ್ಷಿಸಿದ್ದಾನೆ, നിന്നെ വിടുവിച്ചിരിക്കുന്നു. ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡಿದ್ದಾನೆ. എന്നിട്ട് നീ ബോധ്യമാകാതെ, ಆದ್ರೆ ನಿನಗೆ ಅದು ಬೋಧ್ಯವಾಗದೆ, ആരോഗ്യം കിട്ടുമ്പോൾ, ಆರೋಗ್ಯ ಸಿಗುವಂತ ಸಮಯದಲ್ಲಿ, സൗന്ദര്യമുള്ളപ്പോൾ, ಸೌಂದರ್ಯ ಇರುವಂತ നിന്റെ ಸಮಯದಲ್ಲಿ ഇഷ്ടപ്രകാരം നീ ജീവിച്ചു. ನೀನು ನಿನ್ನ ಇಷ್ಟದಂತೆ ഈ ಜೀವಿಸಿದಿ. സൗന്ദര്യം ഒന്നും നിലനിൽക്കത്തില്ല. ಈ ಸೌಂದರ್ಯ ಯಾವುದು ನಿನಗೆ ನೆಲೆ ഈ ನಿಲ್ಲುವುದಿಲ್ಲ. ആരോഗ്യം ഒന്നും ಈ നിലനിൽക്കത്തില്ല. ಆರೋಗ್ಯ ನಿನಗೆ ಯಾವತ್ತಿಗೂ ನೆಲೆ ഈ ನಿಲ್ಲುವುದಿಲ್ಲ. ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു ಈ സമയം, ಆರೋಗ್ಯವು ನಷ್ಟಪಟ್ಟು ಹೋಗುವಂತ ഈ ಸಮಯದಿದೆ. സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു ಈ ദിവസമുണ്ട്. ಸೌಂದರ್ಯವು ನಷ್ಟಪಟ್ಟು ಹೋಗುವ ದಿವಸವಿದೆ. അന്ന് നീ കരഞ്ഞിട്ട് കാര്യമില്ല. ಆವತ್ತು ನೀನು ಅಳ್ತು ಪ್ರಯೋಜನವಿಲ್ಲ. ഇന്ന് ಇವತ್ತು നിനക്ക് മാറ്റം ഉണ്ടാകുന്ന ദിവസമാകണം. ನಿನಗೆ ಒಂದು ಬದಲಾವಣೆ ಆಗುವಂತ ದಿವಸವಾಗಿ കർത്താവേ, എന്നെ ಮಾಡಬೇಕು. സമർപ്പിക്കുകയാണ്. ಕರ್ತನೇ, ನನ್ನನ್ನು എന്റെ ಸಮರ್ಪಿಸುತ್ತೇನೆ. ജീവിതം ഞാൻ മടുത്തു. ನನ್ನ ಜೀವಿತವನ್ನು ಸಾಕು. ജീവിതം ഞാൻ മടുത്തു. ಜೀವಿತವನ್ನು ನಾನು ಸಾಕು. എനിക്ക് സ്വസ്ഥതയില്ല, ನನಗೆ ಒಂದು ಸ್ವಸ್ಥತೆ ಇಲ್ಲ, സമാധാനമില്ല. ಸಮಾಧಾನ ಇಲ್ಲ. ഞാൻ പാപം ನಾನು ചെയ്തവനാണ്. ಪಾಪ ഞാൻ ദൈവത്തെ ಮಾಡಿದ್ದೇನೆ. കോപിപ്പിച്ചവളാണ്. ದೇವರೇ, ನಾನು ನಿನಗೆ ಕೋಪ ತಂದಿದ್ದೇನೆ. ഇന്ന് പകൽക്കാലം ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ എന്റെ കുറവുകൾ ನನ್ನ ಕೊರತೆಗಳನ್ನು എനിക്ക് ബോധ്യമായി. ನನಗೆ എന്റെ ಬೋಧ್ಯವಾಯಿತು. പാപങ്ങൾ എനിക്ക് ബോധ്യമായി. ನನ್ನ ಪಾಪಗಳು ನನಗೆ ಅರ್ಥವಾಯಿತು. എന്നോട് ക്ഷമിക്കുമോ? ನನ್ನನ್ನು ಕ್ಷಮಿಸು ಸ್ವಾಮಿ. എന്നോട് ക്ഷമിക്കുമോ ನನ್ನನ್ನು കർത്താവേ? ಕ್ಷಮಿಸು ಸ್ವಾಮಿ. നിന്റെ സന്നിധിയിൽ ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ പരമാർത്ഥതയോടെ ನಾನು ದೀನತೆಯೊಂದಿಗೆ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಜೀವಿಸಲು നീ എനിക്ക് ಇಷ್ಟಪಡುತ್ತೇನೆ. വേണ്ടി പ്രവർത്തിക്കുക. ನೀ ನನಗಾಗಿ ಕಾರ್ಯ ഒരു ಮಾಡು. സന്തോഷത്തിന്റെ ജീവിതം ഉണ്ടാകുക. ಒಂದು ಸಂತೋಷದ ಜೀವಿತ എല്ലാം ಉಂಟಾಗುವುದಕ್ಕೆ. നഷ്ടപ്പെട്ടവളായി, ಎಲ್ಲ ನಷ್ಟಪಟ್ಟವಳಾಗಿ, എല്ലാവരും നഷ്ടപ്പെട്ടവളായി ಎಲ್ಲವರು ഞാനിവിടെ ನಷ್ಟಪಟ್ಟವಳಾಗಿ. വന്നിരിക്കുകയാണ്. ಕರ್ತನೇ, ನಾನು ಇಲ್ಲಿ നിന്റെ ಬಂದಿದ್ದೇನೆ. അധികാരത്തിന് ശക്തി, ನಿನ್ನ ಅಧಿಕಾರದ ಶಕ್ತಿ, നിന്റെ വചനത്താൽ ನಿನ್ನ ವಾಕ್ಯದ ಮೂಲಕ എന്നെ ശുദ്ധീകരിക്കണം. ನನ್ನನ್ನು ಒಂದು ಸಾರಿ ಶುದ್ಧಿ എന്നെ ಮಾಡು ಸ್ವಾಮಿ. നടത്തണമേ. ನನ್ನನ್ನು ನಡೆಸು ಸ್ವಾಮಿ. നിന്റെ പാദപീഠേ ನಿನ್ನ ಪಾದದ ಬಳಿಯಲ್ಲಿ എന്നെ സമർപ്പിക്കുന്നു. ನನ್ನನ್ನೇ ನಾನು ഒരു വലിയ ಸಮರ್ಪಿಸಿಕೊಳ್ಳುತ್ತೇನೆ. വിടുതൽ ಒಂದು തരുവാൻ ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನು എന്റെ ಕೊಡುವುದಕ್ಕಾಗಿ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ನನ್ನ ದೇವರಿಗೆ ಸಾಧ್ಯ. ദൈവത്തിനെ കഴിയത്തുള്ളൂ. ನನ್ನ ದೇವರಿಗೆ ಸಾಧ್ಯ. മനുഷ്യർക്ക് കഴിയാത്തത് ಮನುಷ್ಯರಿಗೆ ಆಗದಿರುವಂತದ್ದು ദൈവത്തിന് കഴിയും. ನನ್ನ ದೇವರಿಗೆ ಸಾಧ್ಯ. നമുക്കറിയാം, ನಮಗೆ ಗೊತ್ತು. യേശുവിന്റെ അടുക്കൽ ಯೇಸುವಿನ ಹತ್ತಿರ യഹൂദന്മാരും ಯೆಹೂದ್ಯರು, പരീശന്മാരും ಪಾರಿಸಾಯರು പാപിനിയായ ഒരു സ്ത്രീയെ ಪಾಪಿಯಾದ ಒಂದು ಸ್ತ್ರೀಯನ್ನು പിടിച്ചോണ്ട് വന്നു. ಹಿಡಿದುಕೊಂಡು ಬಂದರು. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ಅವಳು ವ್ಯಭಿಚಾರದಲ್ಲಿ ಸಿಕ್ಕಿಕೊಂಡಂತ ಸ್ತ್ರೀ. മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നു, ಮೋಶೆಯ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಹೇಳುತ್ತದೆ, ഇവൾ പാപം ചെയ്ത് വ്യഭിചരിച്ചത് കൊണ്ട് ಇವಳು ವ್ಯಭಿಚಾರ ಪಾಪ ಮಾಡಿದ ನಿಮಿತ್ತವಾಗಿ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ಇವಳನ್ನು ಕಲ್ಲು ಬಿಸಾಡಿ ಕೊಲ್ಲಬೇಕು. യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു. ಯೇಸುವಿನ ಹತ್ರ ತೆಗೆದುಕೊಂಡು ಬಂದರು. യേശു മണലിൽ കാലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ಯೇಸು ನೆಲದಲ್ಲಿ ಬರೆಯುತ್ತಾ ಇದ್ದರು. കൊണ്ടുവന്നവരുടെ പാപം യേശു എഴുതിക്കൊണ്ടിരിക്കുക. ತೆಗೆದುಕೊಂಡು ಬಂದಂತ ಜನರ ಪಾಪಗಳನ್ನು ಮಣ್ಣಿನಲ್ಲಿ ಬರೆಯುತ್ತಾ ಇದ್ದನು. യേശു ഒരു വാക്ക് പറഞ്ഞു, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಒಂದು ಮಾತನ್ನು നിങ്ങളിൽ ಹೇಳಿದನು, പാപമില്ലാത്തവർ ನಿಮ್ಮಲ್ಲಿ ಯಾರಲ್ಲಿ ಪಾಪವಿಲ್ಲವೋ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ಅವರು ಮೊಟ್ಟ ಮೊದಲಾಗಿ ಇವಳ ಮೇಲೆ ಕಲ್ಲು ಬಿಸಾಡಲಿ. ആ വാക്ക് പറഞ്ഞിട്ട് യേശു തറയിലോട്ട് നോക്കി കാലുകൊണ്ട് ഓരോന്ന് എഴുതിക്കൊണ്ടിരുന്നു.
ಆ ಮಾತನ್ನು ಹೇಳಿದಂತ ಯೇಸು ಅವರನ್ನು ನೋಡಿ ಕಾಲಿನಲ್ಲಿ ಅವರ ಪಾಪಗಳನ್ನು ಬರೀತಾ ಇದ್ದನು. ആ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ಆ ತೆಗೆದುಕೊಂಡು ಬಂದಂತ ವ್ಯಕ್ತಿಯನ್ನು ನೋಡುವಾಗ അവരുടെ പേരാ യേശു എഴുതുന്നത്. ಅವರ ಹೆಸರಾಗಿದ್ದರೆ ಯೇಸು ಬರೆಯುವಂತದ್ದು. ഓരോരുത്തരുടെ പേരെഴുതി ಒಬ್ಬೊಬ್ಬರ ಹೆಸರನ್ನಲ್ಲಿ ಬರೆದರು. അവർ ചെയ്ത പാപം യേശു എഴുതാൻ തുടങ്ങുന്നു. ಅವರು ಬರೆದಂತ ಪಾಪಗಳನ್ನು ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಬರೆದನು. അവർ കല്ലും കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. ಅವರು ಕಲ್ಲುಗಳನ್ನು ಹಿಡಿದುಕೊಂಡು ಹಾಗೆ ಓಡಲು ಪ್ರಾರಂಭಿಸಿದರು. യേശു തലപൊക്കി നോക്കിയപ്പോൾ ಆಗ ಯೇಸು ತಲೆ ಎತ್ತಿ ನೋಡಿದಾಗ പാപത്താൽ പിടിക്കപ്പെട്ട സ്ത്രീ മാത്രം മുൻപിലുണ്ട്. ಅಲ್ಲಿ ಪಾಪದಲ್ಲಿ ಸಿಕ್ಕಿಬಿದ್ದಂತ ಸ್ತ್ರೀ ಮಾತ್ರ ಮುಂದೆ ಇದ್ದಾಳೆ. കൊണ്ടുവന്നവരെല്ലാം ಓಡಿപ്പോയി. ಅವಳನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದವರು ಎಲ್ಲರೂ ಓಡಿ ಹೋದರು. യേശു ಅವಳോട് പറഞ്ഞു, ಯೇಸು ಅವಳೊಂದಿಗೆ ಹೇಳಿದರು, ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല, ನಾನು ನಿನಗೇನು ಹೇಳುವುದಿಲ್ಲ, ഒന്നും ചെയ്യുന്നില്ല, ನಾನು ನಿನಗೇನು ಮಾಡುವುದಿಲ್ಲ, ഇനിയും മേലാൽ ಇನ್ನು ಮೇಲೆ നീ പാപം ചെയ്യരുത്. ನೀನು ಪಾಪ ಮಾಡಬಾರದು. അവൾ കരഞ്ഞ് ಅವಳು ಕೂಗಿದಳು. അവളുടെ ഹൃദയം തകർന്ന് ಅವಳ ಹೃದಯ ಒಡೆದು ಹೋಯಿತು. എന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൽ ನನ್ನನ್ನು ರಕ್ಷಿಸದಂತ ದೇವರಿಗೆ അവൾ വിശ്വസിച്ചു. ಅವಳು ನಂಬಿದಳು. അവൾ പിന്നീട് യേശുവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു മറിയയായി മാറി. ಅವಳು ಹಿಂದೆ ಯೇಸುವಿಗಾಗಿ ಬಹಳ ಕಷ್ಟಪಟ್ಟಂತ ಒಂದು ಮರಿಯಳಾಗಿದ್ದಳು. യേശുവിന് വേണ്ടി ഫലം കായ്ക്കാൻ അവൾ തുടങ്ങി. ಯೇಸುವಿಗಾಗಿ ಫಲ ಕೊಡಲು ಅವಳು ಸಿದ್ಧವಾದಳು. ആ ശമരിയ പട്ടണം മൊത്തം അവൾ പോയി അവൻ സുവിശേഷം പറഞ്ഞു. ಆ ಸಮರಿಯ ಪೂರ್ತಿಯಾಗಿ ಅವಳು ಸುವಾರ್ತೆಯನ್ನು ಸಾರಿದಳು. ശമരിയ സ്ത്രീ എന്ന് പറഞ്ഞ അവള് അവളുടെ ജീവിതം ബദലായി കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹമായി മാറി. ಸಮರಿಯ ಸ್ತ್ರೀ ಅವಳ ಜೀವಿತ ಒಂದು ಬೆತ್ತಲಾಗಿ ಮಾರ್ಪಟ್ಟಾಗ ಸಮಾರ್ಯದವರೆಲ್ಲರೂ ರಕ್ಷಣೆ ಹೊಂದಿದರು. അവൾ പിന്നെ പാപം ചെയ്തിട്ടില്ല. ಅವಳು ಮತ್ತೆ ಪಾಪ ಮಾಡಲೇ ಇಲ್ಲ. അവൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ಮತ್ತೆ ಅವಳು ಯೇಸು ಕ್ರಿಸ್ತನಿಗಾಗಿ ಜೀವಿಸಲು ಪ್ರಾರಂಭಿಸಿದಳು. ഇന്ന് പകൽക്കാലം ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ഈ ഒരു ദൂത് നിന്നോടാണ് പറയുന്നത്. ಈ ಒಂದು ಆಲೋಚನೆ ದೇವರು ನಿನ್ನೊಂದಿಗೆ ದೇವರ ಮಗವೇ, നിന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ, ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುವಂತ ಈ ವಾಕ್ಯಗಳು, മാത്രം പറയുന്ന വചനങ്ങൾ, ನಿನ್ನೊಂದಿಗೆ ಮಾತ್ರ ಹೇಳುವಂತ ಈ ಮಾತುಗಳು, ഏറ്റെടുക്കുവാൻ നീ തയ്യാറായി ನೀನು ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಲು ತಯಾರಾದರೆ ആരും അറിയത്തില്ല, ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. ನೀನು ಹೃದಯದಲ್ಲಿ ತೀರ್ಮಾನ ತೆಗೆದುಕೋ. ഇനി എനിക്ക് എത്രത്തോളം കാലം ദൈവം ഈ ഭൂമിയിൽ ആയുസ് തരുന്നു, ಇನ್ನು ನನಗೆ ದೇವರು ಎಷ್ಟು ಸಮಯ ಭೂಮಿಯಲ್ಲಿ ಆಯುಷ್ಯವನ್ನು ಕೊಡುತ್ತಾನೋ ಗೊತ್ತಿಲ್ಲ. ಅದುವರೆಗೂ ഒരു വിശുദ്ധ ജീവിതത്തിനുടമയായി മാറുക, ಒಂದು ಪರಿಶುದ್ಧ ಜೀವಿತವನ್ನು ನಾನು ಮಾಡುತ್ತೇನೆ. കർത്താവിനെ മാത്രം സ്നേഹിക്കുക, ಕರ್ತನನ್ನು ಮಾತ್ರ ನಾನು ಪ್ರೀತಿಸ್ತೇನೆ, കർത്താവിനോട് മാത്രമായി ആരാധിക്കുക, ಕರ್ತನನ್ನು ಮಾತ್ರ ಆರಾಧಿಸುತ್ತೇನೆ. അവൾ തീരുമാനമെടുത്തു. ಅವಳು ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡಳು. കർത്താവ് ഒരാളോട് ക്ഷമിച്ചാൽ, ಕರ್ತನು ಒಂದು ಮಾತನ್ನು ಒಬ್ಬರಿಗೆ ಹೇಳುವುದಾದ್ರೆ, ക്ഷമിച്ചു കഴിഞ്ഞാൽ ಆತನು ಆ ಒಂದು ವ್ಯಕ್ತಿಗೆ ಕ್ಷಮೆ ಕೊಡುವುದಾದ್ರೆ ಆ ವ್ಯಕ್ತಿ ರಕ್ಷಣೆ ಹೊಂದುತ್ತಾನೆ. ഇന്ന് പകൽ നീ രക്ഷപ്പെടാൻ പോകും. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ನೀನು ರಕ್ಷಣೆ ಹೊಂದಲು ಹೋಗುತ್ತೀಯ. കേൾക്കുന്ന വചനങ്ങൾ, ಕೇಳುವಂತ ವಾಕ್ಯಗಳು നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനം, ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುವಂತ ವಚನವಾಗಿದೆ. ഞാൻ എഴുതി പ്രസംഗിച്ച ഒരു കാര്യമല്ല പ്രസംഗിച്ചത്, ನಾನು ಬರೆದು ಪ್ರಸಂಗಿಸಿದ ಕಾರ್ಯವಲ್ಲ ಇಲ್ಲಿ ಪ್ರಸಂಗಿಸಿದ್ದು. ദൈവം സംസാരിച്ച വചനം, ನನ್ನೊಂದಿಗೆ ದೇವರು ಮಾತನಾಡಿದಂತ ವಚನ. ഇന്നിവിടെ ആരൊക്കെ വരും എന്നുള്ള കാര്യം കർത്താവിന് അറിയാമായിരുന്നു. ಇವತ್ತು ಇಲ್ಲಿ ಯಾರೆಲ್ಲ ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ ಕರ್ತನಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿತ್ತು. തകർന്നു പോയവരുടെ വന്നിട്ടുണ്ട്, ಬಿದ್ದು ಹೋದವರು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ, പാപം ചെയ്ത് രഹസ്യപാപം ചെയ്ത് ജീവിച്ചവരിനകത്ത് വന്നിട്ടുണ്ട്, ರಹಸ್ಯ ಪಾಪ ಮಾಡಿ ಜೀವಿಸಿ ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതിനകത്ത് ഇരിപ്പുണ്ട്, ಜೀವಿತದಲ್ಲಿ ಎಲ್ಲವೂ ನಷ್ಟಪಟ್ಟು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. അനേകരും പാപം ചെയ്ത് ജീവിക്കുന്നവരെ എന്നെ കാണുന്നുമുണ്ട്. ಅನೇಕರು ಪಾಪದಲ್ಲಿ ಜೀವಿಸುವವರು ನನ್ನನ್ನು ನೋಡುವ ನಿಮಿತ್ತವಾಗಿ കേട്ടോണ്ടിരിക്കുകയാണ്. ಈ ಪ್ರಸಂಗವನ್ನು ಅವರು ಕೇಳುತ್ತಾ ಇದ್ದಾರೆ, ಇವರು ಅದನ್ನು ನೋಡುತ್ತಾ ಇದ್ದಾರೆ. ഇന്ന് അത് അവസാനിക്കുക. ಇವತ್ತು ಅದು ಕೊನೆ ಮಾಡಿರಿ. നിന്റെ പാപ ജീവിതം അവസാനിപ്പിക്കുക. ನಿನ್ನ ಪಾಪದ ಜೀವಿತ ಅದನ್ನು ಕೊನೆ ಮಾಡಿರಿ. ജീവിതത്തിന് ഉടമയാകാൻ ശ്രമിക്കുക. ಒಂದು ಒಳ್ಳೆಯ ಜೀವಿತ ಮಾಡುವುದಕ್ಕಾಗಿ ನೀವು ಶ್ರಮೆ ಪಡಿರಿ. എപ്പോൾ നീ മടങ്ങി വരും, ಯಾವಾಗ ನೀನು ಹಿಂತಿರುಗಿ ಬರುತ್ತಿ, അതാ യേശു ആഗ്രഹിക്കുന്നത്. ಅದು ಆಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನ ಇಷ್ಟಪಡುವುದು. ನೀನು ಹಿಂತಿರುಗಿ ಬರಬೇಕು. ഒരു നല്ല ജീവിതം, ಒಂದು ಒಳ್ಳೆಯ ಜೀವಿತ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ಕರ್ತನು ಎಲ್ಲರನ್ನು ಆಶ್ರಯಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುವವನಾಗಿದ್ದಾನೆ. സാഹചര്യമാണ് പലരും പാപികളാക്കി മാറ്റുന്നത്. ಅನೇಕ ಸಮಸ್ಯೆಗಳಾಗಿದೆ ಪಾಪಗಳಿಗೆ ತಳ್ಳುವಂತದ್ದು. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ അധ്യാപകൻ പറഞ്ഞു, ಪಾಸ್ಟ್ ಬೈಬಲ್ ಕಾಲೇಜ್ ಕಲಿಯುವಾಗ ಅಲ್ಲಿ ಒಂದು ಅಧ್ಯಾಪಕರು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು, സമൂഹ മധ്യേ നമ്മൾ ഇരിക്കുമ്പോൾ ಸಮೂಹದಲ್ಲಿ ನಾವು ಕುಳಿತುಕೊಳ್ಳುವಾಗ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ನಾವು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕು. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ನಾವು ಒಂಟಿಯಾಗಿರುವಾಗ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. ನಮ್ಮ ಹೃದಯವನ್ನು ನಾವು ಪರೀಕ್ಷಿಸಬೇಕು. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പാപം ചെയ്യാനുള്ള ചിന്ത ഉണ്ടാകുന്നത്. ಒಂಟಿಯಾಗಿರುವ ಸಮಯದಲ್ಲಿ ಪಾಪದ ಚಿಂತನೆ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്ന ആ സമയമാണ്. ಬೇಡವಾದ ಚಿಂತೆಗಳು ಬರುವುದು ಆ ಸಮಯದಲ್ಲಿ. നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക ആ വിഷയം. ನೀವು ಅದನ್ನು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಿರಿ. ಒಂಟಿಯಾಗಿರುವಂತ ಸಮಯದಲ್ಲಿ ഹൃദയത്തെ സൂക്ഷിക്കണം. ನಿನ್ನ ಹೃದಯವನ್ನು ನೀನು ಬಹಳ ಜಾಗೃತೆಯನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕು. ദൈവമായി ഏകാഗ്രതയോടെ ഇരിക്കാൻ ശ്രമിക്കണം. ದೇವರೊಂದಿಗೆ ಏಕಾಗ್ರತೆಯಲ್ಲಿ ಇರಲು ನೀನು ಶ್ರಮಿಸಬೇಕು. പ്രാർത്ഥിക്കാൻ നല്ല മനസ്സിന്റെ ഉടമയായി മാറണം.
മാറണം. ಪ್ರಾರ್ಥಿಸಲು ಒಳ್ಳೆ ಶಕ್ತಿಯನ್ನು ನೀವು ಹೊಂದಿಕೊಂಡು ആരാധിക്കുന്ന ഒരു ಮಾರ್ಪಡಬೇಕು. നല്ല ഹൃദയത്തിന് ഉടമയായി മാറണം. ಆರಾಧಿಸುವುದಕ್ಕೆ ಒಳ್ಳೆ ವ್ಯಕ್ತಿಯಾಗಿ ನೀನು ಮಾರ್ಪಡಬೇಕು. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ಹಾಗೆ ಆಗುವುದಾದ್ರೆ നിന്റെ ജീവിതം ನಿನ್ನ ಜೀವಿತ കണ്ടിട്ട് ನೋಡಿ പലരും ಅನೇಕರು യേശുവിന്റെ അടുക്കൽ വന്ന് ಯೇಸು ಕ್ರಿಸ್ತನ ಹತ್ತಿರಕ್ಕೆ ಬಂದು സന്തോഷപൂർണ്ണമായ ജീവിതം നയിപ്പാൻ ಸಂತೋಷಪೂರ್ಣವಾದ ಜೀವಿತ ಮಾಡುವುದಕ್ಕೆ ഇടയാക്കുന്ന ആൾക്കാരുണ്ടാകും. ಸ್ಥಳ ಮಾಡಿಕೊಡಬೇಕು. നീ നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. ಹಾಗಾದ್ರೆ ನೀನು ಈ ಉಪದೇಶವನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕು. ജീവിതത്തെ സൂക്ഷിക്കണം. ನಿನ್ನ ಜೀವಿತವನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕು. അങ്ങനെ ആയാൽ ಹಾಗೆ ಆಗಿರುವುದಾದ್ರೆ പലരെയും നേടുവാൻ, ನೀನು ಅನೇಕರನ್ನು ದೇವರಿಗಾಗಿ പല ദൈവജനത്തെ നേടിയെടുക്കുവാൻ, ಅನೇಕ ದೇವರಿಗಾಗಿ ದೇವಜನರನ್ನು ಸಂಪಾದಿಸಕ್ಕಾಗಿ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവം. ದೇವರು ನಮ್ಮ ನೆನಪು ಮಾಡಿಕೊಳ್ಳುವ ದೇವರಾಗಿ. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മെ ഓർത്താൽ ಯೆಹೋವನು ನಮ್ಮ ನೆನಪು ಮಾಡಿಕೊಂಡಿದ್ದಾನೆ. എല്ലാം കിട്ടും നമുക്ക്. ಯೆಹೋವನು ನಮ್ಮನ್ನು ನೆನಪು ಮಾಡಿಕೊಂಡ್ರೆ ಎಲ್ಲವೂ പലരും ಸಿಗುತ್ತದೆ. നമ്മളെ ഓർക്കത്തില്ല. ಅನೇಕರು ನಮ್ಮ ನೆನಪು ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. പല വിഷയത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ಅನೇಕ ವಿಷಯಗಳಲ್ಲಿ ಅವರು ಬಿದ್ದು ಹೋದ ನಿಮಿತ್ತವಾಗಿ നല്ല കാര്യമൊന്നും ഓർക്കത്തില്ല. ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನು ಯಾವುದನ್ನು ನೆನಪು ಮಾಡುವುದಿಲ್ಲ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ಆದ್ರಿಂದಾಗಿ ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ഉസ്സിയാവ് മരിച്ചപ്പോൾ ಉಜ್ಜಿಯನು ಸತ್ತ ನಂತರ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ, ಅಕ್ಷರಾರ್ಥದಲ್ಲಿ ಹೇಳುವುದಾದ್ರೆ ഉസ്സിയ എന്നൊക്കെ പറയുമ്പോൾ ಉಜ್ಜಿಯನು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ജഡചിന്തകളെയാണ് ഈ പറയുന്നത്. ಜಡಜಂತುಗಳನ್ನು ಆಗಿದೆ ಹೇಳುವಂತದ್ದು. ആത്മീയർത്ഥം പറയുമ്പോൾ യഹൂദ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ಆತ್ಮೀಯಾರ್ಥವಾಗಿ ಹೇಳುವುದಾದ್ರೆ ಅದು അക്ഷരാർത്ഥം പറയുമ്പോൾ ಅಕ್ಷರಾರ್ಥ ಹೇಳುವುದಾದ್ರೆ 1 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം ಗಲಾತ್ಯ ಲೇಖನ 5-ാം അധ്യായം 5ನೇ ಅಧ್ಯಾಯ അതിന്റെ 15 മുതൽ വാക്യം നമുക്ക് വായിക്കാം. 15ನೇ ವಾಕ್ಯ ಓದುವ. ഗലാത്യ ലേഖനം ಗಲಾತ್ಯ 5-ാം അധ്യായം 5ನೇ ಅಧ್ಯಾಯ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യേ. പ്രൈസ് ദി ലോർഡ്. 17-ാം വാക്യം മുതൽ 17ನೇ ವಾಕ್ಯ ಮೊದಲೇ. ಯಾಕಂದ್ರೆ ಶರೀರ ಭಾವವು ಅಭಿಲಾಷಿಸುವುದು ಆತ್ಮನಿಗೆ ವಿರುದ್ಧವಾಗಿದೆ, ಆತ್ಮನು ಅಭಿಲಾಷಿಸುವುದು ಶರೀರ ಭಾವಕ್ಕೆ ವಿರುದ್ಧವಾಗಿದೆ. ನೀವು ಮಾಡಲಿಚ್ಛಿಸುವುದನ್ನು ಮಾಡದಂತೆ ಇವು ಒಂದಕ್ಕೊಂದು ಹೋರಾಡುತ್ತವೆ. ಆದರೆ ನೀವು ಆತ್ಮನಿಂದ ನಡೆಸಿಕೊಳ್ಳುವರಾದರೆ ನೇಮ ನಿಷ್ಠೆಗಳಿಗೆ ಅಧೀನರಲ್ಲ. ಶರೀರ ಭಾವದ ಕರ್ಮಗಳು ಪ್ರಸಿದ್ಧವಾಗಿಯೇ ಅವೆ. ಯಾವುದೆಂದರೆ ಜಾರತ್ವ, ಬಂಡುತನ, ನಾಚಿಕೆಗೇಡಿತನ, ವಿಗ್ರಹಾರಾಧನೆ, ಮಾಟ, ಅಗೆತನ, ಜಗಳ, ಹೊಟ್ಟೆಕಿಚ್ಚು, ಸಿಟ್ಟು, ಕಕ್ಷಭೇದ, ಭಿನ್ನಮತ, ಮತ್ಸರ, ಕುಡುಕತನ, ದುಂದೌತನ ಇಂಥವುಗಳೇ. ಇವುಗಳ ವಿಷಯಗಳಲ್ಲಿ ಇಂಥ ಕಾರ್ಯಗಳನ್ನು ನಡೆಸುವವರು ದೇವರ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯರಾಗುವುದಿಲ್ಲವೆಂದು. ಈ ವಿಷಯಗಳೆಲ್ಲವೂ ജഡചിന്തകളാണ്, ಶರೀರದ ಚಿಂತೆಗಳಾಗಿದೆ, ಲೋಕದ ಚಿಂತೆಗಳಾಗಿದೆ. അത് നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ಅದು ನಮ್ಮ ಒಳಗೆ ಬರಲು ಸಾಧ್ಯವಿಲ್ಲ. നമ്മുടെ ഉള്ളിൽ ನಮ್ಮ ಒಳಗೆ വരേണ്ടത് ಬರಬೇಕಾದದ್ದು ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജഡചിന്തയല്ല, ಒಂಟಿಯಾಗಿರುವಾಗ ಶರೀರದ ಭಾವನೆಗಳಲ್ಲ. ഇവിടെ കാണുന്നു ജഡത്തിന്റെ പ്രവൃത്തികളോ, ಇಲ್ಲಿ ಕಾಣುತ್ತದೆ ಶರೀರದ ಕರ್ಮಗಳು. 19-ാം വചനം 19 വേഴ്സ്. ಶರೀರ ಭಾವದ ಕರ್ಮಗಳು, ദുർനടപ്പ്, ದುರ್ನಡತೆ, ദൈവഹിതമില്ലാത്ത യാത്ര, ಜಾರತ್ವ, ದೇವರ ಹಿತ ಇಲ್ಲದೆ ಯಾತ್ರೆ, ദുഷിച്ച യാത്ര, ದುಷ್ಟ ಸ್ವಭಾವದ ಯಾತ್ರೆ, മദ്യമടിച്ച്, ಮದ್ಯವನ್ನು ಕುಡಿದು, സിഗരറ്റും ബീഡിയൊക്കെ വലിച്ച്, ಸಿಗರೆಟ್ ಬೀದಿ ಕುಡಿದು, വ്യഭിചാരശാലയിലൊക്കെ പോയി, ವ್ಯಭಿಚಾರ ಎಲ್ಲ ಹೋಗಿ, മ്ലേച്ഛമായ കാര്യം ചെയ്ത് ಬೇಡವಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿ ನಡೆಯುವಂತ ವ್ಯಕ್ತಿ സഭയിൽ വന്നാലും ചർച്ചിൽ വന്നാലും ಚರ್ಚಿ ಬಂದರೂ ಕೂಡ ആരാധിക്കത്തില്ല, കൈ അടിക്കത്തില്ല, ಕೈ ಹೊಡೆಯುವುದಿಲ್ಲ, പാട്ട് പാടത്തില്ല, ಹಾಡು ಹಾಡುವುದಿಲ್ಲ, പുറയിലിരിക്കും, ಹಿಂದೆ ಕುಳಿತುಕೊಳ್ತಾರೆ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും, ಎಲ್ಲರನ್ನ ಆಚೆ ಈಚೆ ನೋಡ್ತಾ ಇರ್ತಾರೆ, സഭയിലും വരും, ಸಭೆಗೆ ಬರ್ತಾರೆ, ലോകപരമായി പോകും, ಲೋಕದಲ್ಲಿಯೂ അങ്ങനെയുള്ള ആളാണ് ಹಾಗೆ ಇರುವಂತ ಜನರು. ದುರ್ನಡತೆ ಇರುವವರು എതിലേ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല, എതിലേ നടന്നാലും ഒരു കുഴപ്പമില്ല, ಅವರಿಗೆ ಎಲ್ಲಿ ಬೇಕಾದ್ರೆ ನಡೆದ್ರು ಯಾವ ಸಮಸ್ಯೆ ಇಲ್ಲ. അവർ പിശാച് അവരെ കൂടെ നടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം അവർക്കില്ല. ಅವರು ಸೈತಾನನೊಂದಿಗೆ ನಡೆದ್ರು ಕೂಡ ಅವರಿಗೆ ಯಾವ ಸಮಸ್ಯೆ ಇಲ್ಲ. എന്നാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് ಹಾಗಾದ್ರೆ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡುವ പോരാട്ടമുണ്ട്, ಯಾವಾಗ್ಲೂ ಹೋರಾಟ ಇದೆ. എന്നാൽ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിക്ക്, ಹಾಗಾದ್ರೆ ಈ ರೀತಿಯಾಗಿ ನಡೆಯುವಂತ ಒಂದು ವ್ಯಕ್ತಿಗೂ ഒരു പോരാട്ടമേ ഇല്ല, ಅವರಿಗೆ ಹೋರಾಟವೇ ಇಲ್ಲ. അവന്റെ നടപ്പ് എവിടാ? ദുർനടപ്പ. ಅವರ ನಡತೆ ಯಾವುದು? ದುರ್ನಡತೆ, ദുഷിച്ച നടപ്പ്, ದುಷ್ಟ ನಡತೆ, ദുഷിച്ച കൂട്ടുകെട്ട്, ದುಷ್ಟ ಸಂಘಗಳು. സിനിമാ ശാലയിൽ പോകുക, ಸಿನಿಮಾ ಶಾಲೆಗೆ ಹೋಗ್ತಾನೆ, സിനിമയുടെ കഥ പറയുക, ಸಿನಿಮಾದ ಕಥೆ ಹೇಳ್ತಾನೆ. ഇതുപോലെ ആൾക്കാർ ദൈവഹിതമില്ലാത്ത ആൾക്കാരുമായി കൈ ഒടിച്ച് നടക്കുക, ಈ ರೀತಿಯಾಗಿ ದೇವರ ಚಿತ್ತವಿಲ್ಲದ ಜನರೊಂದಿಗೆ ಕೈ ಕೊಟ್ಟು ನಡೀತಾನೆ. ഇതൊക്കെയാണ് ദുർനടപ്പ്. ಇದೆಲ್ಲ ಆಗಿದೆ ದುರ್ನಡತೆ, അശുദ്ധി. ಅಶುದ್ಧಿ.
അവര് വിശുദ്ധമായി ചിന്തിക്കത്തില്ല. ಅವರು ಪರಿಶುದ್ಧವಾದದ್ದು ಯಾವುದನ್ನು ಯೋಚನೆ ಮಾಡುವುದಿಲ್ಲ. അത് വിശ്വാസത്തിൽ കാണുമ്പോൾ പറയും, ಅವರನ್ನು ನೋಡುವಾಗಲೇ ಹೇಳುತ್ತದೆ, ദൈവം എന്നോട് കഴിഞ്ഞ രാത്രി സംസാരിച്ചു, ದೇವರು ನಿನ್ನೆ ನನ್ನೊಂದಿಗೆ ಮಾತಾಡಿದರು, സ്വപ്നം തന്നു, ನಾನು ಒಂದು ಸ್ವಪ್ನವನ್ನು ನೋಡಿದೆ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ನಾನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇರುವಾಗ ഭാഷയൊക്കെ തന്നെ സഹായിച്ചു, ಹೊಸ ಅನ್ಯ ಭಾಷೆಯನ್ನು ಕೊಟ್ಟು ದೇವರು ಸಹಾಯ ಮಾಡಿದರು. ചുമ്മാ നാടകവാ, ಅದೆಲ್ಲ ಸುಮ್ಮನೆ ನಾಟಕ. അവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റോട്ട് പോലും ഇല്ല, ಅವನು ಪ್ರಾರ್ಥಿಸಲು ಕುಳಿತುಕೊಳ್ಳುವುದು ಕೂಡ ಇಲ್ಲ, ശരിക്കും കഴിക്കുക, കിടന്ന് ഉറക്കവാ, ಅವರಿಗೆ ಸರಿಯಾಗಿ ಕುಳಿತುಕೊಂಡ್ರೆ ಅಲ್ಲಿ ನಿದ್ದೆ. അവൻ പറയുകയാണ് ഞാൻ പ്രാർത്ഥിച്ചെന്ന്. ಅವನು ಹೇಳ್ತಾನೆ ನಾನು ಪ್ರಾರ್ಥಿಸಿ. അഭിനയം പറയുന്ന പുള്ളിയാ, ಅದು ಸುಮ್ಮನೆ ಏನೋ ಒಂದು ಹೇಳುವಂತ, അശുദ്ധി. ಅದೇ ಆಗಿದೆ ಅಶುದ್ಧ. അടുത്ത ദുഷ്കർമ്മം, ಅದೇ ದುಷ್ಕರ್ಮಗಳು, ദുഷ്കാമം, ದುಷ್ಕರ್ಮಗಳು, വിഗ്രഹാരാധന, ವಿಗ್ರಹಾರಾಧನೆ, ആഭിചാരം, ಮಾಟ, പക, ಹಗೆತನ, പക, ಹಗೆತನ, പുറമെ നോക്കി ചിരിച്ചു കാണിക്കും, ಹೊರಗೆ ನೆಗಡಿಕೊಂಡು ತೋರಿಸ್ತಾರೆ, ഉള്ളിൽ നിനക്ക് വെച്ചിട്ടുണ്ട്, ಒಳಗೆ ನಿನಗೆ ಇಟ್ಟಿದ್ದೇನೆ, നിനക്കും വെച്ചിട്ടുണ്ട്, ನಿನಗೆ ನಾನು ಇಟ್ಟಿದ್ದೇನೆ, കുറച്ച് കഴിയട്ടെ, ಸ್ವಲ್ಪ ಸಮಯ അവസരം കിട്ടും, ಆಮೇಲೆ ಮಾಡ್ತೇನೆ, നിന്നെ എന്റെ കൈ കിട്ടും, ನೀನ್ ನನ್ನ ಕೈಗೆ ಸಿಗುತ್ತಿ, ഇപ്പൊ നീ പൊക്കോ, ಈಗ ನೀನು ಹೋಗು, ഞാൻ കണ്ടോളാം, ನಾನು ನೋಡ್ಕೊಳ್ತೇನೆ. ഞായറാഴ്ച വരുമ്പോ എന്തോ സ്വത്രം, ಭಾನುವಾರ ಬರುವಾಗ ಏನ್ ಸ್ತೋತ್ರ, സ്വത്രം സഹോദരി, ಸ್ತೋತ್ರ ಸಹೋದರಿ, കൈ കൊടുക്കും, ಕೈ ಕೊಡ್ತಾರೆ, ഈ രണ്ടു ഭാഗം അങ്ങനത്തെ ഉള്ളൂ, സ്വത്രം, ಸ್ತೋತ್ರ. സ്നേഹത്തോടെ സ്വന്തം കൊടുക്കുവാണെങ്കിൽ കൈ മൊത്തം കൊടുക്കും, ಸ್ನೇಹದಲ್ಲಿ ಪ್ರೀತಿಯಲ್ಲಿ ಕೈ ಕೊಡುವುದಾದ್ರೆ ಕೈ ಪೂರ್ತಿಯಾಗಿ ಕೊಡುತ್ತಾರೆ. ഇപ്പം കൊടുക്കുവാണെങ്കിൽ രണ്ട് വിരലേ കൊടുക്കുള്ളൂ, ഇങ്ങനെ നോക്കും, ಇಲ್ಲದಿದ್ರೆ ಒಳಗೆ ಹಗೆತನ ಇರುವುದಾದ್ರೆ ಎರಡು ಬೆರಳು ಮಾತ್ರ ಕೊಡ್ತಾರೆ. അഭിനയമാണിത്, ಇದೆಲ್ಲ ಅಭಿನಯ, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, ಇದೆಲ್ಲವೂ ದೇವರು ನೋಡ್ತಾ ಇರುತ್ತಾನೆ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന കാര്യം മറക്കുക, ಹಾಗಾದ್ರೆ ದೇವರ ಮುಂದೆ ಕುಳಿತುಕೊಂಡು ಅವರ ಕಾರ್ಯಗಳನ್ನು ಮರೆ ಮಾಡುತ್ತಾರೆ, പകയാണ്. ಹಾಗೆ പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നാൽ ಒಳ್ಳೆ ಡ್ರೆಸ್ ಅನ್ನು ಹಾಕಿಕೊಂಡು ಬಂದರೆ നോക്കും, ನೋಡುತ್ತಾರೆ, ഇത് എവിടെ നിന്ന് കിട്ടി, ಇದು ಎಲ್ಲಿಂದ ಸಿಕ್ಕಿತು. കാശ് കൊടുത്ത് മേടിച്ചാൽ നമുക്ക് വിഷയമല്ല, ಹಣ ಕೊಟ್ಟು ತೆಗೆದುಕೊಂಡ್ರೆ ಅದು ದೊಡ್ಡ ವಿಷಯ ಅಲ್ಲ, എന്തോ ജീവിതമായത്, ಏನೋ ಒಂದು ಜೀವಿತ, ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ നോക്കുന്നു, ಯಾವುದೆಲ್ಲ ರೀತಿಯಲ್ಲಿ ಅಪಮಾನ ಮಾಡಲಿಕ್ಕೆ ನೋಡ್ತಾರೆ. അങ്ങനെ പകയ്ക്കുന്ന ഒരു കൂട്ടമുണ്ട്, ಹಾಗೆ ಮಾಡುವಂತ ಒಂದು ಗುಂಪು ಜನರು ಇದ್ದಾರೆ. അവരും ആരാധിക്കാൻ വരും, ಅವರು ಆರಾಧಿಸ್ಲಿಕ್ಕೆ ಬರ್ತಾರೆ. അവർ വന്ന് ദൈവത്തെ അല്ല നോക്കുന്നേ, ಅವರು ಬಂದು ದೇವರನ್ನೆಲ್ಲ ನೋಡುವಂತದ್ದು, നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, ನಿನ್ನನ್ನು ನೋಡ್ತಾ കൈ ನಿಲ್ತಾರೆ. അടിച്ച് ഭയങ്കര ഡാൻസ് കളിക്കുന്നെങ്കിലും ಕೈ ಹೊಡೆದು ಡ್ಯಾನ್ಸ್ ಮಾಡ್ತಾ ಇರುದಾದ್ರು ഏറെ നീ നോക്കും, ಬೇರೆ ರೀತಿಯಲ್ಲಿ ನೋಡ್ತಾರೆ. സ്റ്റേജിലോട്ട് നോക്കി ആരാധിക്കുന്നെങ്കിലും ಸ್ಟೇಜಿಯನ್ನು ನೋಡಿ ಆರಾಧಿಸುದಾದ್ರು ഏറെ ഇങ്ങനെ നോക്കും, അവൾ എന്ത് ചെയ്യുന്നു, ವಾರೆ ಕಣ್ಣಲ್ಲಿ ನಮ್ಮನ್ನು ನೋಡುತ್ತಾರೆ, ಅವರು ಏನ್ ಮಾಡ್ತಾರೆ ಎಂಬುದಾಗಿ. ഇത് പകയാണ്, ಇದು ಆಗಿದೆ ಹಗೆತನ, പക വെച്ചുള്ള ആരാധനയാണ്, ಇದು ಹಗೆ ಇಟ್ಟುಕೊಂಡು ಆರಾಧನೆ ಮಾಡುವಂತದ್ದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പൊ പക, ಹಾಗಾದ್ರೆ ಹಗೆತನ, പിണക്കം, ಜಗಳ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അവർക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് പാടിയില്ലെങ്കിൽ ಅವರಿಗೆ ಇಷ್ಟವಿಲ್ಲದ ಹಾಡನ್ನು ಹೇಳುದಾದ್ರೆ പിന്നെ പാടത്തില്ല, ಅವರು ಆಡುದಿಲ್ಲ. ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ ಇಷ್ಟ ಇರುವಂತ ಹಾಡಾದ್ರೆ മുമ്പിൽ അങ്ങ് പാടും, ಅವರು ಮುಂದೆ ಆಡ್ತಾರೆ. ഇത് അറിയാവുന്ന പാട്ടാണെങ്കിലും ಇದು ಗೊತ್ತಿಲ್ಲದ ಹಾಡಾದ್ರು അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളാ പാടുന്നതെങ്കിൽ ಅವರಿಗೆ ಇಷ್ಟ ಇಲ್ಲದ ಜನರನ್ನು ಅವರು ನೋಡುದಾದ್ರೆ ശബ്ദമേ ഇല്ല, ಶಬ್ದವೇ ಬರುವುದಿಲ್ಲ, ചുണ്ടനക്കി കാണിക്കും, ಬಾಯಿಯನ್ನು ತುಟಿಯನ್ನು ಅಲ್ಲಾಡಿಸಿ ತೋರಿಸ್ತಾರೆ, എന്നിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കും, ಮತ್ತೆ ಅವರನ್ನು ನೋಡ್ತಾ ಇರ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇതിന്റെ പേരാണ് പിണക്കം. ಇದರ ಹೆಸರಾಗಿದೆ ಜಗಳ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ജാരശങ്ക, ಹೊಟ್ಟೆ ಕಿಚ್ಚು, ക്രോധം, ಕ್ರೋಧ, ശാഠ്യം, ಪಕ್ಷಭೇದ, ദ്വന്ദ്വപക്ഷം, ದುಂದದೌತನ, ഭിന്നത, ಭಿನ್ನಾಮತ, അസൂയ, ಮತ್ಸರ, മദ്യപാനം, ಕುಡುಕತನ, വെറിക്കൂത്ത് ದುಂದೌತನ മുതലായവ എന്ന് വെളിവാകുന്നു. ಇಂಥವುಗಳೇ ഇതെല്ലാമാണ് ಇವುಗಳಲ್ಲಿ ഉസ്യാവിനെ അർത്ഥമാക്കുന്നത്. ಉಜ್ಜಿಯನನ್ನು ಅರ್ಥ ಮಾಡಿಕೊಡುತ್ತದೆ. ഇതെല്ലാം മാറി, ಇದೆಲ್ಲವೂ ನೀಗಲ್ಪಟ್ಟು എപ്പോൾ, ಯಾವಾಗ സാറാഫ് ആരാച്ച കണ്ടപ്പോൾ, ಅವನು ಸೆರೋಪಿಯರ ಆರಾಧನೆ ನೋಡಿದಾಗ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിരിക്കുന്ന കണ്ടു, ಕರ್ತನು ಮೇಲೆ ಸಿಂಹಾಸನದಲ್ಲಿ ಇರುವುದನ್ನು ನೋಡಿದನು. ഈ വിശുദ്ധമായ സാറാഫിന്റെ ആരാധന കണ്ടപ്പോൾ, ಈ ಪರಿಶುದ್ಧವಾದ ಸೆರಫಿಯರ ಆರಾಧನೆಯನ್ನು ನೋಡಿದಾಗ ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, യെശയ്യാവ് കരഞ്ഞുപോയി. ಯೆಶಾಯನು
ಕೂಗಿಕೊಂಡನು. ദൈവത്തോട് നിലവിളിച്ചു. ಅವನು ದೇವರಿಗೆ ಮೊರೆ ಇಟ್ಟನು. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ಅಯ್ಯೋ, ನಾನು ಶುದ್ಧಿ ಇಲ್ಲದ ಮನುಷ್ಯನು. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യ ജനത്തിനടിയിൽ വസിക്കുന്നവനാണ്. ನಾನು ಅಶುದ್ಧ ತುಟಿಯುಳ್ಳವರ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്. ನಾನು ಶುದ್ಧಿ ಇಲ್ಲದವನಾಗಿದ್ದೇನೆ. നാക്ക് ശുദ്ധിയില്ലാത്തതാണ്. ನನ್ನ ನಾಲಿಗೆ ಶುದ್ಧಿ ಇಲ್ಲದಾಗಿದೆ. ഓരോന്നും വിളിച്ചു പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ಅನೇಕರನ್ನು ಕರೆದೇಳಿದಂತ ಒಂದು ಅನುಭವ ಇತ್ತು. അതുകൊണ്ട് അവൻ ദൈവത്തോട് പറഞ്ഞ കരയും. ಅವನು ಎಲ್ಲ ಕೊರತೆಗಳನ್ನು ದೇವರ ಮುಂದೆ ಹೇಳಿ ಅಳುತ್ತಾ ಇದ್ದಾನೆ. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ದೇವರೊಂದಿಗೆ ಹೇಳಿ ಅಳ್ತಾ ಇರುವಾಗ ದೇವರು യാഗപീഠത്തിൽ നിന്നും ಯಜ್ಞವೇದಿಯಿಂದ ഒരു ദൂതൻ വന്ന് ಒಂದು ದೂತನು ಬಂದು കൊടിലുകൊണ്ട് ಕಂಡಾಸದಿಂದ ಕೆಂಡವನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು അവന്റെ നാക്കിൽ തൊടുവിച്ചു. ಅವನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟಿಸಿದನು. ക്ഷണത്തിൽ അവൻ ശുദ്ധിയുള്ളവനായി. ಕ್ಷಣದಲ್ಲಿ ಅವನು ಶುದ್ಧಿಯಾಗಿ ಮಾರ್ಪಟ್ಟನು. അവൻ കരഞ്ഞപ്പോൾ ಅವನು ಕೂಗಿದಾಗ അവൻ ശുദ്ധിയുള്ളവനായി മാറി. ಅವನು ಶುದ್ಧಿ ಪರಿಶುದ್ಧತೆ ಉಳ್ಳವನಾಗಿ ಮಾರ್ಪಟ್ಟನು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ വേള നമുക്ക് വേണ്ടിയത് ಈ ಆಗನ ವೇಳೆಯಲ್ಲಿ ನಮಗೆ ಬೇಕಾದದ್ದು ജഡിക ചിന്തയല്ല, ನಮ್ಮ ಶರೀರದ ಚಿಂತೆಗಳಲ್ಲ, ലോക ചിന്തയല്ല, ಲೋಕದ ಚಿಂತೆಗಳಲ್ಲ. മറ്റുള്ളവരെ കൂടി യേശുവിലേക്ക് കൊണ്ടുവരുവാൻ, ಬೇರೆ ವ್ಯಕ್ತಿಗಳನ್ನು ನಾವು ಯೇಸುವಿನ ಬಳಿಗೆ ತರೋದು, യേശുവിന്റെ ಮಕ್ಕಳായി ജീവിക്കുവാൻ, ಯೇಸುವಿನ ಮಕ್ಕಳಾಗಿ ಜೀವಿಸುವುದಕ್ಕಾಗಿ, പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ, ಪಾಪವಿಲ್ಲದಂತ ಜೀವಿತ ಮಾಡುವುದಕ್ಕಾಗಿ, ആത്മാവിന്റെ ജീവിതം, ಆತ್ಮನ ಒಂದು ಜೀವಿತ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ಆತ್ಮನನ್ನು ಅನುಸರಿಸಿ ನಡೆಯುವಂತದ್ದು. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ಆತ್ಮನನ್ನು ಅನುಸರಿಸಿ ನಡೆಯುವುದಾದ್ರೆ അതിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് 24 വാക്യം വായിക്കാം. ഗലാത്യലേഖനം 5:24 വാക്യം. 22 മുതൽ. ആത്മാവിന്റെ ഫലമോ, ಆದರೆ ದೇವರ ಆತ್ಮನಿಂದ ಉಂಟಾಗುವ ಫಲವೇನೆಂದರೆ ಪ್ರೀತಿ, ಸಂತೋಷ, ಸಮಾಧಾನ, ದೀರ್ಘಶಾಂತಿ, ದಯೆ, ಉಪಕಾರ, ನಂಬಿಕೆ, ಸಾಧತ್ವ, ಕ್ಷಮೆ, ದಮೆ ಇಂಥವುಗಳೇ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇത്രയും ഒരു ദൈവത്തിൽ വേണം. ಇಷ್ಟು ದೇವರ ಮಕ್ಕಳಿಗೆ ಬೇಕು. ആത്മാവിന്റെ ഫലമോ, ಆತ್ಮನ ಫಲವೇನೆಂದರೆ സമാധാനം, ಸಮಾಧಾನ, സ്നേഹം, ಪ್ರೀತಿ, സന്തോഷം, ಸಂತೋಷ, ദീർഘക്ഷമ, ದೀರ್ಘಶಾಂತಿ, ദയ, ದಯ, പരോപകാരം, ಉಪಕಾರ, വിശ്വസ്തത, ನಂಬಿಕೆ, സൗമ്യത, ಸೌದತ್ವ, ഇന്ദ്രിയജയം. ಕ್ಷಮಾದಯೆ. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ എന്താ? ಕ್ಷಮೆದಮೆ. പഞ്ചേന്ദ്രിയങ്ങൾ, 5 ಪಂಚೇಂದ್ರಿಯಗಳು, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതൊക്കെയാണ്. ಕಣ್ಣು, ಮೂಗು, ನಾಲಿಗೆ, ಕಿವಿ ಇದೆಲ್ಲ ಆಗಿದೆ. അത് ഇന്ദ്രിയ ജയം വേണം. ಅದೇ ಕ್ಷಮೆದಮೆ. ഒരാൾ മദ്യം അടിക്കുമ്പോൾ ಒಂದು ವ್ಯಕ್ತಿ ಮದ್ಯ ಕುಡಿಯುವಾಗ അടുത്ത് നിൽക്കുക, ಹತ್ತಿರ ನಿಂತಿರುವಾಗ നാക്കിൽ ഇച്ചിരി വെള്ളം ഊറും. ಆಗ ನಾಲಿಗೆಯಲ್ಲಿ ನೀರು ಹರಿತಾ ಇರ್ತದೆ. നേരത്തെ ജന എത്ര കുടിച്ചതായിരുന്നു? ಅವನು ಮೊದಲು ಎಷ್ಟು ಕುಡಿದಿದ್ದಾನೆ, അവൻ കുടിക്കുന്ന വായി നോക്കി നിൽക്കുക. ಅವನು ಕುಡಿಯುವಾಗ ಇವರು ಬಾಯಿ ನೋಡ್ತಾನೆ. ഇന്ദ്രിയ ജയം വേണം. ಈ ಇಂದ್ರಿಯತೆಗಳು ಬೇಕು. അപ്പൊ നീ വായി വെള്ളം ഊരിച്ച് നിൽക്കരുത്. ಹಾಗಾದ್ರೆ ನೀನು ಬೇರೆಯವರು ಕುಡಿಯುವಾಗ ಬಾಯಲ್ಲಿ ನೀರು ಸುರಿಸಬಾರದು. പുളി എന്ന് പറയുമ്പോ, ಹುಳಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, പുളി എന്ന് പറയുമ്പോ നമ്മുടെ വായിക്കകത്ത് വെള്ളം വരും. ಹುಳಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ನಮ್ಮ ಬಾಯಲ್ಲಿ ನೀರು ಬರ್ತದೆ. അല്ലേ പ്രശാന്ത് പാസ്റ്ററെ? സ്തോത്രം. ഏറ്റവും പുറകെ പോയിരിക്കുക, പിന്നാലെ പോയിരിക്കുക, പാവം. സ്തോത്രം. സ്തോത്ര. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം പുളി കണ്ടു കഴിയുമ്പോഴേ നമ്മുടെ വായിക്കകത്ത് വെള്ളം വരും. ಹುಳಿಯನ್ನು ನೋಡಿದಾಗಲೇ ನಮ್ಮ ಬಾಯಲ್ಲಿ ನೀರು ಬರುತ್ತದೆ. നിംബു എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴേ വായിക്കകത്ത് വെള്ളം വരും. ನಿಂಬುವನ್ನು ಅಂತ ಕೇಳುವಾಗಲೇ ಬಾಯಲ್ಲಿ ನೀರು ಬರುತ್ತದೆ. ഫ്ലൂട്ട് വായിക്കുന്ന ഇടയ്ക്ക് പുളി ഒന്ന് കാണിച്ചു മതി, അവന്റെ വായിക്കൂടെ വെള്ളം ഇങ്ങനെ ഊറി വരും. ഫ്ലൂട്ട് വായിക്കത്തില്ലേ? ഫ്ലൂട്ട് വായിക്കില്ലേ? ಫ್ರೂಟ್, ಕೊಳಲು. കേട്ടോ, ഫ്ലൂട്ട് വായിക്കുന്നിടത്ത് ಕೊಳಲು ಊದುವಾಗ പുളി കൊണ്ട് ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ ಅದು ಅಲ್ಲೇ ನಿಂತರೆ അത് വായിക്കകത്ത് വെള്ളം ഈ ഫ്ലൂട്ടിൽ കൂടെ ഒഴുകി വരും. ಅದು ಬಾಯಿಯಿಂದ ಹಾಗೇ ನೀರು ಹೊರಗೆ ಬರುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. എന്ന് പറഞ്ഞ പോലെ ಹಾಗೆ ಹೇಳಿದಾಗೆ നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയ ജയം. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇಂದ್ರಿಯ ಜಯ. അങ്ങോട്ട് പോകുമ്പോ ഒരു സിനിമ പോസ്റ്റ് കണ്ടതാ. ಆಚೆ ನೋಡುವಾಗ ಸಿನಿಮಾದ ಪೋಸ್ಟ್ ನೋಡಿದ್ದು. നോക്കി നിൽക്കുക, ಹೀಗೆ ನೋಡಿ ನಿಲ್ತಾರೆ. നല്ല പിക്ചർ ആണല്ലോ. ಒಳ್ಳೆ ಪಿಕ್ಚರ್ ಆಗಿದೆ ಅಲ್ಲ. അപ്പൊ കണ്ണിന് ജയമില്ല. ಹಾಗಾದ್ರೆ ಕಣ್ಣಿಗೆ ಹೋಗಲಿಲ್ಲ. ഇന്ദ്രിയ ജയം എന്ന് പറയുമ്പോ കണ്ണും അതിനകത്ത് ഉൾപ്പെടുന്നതാ. ಹಾಗಾದ್ರೆ ಇಂದ್ರಿಯ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಕಣ್ಣಿಗೂ ಸಂಬಂಧಪಟ್ಟಿದೆ. അപ്പോഴിങ്ങോട്ട് വരുമ്പോൾ ഒരാൾ സിനിമ കഥ പറയുക. ಹಾಗಾದ್ರೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಸಿನಿಮಾದ ಕತೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഇവിടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ കേട്ടപ്പോഴത്തേക്കും ಇಲ್ಲಿ ಬೈಬಲ್ ಓದ್ತಾ ಇದ್ದಾನೆ, ಇಲ್ಲಿ ಕತೆ ಕೇಳುವಾಗ ചെവി അങ്ങോട്ട് ചെന്നു, ಕಿವಿ ಆಚೆ ಹೋಗುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ എല്ലാം കേൾക്കുക. അവർ നോക്കുമ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാണുക. ಅವರು ಹೇಳಿದೆಲ್ಲ ಕೇಳ್ತಾರೆ, ಅವರು ನೋಡುವಾಗ ಬೈಬಲ್ ಓದ್ತಾ ಇರ್ತಾರೆ. വീടുകളിലാണെങ്കിൽ തന്നെ
ಅಮ್ಮಾಯಿಯಮ್ಮ ಮರುಮಗಳು ಮನೆಯಲ್ಲಿ ಇರುವಾಗಲೇ ತಾಯಿ ಮತ್ತೆ ಸೊಸೆ, ಅತ್ತೆ ಮತ್ತೆ ಸೊಸೆ. അമ്മായിയമ്മ ടി വി കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ತಾಯಿಯವರು ಟಿವಿ ನೋಡ್ತಾ ಇರ್ತಾರೆ, മരുമോൾ അവിടെ തേങ്ങ ജന്മിക്കൊണ്ടിരിക്കുക, ಸೊಸೆ ಅಲ್ಲಿ ತೆಂಗಿನಕಾಯಿ ಎರಿತಾ ಇರ್ತಾರೆ. അപ്പൊ ഇവിടെ ഭർത്താവ് അടുക്കള കയറി വന്നപ്പോഴത്തേക്കും ಹಾಗಾದ್ರೆ ಇಲ್ಲಿ ಗಂಡನು ಆ ಅಡಿಗೆ ಮನೆಗೆ ಬಂದಾಗ എന്തോ പറയുന്ന ശബ്ദം അമ്മായിയമ്മ കേട്ടു. ಏನೋ ಹೇಳಿದಂತ ಶಬ್ದ ಈ ತಾಯಿಯವರು ಕೇಳಿದರು. സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ಸೀರಿಯಲ್ ನೋಡ್ತಾ ಇರುವಾಗಲೂ ಕೂಡ അമ്മായിയമ്മ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ತಾಯಿ ಈಚೆಯನ್ನು ಶ್ರದ್ಧೆಯಿಂದ ನೋಡ್ತಾ എന്നെ ಇರ್ತಾರೆ. കുറിച്ചാണോ മരുമോള് പറയുന്നത്? ನನ್ನ ಕುರಿತಾಗಿದೆ ಈ ಸೊಸೆ ಹೇಳುವಂತದ್ದು. ആമേൻ. ಆಮೇನ್. ഇന്ദ്രിയ ജയമില്ല, ಇಂದ್ರಿಯಗೆ ಜಯವಿಲ್ಲ. പാട്ടും പ്രാർത്ഥന ആരാധന ഒക്കെ ഉണ്ടെങ്കിലും ಆಡು ಆರಾಧನೆ ಎಲ್ಲ ಇರುವುದಾದ್ರೂ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, ಅಲ್ಲಿ ಜಗಳ ಉಂಟು ಮಾಡುವಂತ ಸ್ವಭಾವ, അതാ ഇന്ദ്രിയ ജയം. ಅದೇ ಇಂದ್ರಿಯ ಜಯ. ചിലക്ക് രണ്ട് വഴക്കുണ്ടാക്കാതെ ഉറക്കം വരത്തില്ല, ಕೆಲವರಿಗೆ ಎರಡು ಜಗಳ ಹೇಳದಿದ್ರೆ ನಿದ್ದೆನೆ ಬರಲ್ಲ, രണ്ട് പരദൂഷണം പറയാതെ ഉറക്കം വരത്തില്ല, ಎರಡು ದೂಷಣೆ ಮಾತು ಮಾತನಾಡಿದ್ರೆ ನಿದ್ದೆನೆ ಬರಲ್ಲ. ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ നുണ പറയുന്ന സമയത്ത് ನಾನು ಅನೇಕರು ಹೇಳಿದ್ದನ್ನು ಕೇಳಿದ್ದೇನೆ. ಈ ಚಾಡಿ ಹೇಳುವ ಸಮಯದಲ್ಲಿ പറയാൻ പറ്റിയില്ലെങ്കിൽ ಅವರಿಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಿದ್ದು ചുണ്ടിങ്ങനെ നടന്ന് വിറയ്ക്കും. ಈ ತುಟಿ ಅವರಿಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದಿದ್ರೆ ಈ ತುಟಿ ಹೀಗೆ ಅಲ್ಲಾಡ್ತಾ ಇರ್ತದೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ, ഹല്ലേലൂയ പറഞ്ഞാട്ടോ, ಹಾಲೆಲೂಯಾ ಹೇಳೋಣ ಎಲ್ಲರೂ, ಹಾಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അപ്പം പരദൂഷണം പറച്ചിൽ നിർത്തുക. ಹಾಗಾದ್ರೆ ಪರದೂಷಣೆ ಮಾಡುವುದು ನಿಲ್ಲಿಸಬೇಕು. ഇതെല്ലാം ഇന്ദ്രിയ ജയം ഉണ്ടാകണം. ಹಾಗಾದ್ರೆ ಮಾತ್ರ ಇಂದ್ರಿಯ ಜಯ അപ്പോൾ ദൈവത്തിന് വേണ്ടിയതായ ആത്മാവിന്റെ ഫലം, ಹಾಗಾದ್ರೆ ದೇವರಿಗೆ ಬೇಕಾದಂತ ಆತ್ಮನ ಫಲ സ്നേഹം വേണം, ಪ್ರೀತಿ ಬೇಕು, പരസ്പര സ്നേഹിക്കണം. ಪರಸ್ಪರ ಪ್ರೀತಿಸಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ಪ್ರೀತಿ ಇಲ್ಲದಿರುವುದಾದ್ರೆ ಏನೂ ಇಲ್ಲ. സ്നേഹം പൊറുക്കുന്നു. ಸ್ನೇಹವು ಹೆಚ್ಚಿಸುತ್ತದೆ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം, 1 ಕೊರಿಂಥ ಲೇಖನ 13-ാം അധ്യായം 13ನೇ ಅಧ್ಯಾಯ. ನಾನು ಮನುಷ್ಯರ ಭಾಷೆಗಳನ್ನು ದೇವದೂತರ ಭಾಷೆಗಳನ್ನು ಆಡುವವನಾದರೂ ಪ್ರೀತಿ ಇಲ್ಲದವನಾಗಿದ್ದರೆ ನಾದ ಕೊಡುವ ಕಂಚು ಗಣಗಣಿಸುವ ತಾಳವೂ ಆಗಿದ್ದೇನೆ. 4-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 4:13 സ്നേഹം ദീർഘമായി. ನಾನು ಮನುಷ್ಯರ ಭಾಷೆಗಳನ್ನು ದೇವದೂತರ ಭಾಷೆಗಳನ್ನು ಆಡುವವನಾದರೂ ಪ್ರೀತಿ ಇಲ್ಲದವನಾಗಿದ್ದರೆ ನಾದ ಕೊಡುವ ಕಂಚು ಗಣಗಣಿಸುವ ತಾಳವೂ ಆಗಿದ್ದೇನೆ. ನನಗೆ ಪ್ರವಾದನ ವರವಿದ್ದರೂ 4-ാം വാക്യം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ಪ್ರೀತಿ ಬಹು ತಾಳ್ಮೆಯುಳ್ಳದು, ദയ കാണിക്കുകയും ಪ್ರೀತಿ ದಯ ತೋರಿಸುವುದು, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ಪ್ರೀತಿ ಹೊಟ್ಟೆ ಕಿಚ್ಚು ಪಡುವುದಿಲ್ಲ, സ്നേഹം നിഗളിക്കുന്നില്ല, ಪ್ರೀತಿ ಹೊಗಳಿಕೊಳ್ಳುವುದಿಲ್ಲ, ചീർക്കുന്നില്ല, ಪ್ರೀತಿ ಉಬ್ಬಿಕೊಳ್ಳುವುದಿಲ್ಲ, അയോഗ്യമായി നടക്കുന്നില്ല, ಮರ್ಯಾದೆಗೆಟ್ಟು ನಡೆಯುವುದಿಲ್ಲ, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ಸ್ವಪ್ರಯೋಜನವನ್ನು ಚಿಂತಿಸುವುದಿಲ್ಲ, ദേഷ്യപ്പെടുന്നില്ല, ಸಿಟ್ಟುಗೊಳ್ಳುವುದಿಲ್ಲ, ദോഷം കണക്കിടുന്നില്ല, ಅಪಕಾರವನ್ನು ಮನಸ್ಸಿನಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳುವುದಿಲ್ಲ, അനീതിയിൽ സന്തോഷിക്കാതെ ಅನ್ಯಾಯವನ್ನು ನೋಡಿ ಸಂತೋಷ ಪಡದೆ സത്യത്തിൽ സന്തോഷിക്കുന്നു, ಸತ್ಯಕ್ಕೆ ಜಯವಾಗುವಲ್ಲಿ ಸಂತೋಷ ಪಡುತ್ತದೆ, എല്ലാം പൊറുക്കുന്നു, ಎಲ್ಲವನ್ನು ಅಡಗಿಸಿಕೊಳ್ಳುತ್ತದೆ, എല്ലാം വിശ്വസിക്കുന്നു, ಎಲ್ಲವನ್ನು ನಂಬುತ್ತದೆ, എല്ലാം ಎಲ್ಲವನ್ನು പ്രത്യാശിക്കുന്നു, ನಿರೀಕ್ಷಿಸುತ್ತದೆ, എല്ലാം സഹിക്കുന്നു. ಎಲ್ಲವನ್ನು ಸಹಿಸಿಕೊಳ್ಳುತ್ತದೆ. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. ಪ್ರೀತಿಯು ಎಂದು ಬಿದ್ದು ಹೋಗುವುದಿಲ್ಲ. ഇതാ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. ಇದು ಆಗಿದೆ ಪ್ರೀತಿಯ ಒಂದು ಅರ್ಥ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. സ്നേഹിക്കാൻ നമ്മൾ ഒരുങ്ങണം. ಪ್ರೀತಿಸುವುದಕ್ಕಾಗಿ ನಾವು ಸಿದ್ಧವಾಗಬೇಕು. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം. ನಿನ್ನಂತೆ ನಿನ್ನ ನೆರೆಯವನನ್ನು ಪ್ರೀತಿಸಬೇಕು. സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ಪ್ರೀತಿ ಇಲ್ಲದಿರುವುದಾದ್ರೆ ಅಲ್ಲಿ ಏನೂ ಇರುವುದಿಲ್ಲ. പാട്ടും പ്രാർത്ഥന ഉണ്ടെങ്കിലും, ಹಾಡು ಆರಾಧನೆ ಇರುವುದಾದ್ರೂ, പ്രാർത്ഥനകളെല്ലാം ജീവിതത്തിൽ വിടുതലായി മാറുവാൻ, ಪ್ರಾರ್ಥನೆಗಳೆಲ್ಲ ಅದು ಜೀವಿತದಲ್ಲಿ ಬಿಡುಗಡೆಯಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕಾಗಿ, സന്തോഷമായി മാറുവാൻ, ಸಂತೋಷವಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕಾಗಿ നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി മാറണം. ನಾವು ಪ್ರಾರ್ಥಿಸುವಂತ ವ್ಯಕ್ತಿಗಳಾಗಿ ಮಾರ್ಪಡಬೇಕು. സ്നേഹിക്കുന്നവരായി മാറണം. ಪ್ರೀತಿಸುವವರಾಗಿ ಮಾರ್ಪಡಬೇಕು. സന്തോഷിക്കുന്നവരായി മാറണം. ಸಂತೋಷ ಪಡುವವರಾಗಿ ಮಾರ್ಪಡಬೇಕು. യെശയ്യാവ് നിലവിളിച്ചപ്പോൾ ಯೆಶಾಯನು ಕೂಗಿ ಕರೆದಾಗ യാഗപീഠത്തിൽ നിന്നും ಯಜ್ಞವೇದಿಯಿಂದ ഒരു കൊടിലുകൊണ്ട് ಒಂದು ಕೊಡಲನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು തീക്കട്ടവന്റെ മുൻപിൽ കൊണ്ടുവന്ന് ಆ ಒಂದು ಬೆಂಕಿಯ ತಂಡಸದಲ್ಲಿ ಬೆಂಕಿಯನ್ನು ತೆಗೆದುಕೊಂಡು ആദരത്തിൽ തൊടുവിച്ചതിനാൽ, ಅವನ ತುಟಿಗೆ ತಗಲಿದಾಗ, ഇതാ നിന്റെ നദരങ്ങളെ തൊട്ടതിനാൽ ಈಗೋ ನಿನ್ನ ತುಟಿಗಳನ್ನು ಮುಟ್ಟಿದೆ, നിന്റെ അകൃത്യം നീങ്ങി, ನಿನ್ನ ದೋಷಗಳೆಲ್ಲ നിന്റെ ನಿವಾರಣೆ ಆಯಿತು, പാപത്തിന് പരിഹാരം ನಿನ್ನ വന്നിരിക്കുന്നു. ಪಾಪಕ್ಕೆ ಪರಿಹಾರವಾಯಿತು. ഇന്ന് പകൽക്കാലം ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ പാപത്തിന് പരിഹാരം വരുവാൻ ಪಾಪಕ್ಕೆ ಪರಿಹಾರ ಬರುವುದಕ್ಕಾಗಿ ക്രമീകരിക്കാൻ തയ്യാറാകുക, ನಾವು ಕ್ರಮೀಕರಿಸುವುದಕ್ಕೆ ശുദ്ധീകരിക്കാൻ തയ്യാറാകുക. ಶುದ್ಧೀಕರಿಸುವುದಕ್ಕೆ നിന്റെ ತಯಾರಾದರೆ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായി ನಮ್ಮ മാറട്ടെ. ಜೀವಿತದ ಆಶೀರ್ವಾದ ಉಂಟಾಗುತ್ತದೆ. കഴിഞ്ഞ ദിനങ്ങളിൽ മുതലും
ಕಳೆದ ದಿವಸದಿಂದ ಇದುವರೆಗೂ നിങ്ങളോട് ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ನಿಲ್ಲುವುದಕ್ಕೆ ದೇವರು ಸಹಾಯ ಕೊಟ್ಟನು. എല്ലാ സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ನೀವು ചെയ്യുന്നു. ತೋರಿಸಿದಂತ ಎಲ್ಲ ಪ್ರೀತಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഇന്ന് ഞാൻ കടന്നു പോവുകയാണ്. ಇವತ್ತು ನಾನು ಹೋಗ್ತಾ ಇದ್ದೇನೆ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ನಾನು ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. സഹോദരിയെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ബലപ്പെടുത്തി, ಸಹೋದರಿಯನ್ನು ಭಾಷಾಂತರ ಮಾಡಿ ದೇವರು ಬಲಪಡಿಸಿದನು. എല്ലാ ദൈവമക്കളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ಎಲ್ಲ ದೇವರ ಮಕ್ಕಳನ್ನು ದೇವರು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. അല്പം കഴിയുമ്പോൾ ಶಿವಮೊಗ್ಗಕ್ಕೆ കടന്നു പോകുന്നു. ಇನ್ನು ಸ್ವಲ್ಪ ಹೊತ್ತಾದ್ಮೇಲೆ ನಾನು ಶಿವಮೊಗ್ಗಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ചൊവ്വാഴ്ച തിരിച്ച് നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോകുന്നു. ചൊവ്വാഴ്ച ട്യൂസ്ഡേ ನಾನು ನನ್ನ ಊರಿಗೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ನಿಮ್ಮ ಬಲವುಡ್ಡ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ക്ഷണിച്ചതായ സുനിൽ പാസ്റ്റർ കുടുംബത്തിനും ನನ್ನನ್ನು ಕರೆದಂತ ಸುನೀಲ್ ಪಾಸ್ಟರ್ ಅವರ ಕುಟುಂಬಕ್ಕೂ, പ്രശാന്ത് പ്രിയമ പൈതൽ എല്ലാവർക്കും, ಪ್ರಶಾಂತ್ ಪಾಸ್ಟರ್ ಪ್ರೀಮ ಸಿಸ್ಟರ್ ಮಕ್ಕಳಿಗೆ ಎಲ್ಲರಿಗೂ, എല്ലാ ദൈവമക്കൾ, ಮತ್ತೆ ಇಲ್ಲಿರುವಂತ ಎಲ್ಲ ದೇವರ ಮಕ್ಕಳಿಗೂ, സുനന്ദ ಸಿಸ್ಟರ್ ಸುನಂದ ಅವರಿಗೂ, ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾ, ಇಲ್ಲಿ ಇರುವಂತ ಎಲ್ಲ ದೇವರ ಮಕ್ಕಳಿಗೂ ಎಲ್ಲವರಿಗೂ സ്നേഹവും നന്ദി വന്ദനം അറിയിക്കുന്നു. ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆ ತಿಳಿಸ್ತೇನೆ. നിങ്ങളെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു. ഇത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. God bless you. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ.